ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലടാ. ക്ലാസ്സുകളൊക്കെ ഗംഭീരമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമല്ലേ. നമ്മുടെ ഫിസിക്സിനകത്ത് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആണ് ലൈറ്റ് റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ. പല കുട്ടികളും നമ്മളോട് പറയുന്ന കൺസേൺ ആണ്, സാറേ ഈ ചാപ്റ്ററിനകത്തുള്ള ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് എത്ര ചെയ്താലും പിന്നെയും പിന്നെയും തെറ്റിപ്പോവാറുണ്ട്, റേ ഡയഗ്രാംസ് എത്ര വരച്ചു പഠിച്ചിട്ടും ഒരു കോൺഫിഡൻസ് കിട്ടുന്നില്ല. മക്കളെ, നിങ്ങളുടെ ഈ കൺസേൺസിനുള്ള സൊല്യൂഷനുമായിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ഈ ചാപ്റ്ററിനകത്തുള്ള മുഴുവൻ കൺസെപ്റ്റുകളും, എല്ലാ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസും, എല്ലാ റേ ഡയഗ്രാംസും, എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നമ്മൾ നിസ്സാരമായ സമയത്തിനകത്ത് പഠിച്ചു തീർക്കാൻ പോവാണ്. എല്ലാവരും റെഡി ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് തന്നെ വീഡിയോ കാണാൻ വേണ്ടി തുടങ്ങാം. സോ ഒട്ടും ലേറ്റ് ആക്കാതെ നമുക്ക് നമ്മുടെ ചാപ്റ്ററിനകത്തോട്ട് കയറാം. സോ ആദ്യം ഇവിടെ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന ഒപ്റ്റിക്സ് ആണ്. എന്താണ് ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ? ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ലൈറ്റിനെ പറ്റിയുള്ള സ്റ്റഡീനെയാണ് നമ്മൾ എന്ത് പറയുക? ഒപ്റ്റിക്സ് എന്ന് പറയുക. പ്രകാശത്തെ കുറിച്ചുള്ള പഠനത്തിന് നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ഒപ്റ്റിക്സ്. ഇവിടെ നമ്മൾ ലൈറ്റിന്റെ പ്രൊപ്പഗേഷൻ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യപ്പെടുന്നത്. അഥവാ ആ സ്ട്രെയിറ്റ് ലൈനിനെ വിളിക്കുന്ന പേരെന്താണ്? റേ ഓഫ് ലൈറ്റ് എന്നാണ് പറയുക. എന്താണ്? റേ ഓഫ് ലൈറ്റ്. സോ ആ ബ്രാഞ്ചിനെ വിളിക്കുന്ന പേര് റേ ഒപ്റ്റിക്സ്. സോ ഒപ്റ്റിക്സിനകത്തുള്ള ഒരു സബ് ഡിവിഷൻ ആണ് റേ ഒപ്റ്റിക്സ് എന്ന് പറയുക. റേ ഒപ്റ്റിക്സിനകത്ത് ലൈറ്റിന്റെ പ്രൊപ്പഗേഷന്റെ പാത്ത് എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്, അല്ലെങ്കിൽ റേ ഓഫ് ലൈറ്റ് ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യപ്പെടുന്നത്. ആ റേ ഡയഗ്രാമിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ നമ്മൾ റിഫ്ലക്ഷനും റിഫ്രാക്ഷനും ഒക്കെ പഠിച്ചെടുക്കാൻ പോകുന്നത്. തയ്യാറല്ലേ? എല്ലാവരും റെഡിയാണെന്ന് വിശ്വസിക്കുന്നു. സോ ആദ്യത്തെ കൺസെപ്റ്റിലോട്ട് കിടക്കാം. അതാണ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. എന്താണ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്? എന്താണ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ? അത് ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. എന്റെ കയ്യിൽ ഒരു റബ്ബർ പന്ത് ഉണ്ടെന്ന് വിചാരിക്കാം, ഒരു റബ്ബർ ബോൾ ഉണ്ടെന്ന് വിചാരിക്കാം. ഇവിടെ ഒരു ഭിത്തിയുണ്ട്, ഒരു വാൾ ഉണ്ട്. ഞാൻ ആ റബ്ബർ ബോൾ എടുത്ത് വാളിലോട്ട് ഒറ്റ എറിയും. എന്ത് ചെയ്യും? ആ റബ്ബർ ബോൾ ആ വാളിൽ തട്ടി എന്ത് ചെയ്യും? തിരിച്ച് ബൗൺസ് ചെയ്ത് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും. ശരിയല്ലടാ? അവിടെ സ്റ്റിക്ക് ഓൺ ചെയ്യത്തില്ല, ഒരിക്കലും അങ്ങനെയല്ല. അവിടെ പോയി കുത്തിയിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരും. അതുപോലെ തന്നെ ഒരു സ്മൂത്ത് പോളിഷ്ഡ് സർഫേസിൽ തട്ടി ലൈറ്റിന് സംഭവിക്കുന്ന ബൗൺസിങ് ബാക്കിനെയാണ് നമ്മൾ എന്ത് പറയുക? റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയും. സോ ഒരു സ്മൂത്ത് പോളിഷ്ഡ് സർഫേസിൽ ലൈറ്റ് വന്ന് പതിക്കുന്ന സമയത്ത് അത് അവിടെ തട്ടി തിരിച്ചു വരുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുക. ആ റിഫ്ലക്ഷൻ സംഭവിക്കുന്നത് കൊണ്ടാണ് നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള എല്ലാത്തിനെയും കാണാൻ വേണ്ടി സാധിക്കുന്നത് എന്ന കാര്യം കൂടി മനസ്സിനകത്ത് അങ്ങ് ഉറപ്പിച്ചു വെക്കുക. ഇനി റിഫ്ലക്ഷനെ കുറിച്ച് നമുക്ക് വിശദമായി തന്നെ പഠിക്കാം. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം മക്കളെ. ലോസ് ഓഫ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. സോ ആദ്യം നിങ്ങൾ ഈ ഒരു പടം ഒന്ന് മനസ്സിൽ അങ്ങ് ഉറപ്പിച്ചു വെക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡയഗ്രാം ആണ് ഇതെന്ന് പറയുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് കാണുന്നത് ഒരു മിററാണ്. മിറർ എല്ലാവർക്കും അറിയാലോ, അതൊരു റിഫ്ലക്റ്റിംഗ് സർഫേസ് ആണ്. മിറർ എന്ന് പറഞ്ഞാൽ ഉറപ്പായും അതൊരു റിഫ്ലക്റ്റിംഗ് സർഫേസ് ആണ്, നമുക്കറിയാം. സോ ആ റിഫ്ലക്റ്റിംഗ് സർഫേസിലോട്ട് വരുന്ന റേനെയാണെന്ന് പറയുക ഇൻസിഡന്റ് റേ എന്ന് പറയുക. ആ റിഫ്ലക്റ്റിംഗ് സർഫേസിലോട്ട് വന്നു പതിക്കുന്ന, ഇൻസിഡന്റ് ചെയ്യുന്ന റേനെ വിളിക്കുന്ന പേരെന്താണ്? ഇൻസിഡന്റ് റേ. ആ ഇൻസിഡന്റ് ചെയ്യുന്ന റേ ഏത് ആംഗിളിലാണ്? തീറ്റ എന്ന് പറയുന്ന ആംഗിൾ. നമുക്കതിനെ മാറ്റിയിട്ട് വേണമെങ്കിൽ എന്ത് പറയാം? ഐ എന്ന് പറയുന്ന ആംഗിൾ. ഐ എന്ന് പറയുന്ന ആംഗിളിലാണ് ആ റേ ഇൻസിഡന്റ് ചെയ്യുന്നത്. അത് ഇൻസിഡന്റ് ചെയ്തതിന് ശേഷം അത് തിരിച്ചു പോവില്ലേ? അത് ബൗൺസ് ചെയ്ത് തിരിച്ചു പോവില്ലടാ? യെസ്, അത് തിരിച്ചു പോകുന്നു, അല്ലെങ്കിൽ റിഫ്ലക്ട് ചെയ്ത് തിരിച്ചു പോകുന്നു. ആ റിഫ്ലക്ട് ചെയ്ത് തിരിച്ചു പോകുന്ന ആംഗിൾ എത്രയാണ്? 6 ആയിട്ട് നമുക്ക് എടുക്കാം. ക്ലിയർ അല്ലടാ? സോ ഒരു റേ വന്ന് ഈ സ്മൂത്ത് പോളിഷ്ഡ് ആയ റിഫ്ലക്റ്റിംഗ് സർഫേസിൽ വന്ന് ഇൻസിഡന്റ് ചെയ്യുന്നു. ആ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ് ഐ എന്ന് പറയുന്നത്. പിന്നെ അത് റിഫ്ലക്ട് ചെയ്തു പോകുന്നു. ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആണ് ആർ എന്ന് പറയുന്നത്. ഇത്രയും കാര്യം അടിപൊളിയായിട്ട് മനസ്സിലായോ? ആ സർഫേസിന് വരച്ച പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ നോർമൽ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആ സർഫേസിന് ഒരു പെർപെൻഡിക്കുലർ വരച്ചിരിക്കും. ദാറ്റ്സ് ദ നോർമൽ. ക്ലിയർ അല്ലേ? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വൃത്തിയായി തന്നെ മനസ്സിലാക്കണം. സോ ഒരു റിഫ്ലക്ഷൻ സംഭവിക്കണമെങ്കിൽ അവിടെ എന്തൊക്കെ വേണം? ഒരു ഇൻസിഡന്റ് റേ വേണം, ഒരു റിഫ്ലക്റ്റഡ് റേ വേണം, ഒരു സ്മൂത്ത് പോളിഷ്ഡ് സർഫേസ് വേണം. സോ അവിടെ ഇൻസിഡന്റ് ചെയ്യുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ്, അതാണ് ഐ എന്ന് പറയുന്നത്. അവിടെ റിഫ്ലക്ട് ചെയ്യപ്പെടുന്ന ആംഗിളിനെയാണ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുക, അതാണ് ആർ എന്ന് പറയുന്നത്. ഇത്രയും കാര്യം മനസ്സിലങ്ങ് ഉറപ്പിച്ചു വെക്കുക. ഇനി അടുത്തത്, ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞു വെച്ചാൽ നോർമലും ഇൻസിഡന്റ് റേയും തമ്മിലുള്ള ആംഗിൾ ആണ്. ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ അഥവാ ആർ എന്ന് പറഞ്ഞാൽ നോർമലും റിഫ്ലക്റ്റഡ് റേയും തമ്മിലുള്ള ആംഗിൾ ആണ്. ക്ലിയർ അല്ലേ? ആ കാര്യം മനസ്സിൽ അങ്ങ് ഉറപ്പിച്ചു വെക്കുക. ലോസ് ഓഫ് റിഫ്ലക്ഷൻ പ്രകാരമുള്ള ഫസ്റ്റ് പോയിന്റിനകത്ത് പറയുന്ന കാര്യം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അഥവാ ഇൻസിഡന്റ് റേയും റിഫ്ലക്റ്റഡ് റേയും നോർമലും ഒരേ പ്ലെയിനിലായിരിക്കും. നിങ്ങൾക്ക് ഇവിടെ ആ പ്ലെയിൻ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഒരു ആഷ് കളറിൽ ഒരു പോർഷൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്.
ആഷ് കളറിലുള്ള പോർഷൻ എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ഇൻസിഡന്റ് റേയും റിഫ്ലക്റ്റഡ് റേയും അതുപോലെ തന്നെ നോർമലും സെയിം പ്ലെയിനിലാണ് എന്ന കാര്യം നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. റൈറ്റ്. അടുത്ത കാര്യം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, അഥവാ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈസ് ആംഗിൾ ഐ എന്തിന് ഈക്വൽ ആയിരിക്കും? ആംഗിൾ ആറിന് ഈക്വൽ ആയിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ് ഐ എന്ന് പറയുന്നത്, അത് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഈക്വൽ ആയിരിക്കും. സപ്പോസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും എത്രയായിരിക്കും? അത് 30 ഡിഗ്രി ആയിരിക്കും. രണ്ടും ഈക്വൽ ആയിരിക്കും. ഏത് ആംഗിളിലാണോ ഇൻസിഡൻസ് ചെയ്യുന്നത് അതേ ആംഗിളിലായിരിക്കും എന്ത് ചെയ്യുക? റിഫ്ലക്ട് ചെയ്യുക എന്ന കാര്യം നിങ്ങൾ എല്ലാവരും തിരിച്ചറിയുക. ഇത്രയേ ഉള്ളൂ ലോസ് ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുക. ഇതാണ് 2 പോയിന്റുകൾ, ഗംഭീരമായി തന്നെ നിങ്ങൾ തിരിച്ചറിയേണ്ട 2 പോയിന്റുകളാണ്. ഒന്ന് ക്വിക്കായിട്ട് ഒന്നുകൂടി പറയാം. ലൈറ്റിന് സംഭവിക്കുന്ന ബൗൺസിങ് ബാക്കിനെയാണ് റിഫ്ലക്ഷൻ എന്ന് പറയുക. സോ അതുമായി ബന്ധപ്പെട്ട് 2 പോയിന്റുകൾ ലോസിനകത്ത് വരുന്നു. ഒന്നാമത്തെ, ഇൻസിഡന്റ് റേയും റിഫ്ലക്റ്റഡ് റേയും നോർമലും ഒരേ പ്ലെയിനിലായിരിക്കണം. രണ്ടാമത്തെ കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും തുല്യമായിരിക്കണം, സെയിം ആയിരിക്കണം. ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? അടിപൊളിയായി മനസ്സിലായില്ലേ? അടുത്തതിലോട്ട് കിടക്കാം. ഇനി നമ്മൾ മിറേഴ്സിന്റെ ലോകത്തോട്ടാണ് കടക്കാൻ പോകുന്നത്. മിറേഴ്സ് നമുക്ക് സ്പെറിക്കൽ മിറേഴ്സ് നമുക്ക് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. 2 സ്പെറിക്കൽ മിറേഴ്സ് ഉണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഏതാണ്? കോൺകേവ് മിററും കോൺവെക്സ് മിററും. കോൺകേവ് മിററും കോൺവെക്സ് മിററും രണ്ടിനെ പറ്റിയും വിശദമായി തന്നെ പഠിക്കാൻ പോവാണ്. സ്ട്രക്ചറും അതിലുള്ള ഓരോ ഭാഗങ്ങളും നമ്മൾ പഠിച്ചെടുക്കാൻ പോവാണ്. സോ ആദ്യമുള്ളതാണ് കോൺകേവ് മിറർ. ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് ആരെ കുറിച്ചാണ് മക്കളെ? കോൺകേവ് മിറർ. ഈ വാക്ക് തന്നെ നിങ്ങൾ നോക്കണം. കേവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുഹ. സോ ഒരു ഗുഹ പോലെ ഉൾഭാഗം കുഴിഞ്ഞു കിടക്കുന്നതിനെയാണ് എന്ത് പറയുക? കോൺകേവ് മിറർ എന്ന് പറയുക. ഒരു ഗുഹ പോലെ ഉൾഭാഗം കുഴിഞ്ഞു കിടക്കുന്നതിനെയാണ് എന്ത് പറയുക? കോൺകേവ് മിറർ എന്ന് പറയുക. കറക്റ്റ്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഒരു കോൺകേവ് മിറർ ആണ്. ആ മിററിന്റെ നടുവിലൂടെ വരച്ച ഒരു ആക്സിസ് ഉണ്ടല്ലോ, ആക്സിസിനെ വിളിക്കുന്ന പേര് പ്രിൻസിപ്പൽ ആക്സിസ്. ആ മിററിന്റെ നടുവിലൂടെ പോകുന്ന ഒരു സ്ട്രെയിറ്റ് ആക്സിസ് ഉണ്ട്, അവനെ വിളിക്കുന്ന പേരെന്താണ് മക്കളെ? പ്രിൻസിപ്പൽ ആക്സിസ്. ഇത് മനസ്സിൽ ആദ്യം ഉറപ്പിച്ചു വയ്ക്കുക. സെറ്റ്. ഓക്കെ. അടുത്ത, നമ്മുടെ ലൈറ്റ് ഈ ഭാഗത്താണ് വന്ന് പതിക്കുക. ദാറ്റ് മീൻസ് ഇവിടെയാണ് നമ്മുടെ റിഫ്ലക്റ്റിംഗ് സർഫേസ് എന്ന് പറയുന്നത്. ഈ ഭാഗത്ത് തട്ടിയിച്ചാണ് പ്രകാശം റിഫ്ലക്ട് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? സോ ഇതാണ് നമ്മുടെ റിഫ്ലക്റ്റിംഗ് സർഫേസ് എന്ന് പറയുന്നത്. അതിന് പുറകിലുള്ള സർഫേസ് എന്തായിരിക്കും? അത് ഉറപ്പായും ഹാർഡ് സർഫേസ് ആയിരിക്കും. സോ ഇങ്ങനെയാണ് കോൺകേവ് മിറർ എങ്കിൽ ഈ ഉൾഭാഗമാണ് റിഫ്ലക്റ്റിംഗ് സർഫേസ്, പുറമേയുള്ള ഭാഗമാണ് ഹാർഡ് സർഫേസ്. അവിടെ റിഫ്ലക്ഷൻ സംഭവിക്കില്ല. ഈ അകമുള്ള ഉള്ളു കുഴിഞ്ഞ ഭാഗത്താണ് റിഫ്ലക്ഷൻ സംഭവിക്കുക. ഈ നടുവിലൂടെയുള്ള ആക്സിസിനെ വിളിക്കുന്ന പേര് പ്രിൻസിപ്പൽ ആക്സിസ്. നടുവിലൂടെയുള്ള ആക്സിസിനെ വിളിക്കുന്ന പേരെന്താണ് മക്കളെ? പ്രിൻസിപ്പൽ ആക്സിസ്. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അടുത്ത കാര്യം, ഈ പറയുന്ന മിററിന്റെ ജോമെട്രിക്കൽ സെന്ററിനെയാണ് എന്ത് പറയുക? പോൾ എന്ന് പറയുക. എന്താണ്? ആ മിററിന്റെ ഒരു സെന്റർ ഉണ്ടാവുമല്ലോ, ആ സെന്ററിനെ വിളിക്കുന്ന പേരെന്താണ്? പോൾ എന്നാണ് പറയുക. എന്താണ്? പോൾ. റൈറ്റ്. ഇനി അടുത്തൊരു കാര്യം, സെന്റർ ഓഫ് കർവേച്ചർ ആണ് അടുത്തതായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈ മിറർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു സ്പിയറിന്റെ ഭാഗമല്ലേ? ഈ മിറർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു സ്പിയറിന്റെ ഭാഗമല്ലേടാ? ഒന്ന് സൂക്ഷിച്ച് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. യെസ്, ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് സ്പിയർ. അതൊരു സ്പിയറിന്റെ ചെറിയൊരു ക്രോസ് സെക്ഷൻ ഏരിയ കട്ട് ചെയ്ത് മാറ്റിയ പോലെ ഇല്ലേ? ഒരു സ്പിയറിൽ നിന്ന് ചെറിയൊരു ഭാഗം കട്ട് ചെയ്ത് മാറ്റിയ പോലെ ഇല്ലടാ? തീർച്ചയായും ഉണ്ട്. സോ ആ സ്പിയറിന് ഉറപ്പായും ഒരു സെന്റർ ഉണ്ടാവും. ആ സെന്ററിനെയാണ് എന്ത് പറയുക? സെന്റർ ഓഫ് കർവേച്ചർ എന്ന് പറയുക. ഈ പറയുന്ന മിറർ ഒരു സ്പിയറിന്റെ ഭാഗമാണ്. ആ സ്പിയറിന് ഒരു സെന്റർ ഉണ്ടാവും. ആ സെന്ററിനെ വിളിക്കുന്ന പേരാണ് സെന്റർ ഓഫ് കർവേച്ചർ. എന്താണ്? സെന്റർ ഓഫ് കർവേച്ചർ. അത് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സെന്റർ ഓഫ് കർവേച്ചറിൽ നിന്ന് പോള് വരെയുള്ള ദൂരം. ഒരു സർക്കിളിന്റെ സെന്ററിൽ നിന്ന് നമ്മുടെ ഈ പറഞ്ഞ ഏറ്റവും അറ്റം വരെയുള്ള ദൂരത്തിന് നമ്മൾ എന്താണ് പറയുക? റേഡിയസ് എന്നല്ലേ പറയുക? തീർച്ചയായും റേഡിയസ് എന്നാണ് പറയുക. സോ ഇവിടെയും നമ്മൾ അതിനെ വിളിക്കുന്ന പേരെന്താണ്? റേഡിയസ് ഓഫ് കർവേച്ചർ അഥവാ ക്യാപിറ്റൽ ആർ എന്നാണ് വിളിക്കുക. കാര്യം മനസ്സിലായോടാ? വൃത്തിയായിട്ട് മനസ്സിലായോടാ? ഒരു തവണ കൂടി മുഴുവൻ കാര്യങ്ങളും പറയാം. ഫോക്കസിനെ പറ്റി നമുക്ക് അടുത്ത സ്ലൈഡിനകത്ത് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ ബേസിക്കലി ഇത്ര കാര്യം മനസ്സിലാക്കിയാൽ മതി. കോൺകേവ് മിറർ എന്ന് പറഞ്ഞാൽ ഉള്ളു കുഴിഞ്ഞിരിക്കുന്ന മിററാണ്. അകത്തോട്ട് കയറി ലൈക്ക് ഇങ്ങനെയുള്ള മിററിനെയാണ് കോൺകേവ് മിറർ എന്ന് പറയുക. സോ ഈ ഇൻസൈഡ് പോർഷൻ ആണ് അവിടെ റിഫ്ലക്റ്റിംഗ് സർഫേസ്, പുറമേയുള്ളത് ഹാർഡ് സർഫേസ് ആണ്. നടുവിലൂടെയുള്ള ലൈനിനെ വിളിക്കുന്ന പേര് പ്രിൻസിപ്പൽ ആക്സിസ് എന്നാണ് വിളിക്കുക. അതുപോലെ തന്നെ അടുത്തൊരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, ഈ പറയുന്ന മിറർ ഭാഗമായ ഒരു സ്പിയർ ഉണ്ട്. റൈറ്റ്. ഇതൊരു സ്പിയറിന്റെ ഒരു ചെറിയ പോർഷൻ കട്ട് ചെയ്ത് മാറ്റിയാണ്. ആ സ്പിയറിന്റെ സെന്ററിനെയാണ് സെന്റർ ഓഫ് കർവേച്ചർ എന്ന് പറയുക. ആ സെന്ററിൽ നിന്ന് പോള് വരെയുള്ള ദൂരത്തിന് എന്താണ് പറയുക? സർക്കിളിൽ റേഡിയസ് എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഇവിടെ വിളിക്കുന്ന പേര് റേഡിയസ് ഓഫ് കർവേച്ചർ. ഇവിടെ വിളിക്കുന്ന പേര് എന്താണ്? റേഡിയസ് ഓഫ് കർവേച്ചർ. ഇത്രയും കാര്യം ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. സംശയമില്ല എന്ന് വിശ്വസിക്കുന്നു.
എന്തിനാണ് 2 തവണ ഓരോ കാര്യങ്ങളും റിപ്പീറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു വെച്ചാൽ പിന്നീട് ഒരിക്കലും നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ വീണ്ടും കേൾക്കാൻ ഇടവരരുത്. കാരണം ഇപ്പോൾ തന്നെ കാര്യങ്ങളെല്ലാം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് എൻ്റെ മക്കൾ പഠിക്കണം എന്നതുകൊണ്ട് തന്നെയാണ് കേട്ടോ. ഓക്കെ, റൈറ്റ്. അടുത്ത ഇനി നമ്മൾ ഓരോന്നിനെ പറ്റിയും ഇവിടെ വിശദമായി തന്നെ ഡീറ്റെയിലിംഗ് ഉണ്ട്. സെന്റർ ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആ സ്പിയറിന്റെ സെന്ററിനെയാണ് സെന്റർ ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. പോൾ എന്ന് പറഞ്ഞാൽ ജോമെട്രിക്കൽ സെന്ററിനെയാണ് പോൾ എന്ന് പറയുന്നത്. പ്രിൻസിപ്പൽ ആക്സിസ് നടുവിലൂടെയുള്ള ആക്സിസിനെയാണ് പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുക. റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞു വെച്ചാൽ സെന്റർ ഓഫ് കർവേച്ചറിനും പോളിനും ഇടയിലുള്ള ദൂരത്തിനെയാണ് റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുക. ഇത് നിങ്ങൾ എല്ലാവരും പഠിക്കണം. ഇനി അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഫോക്കസ് ഓഫ് എ കോൺകേവ് മിറർ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ കോൺകേവ് മിറർ എന്നുകൂടി ഇതിനെ പറയാറുണ്ട്. എന്താണ് പ്രിൻസിപ്പൽ ഫോക്കസ് അല്ലെങ്കിൽ എന്താണ് ഫോക്കസ് എന്ന കാര്യം പറയാം. ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് ഈ പ്രിൻസിപ്പൽ ആക്സിസിനെ പറ്റി നമുക്ക് എല്ലാവർക്കും ധാരണയുണ്ട്. ഇത് നമ്മുടെ കോൺകേവ് മിറർ ആണ്. അതിനു പുറമെ കുറെ റേസ് ഇവിടെ വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു. ഈ റേസ് എല്ലാം വരുന്നത് പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് ആണ്. കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ? ഈ പറയുന്ന ഇൻസിഡന്റ് റേസ് എല്ലാം പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് ആണ്. ഇൻസിഡന്റ് റേസ് എല്ലാം പാരലലി വരണമെങ്കിൽ, ഇൻസിഡന്റ് റേസ് എല്ലാം പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലി വരണമെങ്കിൽ ഒബ്ജക്റ്റ് എവിടെയായിരിക്കണം? ഒബ്ജക്റ്റ് ഷുഡ് ബി അറ്റ് ഇൻഫിനിറ്റി. ഒബ്ജക്റ്റ് എവിടെയായിരിക്കണം മക്കളെ? ഒബ്ജക്റ്റ് ഉറപ്പായും ഇൻഫിനിറ്റിയിലായിരിക്കണം. ക്ലിയർ അല്ലേ? എങ്കിൽ മാത്രമേ ഇൻസിഡന്റ് റേസ് പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് വരത്തുള്ളൂ. ക്ലിയർ? ഈ പാരലായി വരുന്ന റേസ് ആഫ്റ്റർ റിഫ്ലക്ഷൻ എവിടെയാണോ മീറ്റ് ചെയ്യുന്നത് ആ പോയിന്റിനെയാണ് എന്ത് പറയുക? പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുക, അല്ലെങ്കിൽ സിംപ്ലി ഫോക്കസ് എന്ന് പറയുക. ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? സോ എന്താണ് പറഞ്ഞ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക, മുഴുവൻ മക്കളും ശ്രദ്ധിക്കുക. ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിലാവുമ്പോഴാണ് ഈ പറയുന്ന ഇൻസിഡന്റ് റേസ് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലി വരിക. അങ്ങനെ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലി വരുന്ന റേസ് ആഫ്റ്റർ റിഫ്ലക്ഷൻ എവിടെയാണോ മീറ്റ് ചെയ്യുന്നത് ആ പോയിന്റിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ഫോക്കസ് എന്നാണ് പറയുക. ആ പോയിന്റിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ഫോക്കസ്. ഇനി അടുത്ത കാര്യം, ഈ ഫോക്കസിൽ നിന്ന് പോള് വരെയുള്ള ദൂരത്തിനെയാണെന്ന് പറയുക ഫോക്കൽ ലെങ്ത് എന്ന് പറയുക. ഫോക്കസിൽ നിന്ന് പോള് വരെയുള്ള ദൂരത്തിനെ വിളിക്കുന്ന പേരെന്താണ്? ഫോക്കൽ ലെങ്ത് എന്ന് പറയും. ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? ഗംഭീരമായിട്ട് മനസ്സിലായില്ലേ? ഒരു തരി സംശയമില്ലാലോ? ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? റൈറ്റ്. ഓക്കെ, ഇനി അടുത്തതിലോട്ട് കിടക്കുന്നു കോൺവെക്സ് മിറർ. കോൺവെക്സ് ഇതെന്താണ്? ഇതൊരു ഡൈവേർജിങ് മിറർ ആണ്. കോൺകേവ് മിറർ എന്ന് പറഞ്ഞാൽ ഒരു കൺവേർജിങ് മിറർ ആണ്. കോൺവെക്സ് മിറർ എന്ന് പറഞ്ഞാൽ ഒരു ഡൈവേർജിങ് മിറർ ആണ്. ഓൾമോസ്റ്റ് അതേ പാരാമീറ്റേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും, പക്ഷെ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചോളാം മക്കളെ. സോ ഇവിടെ ഇങ്ങനെ പുറം ഇങ്ങനെ തള്ളിയിരിക്കുന്ന പോലുള്ള മിററാണ് നമ്മുടെ. ഇങ്ങനെയായിരിക്കും, ലൈക്ക് ഇവിടെ ആയിരിക്കും റിഫ്ലക്റ്റിംഗ് സർഫേസ് വരുന്നത്. സോ സിമിലർ വേ ഇതാണ് നമ്മുടെ റിഫ്ലക്റ്റിംഗ് സർഫേസ്. ഈ സൈഡാണ് ഹാർഡ് സർഫേസ് എന്ന് പറയുന്നത്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. നടുവിലുള്ള റേനെ നമ്മൾ വിളിക്കുന്ന, അല്ലെങ്കിൽ ആക്സിസിനെ വിളിക്കുന്ന പേരെന്താണ്? പ്രിൻസിപ്പൽ ആക്സിസ്. അതായത് ഈ മിററിന്റെ നടുവിലൂടെയുള്ള ആക്സിസിനെ വിളിക്കുന്ന പേരെന്താണ്? പ്രിൻസിപ്പൽ ആക്സിസ് എന്നാണ് പറയുക. അതുപോലെ തന്നെ ഇതുഭാഗമായ സ്പിയറിന്റെ സെന്ററിനെ വിളിക്കുന്ന പേര് സെന്റർ ഓഫ് കർവേച്ചർ എന്നും, ആ സെന്റർ ഓഫ് കർവേച്ചറിൽ നിന്ന് ഈ പറയുന്ന പോള് വരെയുള്ള ദൂരത്തിനെ വിളിക്കുന്ന പേര് റേഡിയസ് ഓഫ് കർവേച്ചറുമാണ്. അതിനകത്ത് മാറ്റമില്ല. കോൺകേവിനകത്ത് ലെഫ്റ്റ് സൈഡ് ആയിരുന്നു, ഇവിടെ ഇത് റൈറ്റ് സൈഡ് ആണ്. ആ വ്യത്യാസം നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ആ തിരിച്ചറിവ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണം. കാരണം ഇവിടെ റിഫ്ലക്റ്റിംഗ് സർഫേസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ലൈക്ക് ദിസ്. അതുപോലെ തന്നെ ഇതുഭാഗമായ സ്പിയറിന്റെ സെന്റർ എന്ന് പറഞ്ഞാൽ ഉറപ്പായും റൈറ്റ് സൈഡ് ആയിരിക്കും വരിക. ആ സെന്റർ ഓഫ് കർവേച്ചറിൽ നിന്ന് പോള് വരെയുള്ള ദൂരത്തിനെയാണ് പറയുക റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുക. എന്താണ് മക്കളെ? റേഡിയസ് ഓഫ് കർവേച്ചർ. ഇത്രയും കാര്യം എല്ലാവരും തിരിച്ചറിയുക. നമുക്ക് ഇവിടെയുള്ള ഫോക്കസിനെ പറ്റി നമുക്ക് പഠിക്കാം. നിങ്ങൾ ടെൻഷൻ അടിക്കരുത്. അതിനെ പറ്റിയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഫോക്കസ് ഓഫ് എ കോൺവെക്സ് മിറർ. ഒരു കോൺവെക്സ് മിററിന്റെ ഫോക്കസിനെ പറ്റി നമുക്ക് വിശദമായി തന്നെ പഠിക്കാം. ശ്രദ്ധിക്കണം. ഓൾമോസ്റ്റ് സിമിലർ ആണ്, പക്ഷെ എല്ലാ രീതിയിലും ഒരുപോലെയല്ല, വ്യത്യാസങ്ങളുണ്ട്. ശ്രദ്ധിക്കുക. ഇവിടെയും ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിലാണ്. ഈ കോൺവെക്സ് മിററിന്റെ മുന്നിലുള്ള ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റിയിലാണ്. ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിലാണെങ്കിൽ റേസ് എങ്ങനെയായിരിക്കും മക്കളെ വരിക? റേസ് ഉറപ്പായും പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് ആയിരിക്കും വരിക. ഇവിടെയും വരുന്ന റേസ് എങ്ങനെയാണ്? പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് ആണ് റേസ് എല്ലാം വരുന്നത്. ശരിയല്ലേ? പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ടാണ് ഇവിടെ എല്ലാ റേസും കടന്നു വരുന്നത്. അത് ആദ്യം മനസ്സിലങ്ങ് ഉറപ്പിച്ചു വെക്കുക. ഒരു തരി സംശയമില്ലാലോ. അടുത്തത് ആഫ്റ്റർ റിഫ്ലക്ഷൻ. ഇതൊരു കൺവേർജിങ് മിറർ അല്ല, ഡൈവേർജിങ് മിറർ ആണ്. സോ ആ ലൈറ്റ് റേസ് എല്ലാം പ്രിൻസിപ്പൽ ആക്സിസിലൂടെ വരുന്നത് അതേപോലെ തിരിച്ചു പോകുന്നു. സോ അവയെല്ലാം എന്താണ്? അവയെല്ലാം ഡൈവേർജ് ചെയ്ത് പോകുന്നു, അഥവാ അകന്നകന്ന് തട്ടിത്തെറിച്ച് അകന്നകന്ന് പോകുന്നു. അല്ലാതെ ഒരു പോയിന്റിലോട്ട് കോയിൻസൈഡ് ചെയ്യുകയല്ല. ഇത് കോൺവെക്സ് മിറർ ആയതിനാൽ തന്നെ അവിടെ ഇൻസിഡന്റ് ചെയ്യുന്ന എല്ലാ റേസും ഡൈവേർജ് ചെയ്ത് പോകുന്നു, അകന്നകന്ന് പോകുന്നു.
അങ്ങനെ അകന്നകന്ന് പോയാൽ ശരിയാവൂടാ? ഒരിക്കലും ശരിയാവില്ല. ഒരിക്കലും ഒരു ഇമേജ് ഫോർമേഷൻ നടക്കുകയില്ല. സോ ആ സാഹചര്യത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രിൻസിപ്പിൾ ഫോക്കസ് എന്താണ് എന്ന കാര്യമാണ് തിരിച്ചറിയേണ്ടത്. ഇങ്ങനെ അകന്നു പോകുന്ന റേസ് ആക്ച്വലി ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഏതോ ഒരു കോമൺ പോയിന്റിൽ നിന്ന് വരുന്നതായി തോന്നാറുണ്ട്. നോക്കിക്കേ, ഇതൊക്കെയാണ് നമ്മുടെ അകന്നു പോകുന്ന റേസ് എന്ന് പറയുന്നത്, റൈറ്റ്? ഈ പറയുന്ന റേസ് എല്ലാം ഏതോ ഒരു കോമൺ പോയിന്റിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്തു വരുന്ന പോലെ ഇല്ലടാ. ഏതോ ഒരു കോമൺ പോയിന്റിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്തു വരുന്ന പോലെയുണ്ട്, റൈറ്റ്? ഈ ഡൈവേർജിങ് റേസ് എല്ലാം ഏതോ ഒരു കോമൺ പോയിന്റിൽ നിന്ന് വരുന്നത് പോലെയുണ്ട്. ആ കോമൺ പോയിന്റ് എന്ന് പറഞ്ഞാൽ ബിഹൈൻഡ് ദ മിറർ ആണ്, റൈറ്റ്? ആ കോമൺ പോയിന്റ് എന്ന് പറഞ്ഞാൽ ബിഹൈൻഡ് ദ മിറർ ആണ്. ആ പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുക? പ്രിൻസിപ്പിൾ ഫോക്കസ് എന്ന് പറയുക. ആ പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുക? പ്രിൻസിപ്പിൾ ഫോക്കസ് എന്ന് പറയുക. അത് ബിഹൈൻഡ് ദ മിറർ ആയിരിക്കും. സോ ഇതാണ് നമ്മുടെ ഫോക്കൽ ലെങ്ത് അഥവാ സ്മോൾ എഫ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യം മനസ്സിലായോടാ? സോ കോൺകേവ് മിറർ ആണെങ്കിൽ ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ ആണ് ഈ പറയുന്ന റേസ് എല്ലാം കൂടി മീറ്റ് ചെയ്യുന്നത്. സോ അവിടെ ഫോക്കൽ ലെങ്ത് നമ്മൾ ഇവിടെ ലെഫ്റ്റ് സൈഡ് ആണ് എടുക്കുക. എന്നാൽ കോൺവെക്സ് മിററിന്റെ കേസിൽ എങ്ങനെയാണ്? അതൊരു ഡൈവേർജിങ് മിറർ ആയതിനാൽ തന്നെ ഏതോ ഒരു കോമൺ പോയിന്റിൽ നിന്ന് ഈ ഡൈവേർജിങ് റേസ് എല്ലാം ഒറിജിനേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നാറുണ്ട്. സോ അതിനാൽ തന്നെ ഇവിടെ പ്രിൻസിപ്പിൾ ഫോക്കസ് വരുന്നത് ബിഹൈൻഡ് ദ മിറർ ആണ്. സോ ഫോക്കൽ ലെങ്ത്തും റൈറ്റ് സൈഡ് ആണ് നമ്മൾ മെഷർ ചെയ്യേണ്ടത്. ഈ കാര്യം ക്ലിയർ അല്ലേ? ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? ഇത് നിങ്ങൾ എല്ലാവരും തിരിച്ചറിഞ്ഞാൽ മാത്രമേ ഇനി അങ്ങോട്ടുള്ള എല്ലാ ഇമേജ് ഫോർമേഷൻസും നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. ക്ലിയർ അല്ലേ? റൈറ്റ്. ഇനി അപ്ലിക്കേഷൻസ് കൂടി ജസ്റ്റ് ഒന്ന് പഠിച്ചിട്ട് നമുക്ക് ഇമേജ് ഫോർമേഷൻസിലോട്ട് കിടക്കാം. ആദ്യം കോൺവെക്സ് മിറേഴ്സിന്റെ അപ്ലിക്കേഷൻ ആണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഒന്നാമത്തെ കാര്യം ഏറ്റവും ഫെമിലിയർ ആയിരിക്കും. നമ്മുടെ വാഹനങ്ങളിലുള്ള റെയർ വ്യൂ മിറേഴ്സ്. ഏത് വണ്ടി എടുത്താൽ പോലും, ഇപ്പൊ ബൈക്ക് എടുത്താലും കാർ എടുത്താലും, പുറകിലുള്ള വാഹനങ്ങളെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ പറയുന്ന കോൺവെക്സ് മിററിലൂടെയാണ്. കോൺവെക്സ് മിററിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു വെച്ചാൽ വൈഡർ ഏരിയ അവിടെ കവർ ചെയ്യും. എല്ലാം അടുത്ത് കാണുന്നു എന്നല്ല, മറിച്ച് വൈഡർ ഏരിയ കവർ ചെയ്യാൻ സാധിക്കും. നമ്മുടെ പുറകിൽ വരുന്ന ഒരു ബൈക്ക് മാത്രമായിരിക്കില്ല നമുക്ക് കാണുക. ആ റോഡ് കംപ്ലീറ്റ്ലി നമുക്ക് ഈ മിററിലൂടെ നോക്കുമ്പോൾ കാണാൻ വേണ്ടി സാധിക്കും. അതാണ് മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ സെക്യൂരിറ്റി മിറേഴ്സ്. ഈ സെക്യൂരിറ്റി മിറേഴ്സ് എവിടെയാണ് കാണാൻ സാധിക്കുക? വലിയ കുത്തനെയുള്ള വളവുകളിലോ തിരിവുകളിലോ ഒക്കെ നമുക്ക് സെക്യൂരിറ്റി മിറേഴ്സ് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് അങ്ങനെ നമ്മൾ ഈ പറയുന്ന കൊടൈക്കനാൽ, ഇടുക്കി, മൂന്നാർ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് അവിടെ എങ്ങനെയാണ്? മൊത്തം ഒരു ഹെയർ പിൻ വളവുകൾ തന്നെ ആയിരിക്കും അല്ലെ? സോ അവിടെയുള്ള ഓരോ ഹെയർ പിൻ വളവുകളിലും ഇതുപോലുള്ള സെക്യൂരിറ്റി മിറേഴ്സ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അഥവാ ആ സൈഡിൽ നിന്ന് വരുന്ന വാഹനങ്ങളെ ഇങ്ങനെ വരുന്ന വാഹനങ്ങൾക്ക് കാണാൻ, കാരണം ഡയറക്റ്റ് ആയിട്ട് ഒരു വിഷൻ പോസിബിൾ അല്ല. സോ സെക്യൂരിറ്റി മിറേഴ്സിലൂടെ നമുക്ക് അവിടെ കാണാൻ വേണ്ടി സാധിക്കും. അതിലൂടെ ആക്സിഡന്റുകൾ നമുക്ക് കുറയ്ക്കാൻ വേണ്ടി സാധിക്കും. ഇത് പഠിച്ചു വെക്കുക. അടുത്തത് കോൺകേവ് മിറേഴ്സിന്റെ അപ്ലിക്കേഷൻ ആണ്. ഒന്നാമത്തെ ഷേവിംഗ് മിറർ. നമ്മൾ ഷേവ് ചെയ്യുന്ന സമയത്തുള്ള മിറർ എന്ന് പറഞ്ഞാൽ കോൺകേവ് മിറർ ആണ്. അതുപോലെ തന്നെ സിനിമയിലൊക്കെ ഈ പറയുന്ന ബ്യൂട്ടി ലൈക്ക് മേക്കപ്പ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരു മിറർ യൂസ് ചെയ്യാറുണ്ട്. ഇങ്ങനെ പിടിച്ചിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരു മിറർ യൂസ് ചെയ്യാറുണ്ട്. അതും എന്ത് മിററാണ്? അതും കോൺകേവ് മിറർ ആണ്. പിന്നെ ഡെന്റിസ്റ്റുകൾ വായ്ക്കകത്ത് നോക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മിറർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതും കോൺകേവ് മിറർ ആണ്. അതും എന്താണ് മക്കളെ? അതും കോൺകേവ് മിറർ ആണ്. സോ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിരിക്കുക, ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അപ്ലിക്കേഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എങ്കിൽ പോലും ഈ അപ്ലിക്കേഷൻസ് എല്ലാം നിങ്ങൾ പഠിച്ചിരിക്കണം. സെറ്റ്. ഇനി നമ്മൾ കടക്കാൻ പോകുന്നത് ഇമേജ് ഫോർമേഷനിലോട്ടാണ്. ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, പലരും കൺഫ്യൂസിംഗ് ആണെന്ന് പറഞ്ഞ കാര്യമാണ് ഇമേജ് ഫോർമേഷൻ. അതാണ് ഏറ്റവും നിസ്സാരമായി തന്നെ നമ്മൾ പഠിച്ചെടുക്കാൻ പോകുന്നത്. തയ്യാറല്ലേ? സോ ഇമേജ് ഫോർമേഷൻ ഇൻ കോൺകേവ് മിറർ. കോൺകേവ് മിററിനകത്തുള്ള ഇമേജ് ഫോർമേഷൻ നമുക്ക് നോക്കാം. ആദ്യം റിയൽ ഇമേജും വെർച്വൽ ഇമേജിനെ പറ്റിയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. സോ എന്താണ് റിയൽ ഇമേജ്, എന്താണ് വെർച്വൽ ഇമേജ്? റിയൽ ഇമേജ് എന്ന് പറഞ്ഞു വെച്ചാൽ നമുക്ക് സ്ക്രീനിൽ ഒബ്റ്റെയിൻ ചെയ്യാൻ സാധിക്കുന്ന ഇമേജിനെയാണെന്ന് പറയുക റിയൽ ഇമേജ് എന്ന് പറയുക. ഒരു ഇമേജ്, ഇപ്പൊ ഒരു കാൻഡിലിന്റെ ഫ്ലെയിമിനെ നമുക്ക് സ്ക്രീനിൽ ഒബ്റ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ അതെന്താണ്? അത് റിയൽ ഇമേജ് ആണ്. സ്ക്രീനിൽ ഒബ്റ്റെയിൻ ചെയ്യാൻ സാധിക്കാത്ത ഇമേജുകളെയാണ് എന്ത് പറയുക? വെർച്വൽ ഇമേജ് എന്ന് പറയുക. സ്ക്രീനിൽ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ സാധിക്കാത്ത ഇമേജുകളെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? വെർച്വൽ ഇമേജ്. സെറ്റ്. ഇനി അടുത്തത് റിയൽ ഇമേജുകളെ കുറിച്ച് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, റിയൽ ഇമേജുകളെല്ലാം ഇൻവേർട്ടഡ് ആയിരിക്കും, അഥവാ തലകീഴായിട്ടുള്ളവയായിരിക്കും. റിയൽ ഇമേജുകളെല്ലാം ഇൻവേർട്ടഡ് ആയിരിക്കും. തലകീഴായിട്ടുള്ളതിന്റെ ഒരു ടെക്നിക്കൽ വേർഡാണ് ഇൻവേർട്ടഡ് എന്ന് പറയുക. റൈറ്റ്, ഇൻവേർട്ടഡ് ആയിരിക്കും. വെർച്വൽ ഇമേജുകളെല്ലാം ഇറക്റ്റ് ആയിരിക്കും, അഥവാ നിവർന്നു നിൽക്കുന്നവയായിരിക്കും.
റിയൽ ഇമേജുകളെല്ലാം ഇൻവേർട്ടഡ് ആയിരിക്കും, അവ നമുക്ക് സ്ക്രീനിൽ ഒബ്റ്റെയിൻ ചെയ്യാൻ സാധിക്കും. വെർച്വൽ ഇമേജുകളെല്ലാം ഇറക്റ്റ് ആയിരിക്കും, അവ നമുക്ക് സ്ക്രീനിൽ ഒബ്റ്റെയിൻ ചെയ്യാൻ സാധിക്കുകയില്ല, സ്ക്രീനിൽ ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുകയില്ല. അടുത്തൊരു കാര്യം കൂടി പറഞ്ഞു തരട്ടെ. റിയൽ ഇമേജുകളെല്ലാം മിററിന്റെ മുന്നിലാണ് ഫോം ചെയ്യുക. ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ ആണ് ഇമേജ് ഫോർമേഷൻ നടക്കുക. ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ ആണ് അവിടെ ഇമേജ് ഫോർമേഷൻ നടക്കുക. പക്ഷെ വെർച്വൽ ഇമേജുകളെല്ലാം ഫോം ചെയ്യുന്നത് ബിഹൈൻഡ് ദ മിറർ ആയിരിക്കും. മിററിന് പുറകിലായിരിക്കും ഇമേജ് ഫോർമേഷൻ നടക്കുക, ബിഹൈൻഡ് ദ മിറർ. ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലായില്ലേ? ഈ പറയുന്ന കമ്പാരിസൺ നിങ്ങളുടെ മനസ്സിനകത്ത് വേണം. വെർച്വലും ഇറക്റ്റും നിങ്ങളുടെ മനസ്സിനകത്ത് വേണം. ഇൻ ഫ്രണ്ട് ഓഫ് ദ മിററും ബിഹൈൻഡ് ദ മിററും ഏതാണ് ഫോം ചെയ്യുക എന്ന കാര്യവും നിങ്ങൾ തിരിച്ചറിയണം. എങ്കിൽ മാത്രമേ അതിനെപ്പറ്റി വിശദമായിട്ടുള്ള റേ ഡയഗ്രാംസിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കത്തുള്ളൂ. റൈറ്റ്. അതിനുമുമ്പ് ഈ പറയുന്ന പടത്തിലോട്ടൊക്കെ കടക്കുന്നതിന് മുൻപായിട്ട് ഞാൻ വേണമെങ്കിൽ ഒരു ബേസിക്സ് പറഞ്ഞുതരാം. ഒരു ഇമേജ് നിങ്ങൾ ഫോർമേഷൻ വരയ്ക്കുന്ന സമയത്ത് നിങ്ങൾ പാലിക്കേണ്ട കുറച്ച് ബേസിക് കാര്യങ്ങളുണ്ട്. സോ അത് ഞാൻ പറഞ്ഞു തന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിലോട്ട് കിടക്കാൻ ശ്രദ്ധിക്കണം. എല്ലാവർക്കും പ്രശ്നങ്ങൾ പറ്റാറുണ്ട്, എല്ലാവർക്കും തെറ്റിപ്പോവാറുണ്ട്. സോ അതിൽ നമുക്ക് ആദ്യം ഒരു ശ്രദ്ധ പുലർത്താം. ഇതൊരു കോൺകേവ് മിറർ ആണെന്ന് വിചാരിക്കാം. കൺസിഡർ ആസ് എ കോൺകേവ് മിറർ. റൈറ്റ്, ഇതൊരു കോൺകേവ് മിറർ ആണ്. അടിപൊളിയായിട്ടില്ലേ? ഓക്കെ, കോൺകേവ് മിറർ ആണ്. സോ ഇതാണ് നമ്മുടെ റിഫ്ലക്റ്റിംഗ് സർഫേസ് എന്ന് പറയുന്നത്. ഇത് ഹാർഡ് സർഫേസ് ആണ്, നമുക്ക് അറിയുന്ന കാര്യമാണ്. ഈ മിററിന്റെ നടുവിലൂടെ പോകുന്ന ആക്സിസിനെ വിളിക്കുന്ന പേരെന്തായിരുന്നു മക്കളെ? യെസ്, ഇറ്റ് ഈസ് കാൾഡ് പ്രിൻസിപ്പൽ ആക്സിസ്. മിററിന്റെ സെന്ററിനെ വിളിക്കുന്ന പേരെന്താ മക്കളെ? പോൾ. എന്താണ്? പോൾ എന്നാണ് നമുക്ക് അവനെ വിളിക്കുക. അടുത്ത നെക്സ്റ്റ് കാര്യം എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു വെച്ചാൽ, നമുക്കറിയാം ഇതിനൊരു സെന്റർ ഉണ്ട്. ആ സെന്ററിനെ വിളിക്കുന്ന പേരെന്താണ്? സെന്റർ ഓഫ് കർവേച്ചർ എന്നാണ്. സി എന്നാണ് വിളിക്കുക, സെന്റർ ഓഫ് കർവേച്ചർ. ഇനി നിങ്ങൾ തിരിച്ചറിയേണ്ട കാര്യം, ഇനി നിങ്ങൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ സെന്റർ ഓഫ് കർവേച്ചറിന്റെ പകുതി ദൂരത്തിലായിരിക്കണം എപ്പോഴും എന്ത് വരയ്ക്കേണ്ടത്? ഫോക്കസ് വരയ്ക്കേണ്ടത്. സെന്റർ ഓഫ് കർവേച്ചറും പോളിനും ഇടയിലുള്ള പകുതി, ദാറ്റ് മീൻസ് ഈ ദൂരത്തിന്റെ പകുതിയിലായിരിക്കണം നിങ്ങൾ എപ്പോഴും ഫോക്കസ് വരയ്ക്കേണ്ടത്. കാരണം ഞാൻ പറഞ്ഞുതരാം, വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഫോക്കൽ ലെങ്ത് ആണ് ഈ ദൂരം എന്ന് പറയുക. ഇത് റേഡിയസ് ഓഫ് കർവേച്ചർ ആണ്. റേഡിയസ് ഓഫ് കർവേച്ചറിന്റെ പകുതി ആയിരിക്കും എപ്പോഴും ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. ആ ഒരു കാര്യം നിങ്ങൾ എല്ലാവരും തിരിച്ചറിയുക. ഇനി നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലോട്ട് കിടക്കുന്നു. എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എല്ലാവരും ശ്രദ്ധിക്കണം. ഒരു റേ പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് വരികയാണെങ്കിൽ, ഒരു റേ പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് ആണ് കടന്നു വരുന്നതെങ്കിൽ, ആ റേ ഉറപ്പായും തിരിച്ചു പോകുന്നത് ഏതിലൂടെ ആയിരിക്കും? ഫോക്കസിലൂടെ ആയിരിക്കും തിരിച്ചു പോകുക. ഇതാണ് ഫസ്റ്റ് കാര്യം. ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ പോയിന്റ് ആണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു തന്ന കാര്യം. ഒരു റേ പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് ആണ് വരുന്നതെങ്കിൽ അത് കടന്നു പോകുന്നത് എപ്പോഴും ഫോക്കസിലൂടെ ആയിരിക്കും. എങ്ങനെയായിരിക്കും? ഫോക്കസിലൂടെ ആയിരിക്കും. ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? ഒരു തരി സംശയമില്ലാലോ, അവൻ കടന്നു പോകുന്നത് എപ്പോഴും ഫോക്കസിലൂടെ ആയിരിക്കും. അടുത്ത കാര്യം, നെക്സ്റ്റ് വൺ. അടുത്ത കാര്യം, ഞാൻ ഇതേ പടം ഒന്ന് കോപ്പി ചെയ്യുന്നുണ്ട്. കാരണം അത് അങ്ങനെ വരച്ചാലേ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുള്ളൂ. നെക്സ്റ്റ് വൺ, നമുക്കിത് വേണ്ട. പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിന്റെ കണ്ടീഷൻ ഞാൻ തൂക്കുകയാണ്. അതിന്റെ ആവശ്യമില്ല നമുക്ക്. ഇനിയിപ്പോൾ അതിന്റെ ആവശ്യമില്ല. ശ്രദ്ധിക്കണം, എല്ലാവരും ശ്രദ്ധിക്കുക. ഫൈൻ. വാ, അടുത്തത്, ഒരു റേ നേരെ പോയി പോളിൽ പോയി ഇൻസിഡന്റ് ചെയ്യാന്ന് വിചാരിക്കുക. സപ്പോസ് ഒരു റേ നേരെ പോളിൽ പോയി ഇൻസിഡന്റ് ചെയ്തു എന്ന് വിചാരിക്കുക. നിങ്ങൾ തിരിച്ചറിയേണ്ടത്, ഇപ്പൊ ഒരു ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഐ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആംഗിൾ, ഇപ്പൊ നമുക്ക് തീറ്റ എന്ന് പറയുന്ന ആംഗിൾ എടുക്കാം. തീറ്റ എന്ന് പറയുന്ന ആംഗിളിലാണ് ഈ റേ പോയി ഇൻസിഡന്റ് ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. അതേ ആംഗിളിൽ തന്നെ ആയിരിക്കും ഈ റേ എന്ത് ചെയ്യുക? റിഫ്ലക്ട് ചെയ്തു പോവുക. അതേ ആംഗിൾ തീറ്റയിൽ തന്നെ ആയിരിക്കും ഈ റേ എന്ത് ചെയ്യുക? റിഫ്ലക്ട് ചെയ്തു പോകുക. ആ കാര്യം നിങ്ങൾ പഠിക്കുക. ഇവിടെ സെയിം ആംഗിൾ ആണെന്ന് ചോദിച്ചാൽ ചെറിയൊരു ഡീവിയേഷൻ നിങ്ങൾക്ക് ഫീൽ ആവാം. നമ്മൾ സെയിം ആംഗിളിൽ നമുക്ക് വരയ്ക്കാൻ പറ്റും. അതേ ആംഗിളിൽ തന്നെ ആയിരിക്കും ഇതെന്ത് ചെയ്യുക? റിഫ്ലക്ട് ചെയ്തു പോവുക. ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? ഈ രണ്ട് പോയിന്റുകൾ മനസ്സിൽ ആദ്യം തന്നെ ഉറപ്പിച്ചു വെക്കുക. എങ്കിലേ നിങ്ങൾക്ക് ഇമേജ് ഫോർമേഷനെ പറ്റി വ്യക്തമായ ഒരു ധാരണ കിട്ടത്തുള്ളൂ.
സോ എന്തൊക്കെയാണ് 2 പോയിന്റുകൾ നമ്മളിവിടെ പഠിച്ചത് എല്ലാവരും ശ്രദ്ധിക്കുക. ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലി പോയി കഴിഞ്ഞാൽ ഫോക്കസിലൂടെ ആയിരിക്കും കടന്നു വരിക. അടുത്തത് നേരെ പോളിൽ പോയി ഇൻസിഡന്റ് ചെയ്ത് കഴിഞ്ഞു വെച്ചാൽ അതേ ആംഗിളിൽ തന്നെ ആയിരിക്കും എന്ത് ചെയ്യുക, റിഫ്ലക്ട് ചെയ്യുക. ഈ കാര്യം നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക, ഇത് പഠിക്കുക. കാരണം ഈ 2 ബേസിക് കൺസെപ്റ്റുകൾ ഇല്ലാത്തതിനാലാണ് പലർക്കും തെറ്റിപ്പോകുന്നത്. പിന്നെ സെന്റർ ഓഫ് കർവേച്ചറും പോളും തമ്മിലുള്ള ദൂരത്തിന്റെ പകുതി ദൂരത്തിൽ തന്നെ ആയിരിക്കണം നിങ്ങൾ ഫോക്കസിനെ പ്ലേസ് ചെയ്യേണ്ടത്. അതും ചിത്രം വരയ്ക്കുമ്പോൾ നിങ്ങൾ തിരിച്ചറിയേണ്ട കാര്യമാണ്, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഈ ദൂരം നിങ്ങൾ 6 സെന്റിമീറ്റർ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ ദൂരം ഉറപ്പായും 3 സെന്റിമീറ്റർ ആയിരിക്കണം, അല്ലെങ്കിൽ മൊത്തം ഇമേജ് ഫോർമേഷൻ പാളിപ്പോവാറുണ്ട്. റൈറ്റ്, ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഓരോരോ ഇമേജ് ഫോർമേഷന്റെ കാര്യത്തിലോട്ട് കിടക്കാം. ശ്രദ്ധിക്കണം, എല്ലാവരും ശ്രദ്ധിക്കുക. എല്ലാത്തിലും ഇങ്ങനെ ആൻസേഴ്സ് ഒക്കെ ഇവിടെ എഴുതിയിട്ടുണ്ടാവും. ഓക്കെ, ഈ ആൻസേഴ്സ് ഒക്കെ ഞാൻ എടുത്തിട്ട് അപ്പുറത്ത് പുതിയ പേജിൽ പ്ലേസ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ ഉത്തരങ്ങൾ പറയുന്ന തരത്തിലോട്ട് നമുക്ക് മാറ്റാം. ശ്രദ്ധിക്കണം, എല്ലാവരും ശ്രദ്ധിക്കുക. ഇവിടെ ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത് ഇൻഫിനിറ്റിയിലാണ്. ഒബ്ജക്റ്റ് ഈസ് അറ്റ് ഇൻഫിനിറ്റി. നമുക്ക് എല്ലാവർക്കും അറിയാം. ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിലാണെങ്കിൽ വരുന്ന റേസ് എല്ലാം എങ്ങനെയാണ് വരിക? പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് ആയിരിക്കും. ശരിയല്ലേ? പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിരിക്കും വരുന്ന റേസ് എല്ലാം വരുന്നത്. റൈറ്റ്, ഇത് ദേ ആർ കമ്മിങ് പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ്. അങ്ങനെ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലി വരുന്ന സമയത്ത് അവ എവിടെയാണ് മീറ്റ് ചെയ്യുക എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. യെസ്, ഫോക്കസിലൂടെയാണ് കടന്നു പോവുക. 2 റേസ് ഇവിടെ മീറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ഫോക്കസിലാണ്. സോ ഇവിടെ ഇമേജ് ഫോം ചെയ്യുന്നത് എവിടെയാണ്? ഫോക്കസിലായിരിക്കും ഇമേജ് ഫോം ചെയ്യുക. ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? അടിപൊളിയായിട്ട് മനസ്സിലായോ? അഥവാ ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിലാണെങ്കിൽ വരുന്ന റേസ് എല്ലാം പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് ആണ്. ഞാൻ ഒന്നാമത്തെ റൂളിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നാണ്, പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലി വന്നു കഴിഞ്ഞാൽ അവ കടന്നു പോകുന്നത് ഫോക്കസിലൂടെ ആയിരിക്കും. സോ ഫോക്കസിലൂടെ കടന്നു പോകുന്നു, ഫോക്കസിൽ 2 റേസ് മീറ്റ് ചെയ്യുന്നു. അപ്പോൾ എവിടെയാണ് ഇമേജ് ഫോം ചെയ്യുക? ഈ 2 റേസ് മീറ്റ് ചെയ്യുന്ന പോയിന്റിലാണ് ഇമേജ് ഫോർമേഷൻ നടക്കുക. സോ ഇവിടെ ഇമേജ് ഫോംഡ് അറ്റ് ഫോക്കസ്. ഇവിടെ ഇമേജ് എവിടെയാണ് ഫോം ചെയ്യുക? ഫോക്കസിലാണ് ഇവിടെ ഇമേജ് ഫോം ചെയ്യുക. അത് നിങ്ങൾ ആദ്യം തിരിച്ചറിയുക. അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ്, ഇവിടെ ഇമേജ് ഫോർമേഷൻ നടന്നിരിക്കുന്നത് ലെഫ്റ്റ് സൈഡ് ഓഫ് ദ മിറർ ആണ്, അല്ലെങ്കിൽ ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ ആണെന്ന് പറയാം. മിററിന്റെ മുന്നിലാണ് ഇവിടെ ഇമേജ് ഫോർമേഷൻ നടന്നത്. ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ ആണെങ്കിൽ അത് എന്ത് ഇമേജ് ആണ്? ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ ആണെങ്കിൽ ഉറപ്പായും നിങ്ങൾ മനസ്സിലാക്കിക്കോ, അതൊരു റിയൽ ഇമേജ് ആണ്. നമ്മൾ അങ്ങനെയല്ലടാ പഠിച്ചത്. ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ ആണെങ്കിൽ അതൊരു റിയൽ ഇമേജ് ആണ്. അതൊരു റിയൽ ഇമേജ് ആണ്. റിയൽ ഇമേജുകളെല്ലാം എങ്ങനെയുള്ളതാണ്? ദേ ഓൾ ആർ ഇൻവേർട്ടഡ്. റിയൽ ഇമേജുകളെല്ലാം തലകീഴായിട്ടുള്ളവയാണ്, ഇൻവേർട്ടഡ് ആണ്. ഇവിടെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇമേജ് വളരെ ചെറുതാണ്. സോ എന്താണ്? പോയിന്റ് സൈസ്ഡ് എന്നൊക്കെ പറയാം. പോയിന്റ് സൈസ്ഡ് ഇമേജ്. പോയിന്റ് സൈസ്ഡ് ഇമേജ് ആണ് ഇവിടെ ഫോം ചെയ്തത്, അല്ലെങ്കിൽ വെരി സ്മോൾ ഡിമിനിഷ്ഡ് ഇമേജ് എന്നൊക്കെ നിങ്ങൾക്ക് പറയാവുന്നതാണ്. ഓർ എൽസ് പോയിന്റ് സൈസ്ഡ് ഇമേജ് ആണ് ഇവിടെ ഫോം ചെയ്തത്. ക്ലിയർ അല്ലേ? സോ ലെഫ്റ്റ് സൈഡ് ആണ് ഇമേജ് ഫോർമേഷൻ നടന്നിരിക്കുന്നത്. അത് റിയൽ ഇമേജ് ആയിരിക്കും. റിയൽ ഇമേജുകളെല്ലാം ഇൻവേർട്ടഡ് ആയിരിക്കും. ഇമേജിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ പോയിന്റ് സൈസ്ഡ് ആണ്. ഇത്രയും കാര്യം അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഈ കാര്യം നിങ്ങൾ എല്ലാവരും തിരിച്ചറിയുക. നെക്സ്റ്റ് വൺ, ഇവിടെയും ഈ പറയുന്ന ഫീച്ചേഴ്സ് ഞാൻ ഇവിടെ കട്ട് ചെയ്യുന്നുണ്ട്, എന്നിട്ട് പുതിയൊരു സ്ലൈഡിനകത്ത് പ്ലേസ് ചെയ്യാം. കാരണം നിങ്ങൾക്ക് ഉത്തരങ്ങൾ പറയാൻ സാധിക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്ക് ഇതിലോട്ട് കിടക്കാം. റൈറ്റ്, ഇവിടെ ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത് ബിയോണ്ട് സി ആണ്, അഥവാ സെന്റർ ഓഫ് കർവേച്ചറിന് പുറകിലാണ് ഇവിടെ ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. എവിടെയാണ്? ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് ബിയോണ്ട് സി. സെന്റർ ഓഫ് കർവേച്ചറിന് പുറകിലാണ് ഇവിടെ ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. റൈറ്റ്, ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഈ നിവർന്നു നിൽക്കുന്ന അണ്ണനാണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ആ ഒബ്ജക്റ്റിൽ നിന്ന് 2 റേസ് വരുന്നുണ്ട്. ഒന്നാമത്തെ റേ നോക്കണം, ഫസ്റ്റ് റേ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അത് പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് വരുന്നു. നമുക്കറിയാം, പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് വന്നാൽ അവ ഫോക്കസിലൂടെ കടന്നു പോകും. തർക്കമില്ലാലോ? പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് വന്നാൽ അവൻ ഫോക്കസിലൂടെ കടന്നു പോകും. അതൊന്നാമത്തെ കാര്യം പഠിച്ചാണ്. രണ്ടാമത്തെ കാര്യവും നമുക്കറിയാൻ നോക്കണം. സെക്കൻഡ് കാര്യം എല്ലാവരും ശ്രദ്ധിച്ചേ, സെക്കൻഡ് റേ ശ്രദ്ധിച്ചേ. അവ നേരെ വന്ന് പോളിൽ പോയി ഇടിക്കുന്നു. നോക്കിക്കേ, പോളിൽ പോയി ഇടിച്ചു. സോ അതേ ആംഗിളിൽ അവൻ എന്ത് ചെയ്യും? റിഫ്ലക്ട് ചെയ്യും. സെക്കൻഡ് ലോ നമ്മൾ പഠിച്ചു. രണ്ട് കാര്യങ്ങളാണ് ഇമേജ് ഫോർമേഷനിൽ പഠിക്കാനുള്ളത്. രണ്ടാമത്തെ കാര്യത്തിൽ പഠിച്ചാണ്, ഏത് ആംഗിളിലാണോ പോളിൽ പോയി ഇൻസിഡന്റ് ചെയ്യുന്നത് അതേ ആംഗിളിൽ തന്നെ പോളിൽ നിന്ന് റിഫ്ലക്ട് ചെയ്ത് തിരിച്ചു വരും. റൈറ്റ്, സോ ഇവിടെ ഏത് ആംഗിളിൽ പോയാണോ ഇടിക്കുന്നത് അതേ ആംഗിളിൽ തിരിച്ചു വരും. അത് ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും.
ക്ലിയർ അല്ലേ? ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? സോ ഒരു റേ പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് ഫോക്കസിലൂടെ കടന്നുപോയി, രണ്ടാമത്തെ റേ പോളിൽ പോയി ഇടിച്ചു, അതേ ആംഗിളിൽ തിരിച്ചു വന്നു. ഈ രണ്ട് റേസും എവിടെയാണോ കൂട്ടിമുട്ടുന്നത്, ഈ രണ്ട് റേസും എവിടെയാണോ കൂട്ടിമുട്ടുന്നത് അവിടെ ആയിരിക്കും ഇമേജ് ഫോർമേഷൻ നടക്കുക. ഈ രണ്ട് റേസും കൂട്ടിമുട്ടുന്നത് ഇവിടെയാണ്, അഥവാ ഇൻ ഫ്രണ്ട് ഓഫ് ദ മിററിലാണ്. ശരിയല്ലേ? ഇൻ ഫ്രണ്ട് ഓഫ് ദ മിററിലാണ് രണ്ട് റേസും കൂട്ടിമുട്ടുന്നത്. ഇൻ ഫ്രണ്ട് ഓഫ് ദ മിററിലാണ് കൂട്ടിമുട്ടുന്നത്. അതുപോലെ തന്നെ സെന്റർ ഓഫ് കർവേച്ചറിനും ഫോക്കസിനും ഇടയിലാണ് രണ്ട് റേസും കൂട്ടിമുട്ടുന്നത്. ശരിയല്ലേ? സെന്റർ ഓഫ് കർവേച്ചറിനും ഫോക്കസിനും ഇടയിലാണ് രണ്ട് റേസും കൂട്ടിമുട്ടുന്നത് എങ്കിൽ നമുക്ക് ഇവിടെ എഴുതാൻ സാധിക്കും, ഇവിടെ ഉണ്ടായ ഇമേജ് എന്ന് പറഞ്ഞാൽ ബിറ്റ്വീൻ സി ആൻഡ് എഫ് ആണ്. സിക്കും എഫിനും ഇടയിലാണ് ഇമേജ് ഫോർമേഷൻ നടന്നത്. അത് ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ ആണെങ്കിൽ അത് ഉറപ്പായും റിയൽ ഇമേജ് ആണ്. റിയൽ ഇമേജുകളെല്ലാം ഇൻവേർട്ടഡ് ആണ്. ശരിയല്ലേ? റിയൽ ഇമേജുകളെല്ലാം ഇൻവേർട്ടഡ് ആണ്, പല കുറി പറഞ്ഞതാണ്. സോ ഇവിടെ ഉണ്ടായ ഇമേജും എങ്ങനെയുള്ള ഇമേജ് ആണ്? ഇൻവേർട്ടഡ് ഇമേജ് ആണ്, തല കീഴായിട്ടുള്ള ഇമേജ് ആണ്. പിന്നെ ഒബ്ജക്റ്റിന്റെ വലുപ്പവും ഇമേജിന്റെ വലുപ്പവും ഒന്ന് കമ്പയർ ചെയ്താടാ. ഒബ്ജക്റ്റിന് വലുപ്പം കൂടുതലും ഇമേജിന് വലുപ്പം കുറവുമാണ്. സോ എന്തു പറയാൻ സാധിക്കും? യെസ്, ഇറ്റ്സ് എ സ്മോൾ ഇമേജ്. ഇവിടെ ഉണ്ടായ ഇമേജ് എന്ന് പറഞ്ഞാൽ ഒരു സ്മോൾ ഇമേജ് ആണ്. ഒബ്ജക്റ്റിന്റെ വലുപ്പത്തെ കമ്പയർ ചെയ്യുമ്പോൾ ഇമേജിന്റെ വലുപ്പം എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്. സോ ഹിയർ ദ ഇമേജ് ഈസ് സ്മോളർ ഇമേജ്. സോ സെന്റർ ഓഫ് കർവേച്ചറിനും ഫോക്കസിനും ഇടയിലാണ് ഇമേജ് ഫോർമേഷൻ നടന്നിരിക്കുന്നത്. അതൊരു റിയൽ ഇമേജ് ആണ്, അതൊരു ഇൻവേർട്ടഡ് ഇമേജ് ആണ്, അതൊരു സ്മോളർ ഇമേജ് ആണ്. ക്ലിയർ? ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? ഇനി എല്ലാം കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് വൃത്തിയായി തന്നെ കണക്ട് ചെയ്യാൻ സാധിക്കുന്നില്ലേ? പറയാൻ സെൽഫായിട്ട് മറുപടി പറയാൻ സാധിക്കില്ലേ? നിങ്ങളുടെ ആ ഇംപ്രൂവ്മെന്റ് നിങ്ങൾക്ക് തന്നെ ഫീൽ ആവുന്നില്ലേ? അതായത് ആദ്യത്തെ ഇമേജ് ഫോർമേഷനിൽ നിന്ന് രണ്ടാമത്തതിലോട്ട് കടക്കുന്ന സമയത്ത് അതിന്റെ ഫീച്ചേഴ്സ് എല്ലാം, അത് വരയ്ക്കുന്ന രീതിയെല്ലാം നിങ്ങൾക്ക് തന്നെ വളരെ ക്ലിയർ ആയിട്ട് ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടല്ലോ മക്കളെ. അടുത്തതിലോട്ട് നമുക്ക് കിടക്കാൻ പറ്റും. ഈ ഫീച്ചേഴ്സ് ഒക്കെ ഒന്ന് കണ്ണടച്ചേക്ക്, എല്ലാവരും കണ്ണടച്ച് കഴിഞ്ഞാൽ ഈ ഫീച്ചേഴ്സ് നമുക്ക് അടുത്ത പേജിലോട്ട് ഞാൻ ഇടാം. ആരും കണ്ണു തുറക്കരുത് ഗൈസ്, ഞാൻ പറയുമ്പോ കണ്ണു തുറന്നാൽ മതി. ഓക്കെ, റൈറ്റ്. ഇനി ശ്രദ്ധിക്കണം, ഇവിടെ ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? സെന്റർ ഓഫ് കർവേച്ചറിലാണ്. ഉള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. രണ്ട് പ്രധാനപ്പെട്ട കേസുകളുണ്ട്, അതിൽ ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കേസാണ് ഇതെന്ന് പറയുന്നത്. എവിടെയാണ് ഇവിടെ ഒബ്ജക്റ്റിനെ വെച്ചിരിക്കുന്നത്? ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത് സെന്റർ ഓഫ് കർവേച്ചറിലാണ്. ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത് സെന്റർ ഓഫ് കർവേച്ചറിലാണ്. സെന്റർ ഓഫ് കർവേച്ചറിൽ വെച്ച ഒബ്ജക്റ്റിൽ നിന്ന് രണ്ട് റേസ് ആണ് എപ്പോഴും പോവാറ്. ഞാൻ പറഞ്ഞ അതേ കേസ് തന്നെയാണ്. ആദ്യത്തെ റേ എന്ന് പറഞ്ഞാൽ പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ്. പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് പോകുന്നതാണ് ഫസ്റ്റ് റേ. നമുക്ക് എല്ലാവർക്കും അറിയാം, പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് പോയി കഴിഞ്ഞു വെച്ചാൽ ആ റേ ആഫ്റ്റർ റിഫ്ലക്ഷൻ ഏതിലൂടെ കടന്നു പോകും? ഫോക്കസിലൂടെ കടന്നു പോകും. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ആഫ്റ്റർ റിഫ്ലക്ഷൻ അവൻ ഫോക്കസിലൂടെ ആയിരിക്കും കടന്നു പോവുക. അടുത്ത റേയുടെ പ്രത്യേകത എന്താണ്? അവൻ നേരെ പോളിൽ പോയായിരിക്കും ഇൻസിഡന്റ് ചെയ്യുക. ശരിയല്ലേ? പോളിൽ പോയി ഇൻസിഡന്റ് ചെയ്ത റേ അതേ ആംഗിളിൽ എന്ത് ചെയ്യും? റിഫ്ലക്ട് ചെയ്യും. പോളിൽ പോയി ഇൻസിഡന്റ് ചെയ്ത അതേ ആംഗിളിൽ അവൻ എന്ത് ചെയ്യും? അവൻ റിഫ്ലക്ട് ചെയ്തു വരും. ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? അടിപൊളിയായി മനസ്സിലായില്ല, അന്തസ്സായിട്ട് മനസ്സിലായില്ലേ? ഇത് നിങ്ങൾ പഠിക്കണം. ഇവിടെ രണ്ട് റേസും ആഫ്റ്റർ റിഫ്ലക്ഷൻ മീറ്റ് ചെയ്യുന്നത് എവിടെയാണ്? അതും സെന്റർ ഓഫ് കർവേച്ചറിൽ തന്നെയാണ്. ഈ രണ്ട് റേസും ആഫ്റ്റർ റിഫ്ലക്ഷൻ മീറ്റ് ചെയ്യുന്നത് സെന്റർ ഓഫ് കർവേച്ചറിൽ തന്നെയാണ്. കാണാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നുണ്ട്. റൈറ്റ്. ഇനി ഇമേജിന്റെ ഫീച്ചേഴ്സ് പറയണം. ഇമേജ് ഈസ് ഫോംഡ് അറ്റ് സെന്റർ ഓഫ് കർവേച്ചർ. ഇമേജ് ഫോർമേഷൻ നടന്നത് സെന്റർ ഓഫ് കർവേച്ചറിലാണ്. ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ ആണ് ഇമേജ് ഫോർമേഷൻ നടന്നത്. സോ അത് റിയൽ ഇമേജ് ആയിരിക്കും. റിയൽ ഇമേജുകളെല്ലാം ഇൻവേർട്ടഡ് ആയിരിക്കും. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സെന്റർ ഓഫ് കർവേച്ചറിൽ ഒബ്ജക്റ്റ് വെച്ചാൽ ഇമേജ് ഫോർമേഷൻ നടക്കുന്നത് സെന്റർ ഓഫ് കർവേച്ചറിലാണ്. ആ ഇമേജിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റിന്റെ സൈസിന് ഇക്വലന്റ് ആയിരിക്കും. സെയിം സൈസ് ഓഫ് ഒബ്ജക്റ്റ്, സെയിം സൈസ് ഓഫ് ഒബ്ജക്റ്റ് ആയിരിക്കും. ഒബ്ജക്റ്റിന്റെ അതേ വലുപ്പമായിരിക്കും ആർക്കും ഉണ്ടാവുക? ഇമേജിനും ഉണ്ടാവുക. ഒബ്ജക്റ്റിനും ഇമേജിനും തുല്യമായ വലുപ്പമായിരിക്കും. അത് നിങ്ങൾ മനസ്സിനകത്തങ്ങ് ഉറപ്പിച്ചു വെക്കുക. സെറ്റ്. സോ ഇത്രയും പോയിന്റുകൾ തന്നെയാണ് ഇവിടെയും കാണാൻ സാധിക്കുക. ഇമേജ് ഫോംഡ് അറ്റ് സി റിയൽ ആണ്, ഇൻവേർട്ടഡ് ആണ്, സെയിം സൈസ് ആണ്. ഗംഭീരമായിട്ട് മനസ്സിലായില്ലടാ. അടുത്തതിലോട്ട് കിടക്കാം. നെക്സ്റ്റ് ഇവിടെയും നിങ്ങളൊന്ന് കണ്ണടക്കുക, എല്ലാവരും കണ്ണടക്കണം ഗൈസ്. എങ്കിൽ അടുത്തതിലോട്ട് കിടക്കാം. നെക്സ്റ്റ് വൺ. എല്ലാവരും ശ്രദ്ധിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഗൈസ്. എല്ലാവരും ശ്രദ്ധിക്കണം. നമ്മുടെ ഒബ്ജക്റ്റ് ഇവിടെ വെച്ചിരിക്കുന്നത് സെന്റർ ഓഫ് കർവേച്ചറിനും ഫോക്കസിനും ഇടയിലാണ്. ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്തിരിക്കുന്നത് സെന്റർ ഓഫ് കർവേച്ചറിനും ഫോക്കസിനും ഇടയിലാണ് ഇവിടെ ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ദ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ സെന്റർ ഓഫ് കർവേച്ചർ ആൻഡ് ഫോക്കസ്. ദ സെന്റർ ഓഫ് കർവേച്ചറും ഫോക്കസിനും ഇടയിൽ ഒരു അടിപൊളി
ഒബ്ജക്റ്റ് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. 2 റേസ് വരുന്നു. ഒന്നാമത്തെ റേ പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് ഫോക്കസിലൂടെ കടന്നു പോകുന്നു. രണ്ടാമത്തെ റേ പോളിൽ പോയി ഇടിക്കുന്നു, അതേ ആംഗിളിൽ തിരിച്ചു വരുന്നു. ക്ലിയർ അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ രണ്ടും കൂടി കൂട്ടിമുട്ടുന്നത് എവിടെയാണ്? സെന്റർ ഓഫ് കർവേച്ചറിന് പുറകിലാണ് കൂട്ടിമുട്ടുന്നത്. അവിടെയാണ് ഒരു ഇമേജ് ഫോർമേഷൻ നടക്കുന്നത്. 2 റേസ് മീറ്റ് ചെയ്യുന്നത് ബിഹൈൻഡ് സെന്റർ ഓഫ് കർവേച്ചർ ആണ്. അവിടെയാണ് ഇമേജ് ഫോർമേഷൻ നടക്കുന്നത്. ഇമേജിന്റെ ഫീച്ചേഴ്സ് പറഞ്ഞുതരാം. ഒന്നാമത് നമുക്കറിയാം, യെസ്, ഇമേജ് ഈസ് ഫോംഡ് ബിയോണ്ട് സെന്റർ ഓഫ് കർവേച്ചർ. സെന്റർ ഓഫ് കർവേച്ചറിന് പുറകിലാണ്. അതൊരു റിയൽ ഇമേജ് ആണ്, കാരണം ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ ആണ്. അതുപോലെ തന്നെ ഇൻവേർട്ടഡ് ആണ്. അതുപോലെ തന്നെ ലാർജ് ഇമേജ് ആണ്. ശരിയല്ലടാ? ഒബ്ജക്റ്റിന്റെ സൈസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇമേജിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വലുതാണ്. ശരിയല്ലേ? സോ ഇറ്റ് ഈസ് എ ലാർജ് ഇമേജ്. അത് ബിയോണ്ട് സി ആണ്. അതുപോലെ തന്നെ റിയൽ ആണ്, ഇൻവേർട്ടഡ് ആണ്, ലാർജ് ഇൻ സൈസ് ആണ്. ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. എല്ലാം ഒരേ മെത്തേഡിലൂടെയാണ് ഇമേജ് ഫോർമേഷൻ വരയ്ക്കുന്നത്. അതിന്റെ ബേസ് കൺസെപ്റ്റുകൾ എല്ലാം പറഞ്ഞു തന്നു. പൊസിഷൻ മാറുമ്പോൾ ആ ഇമേജിന്റെ വലുപ്പവും സ്ഥാനവും മാറുന്നു. അത് മാത്രം നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ മാത്രം മതി. റൈറ്റ്, അടുത്ത. ഇത് വളരെ ലളിതമായതാണ്. വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇതിനകത്തില്ല. എല്ലാവരും ശ്രദ്ധിക്കുക. ഇവിടെ ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത് പ്രിൻസിപ്പൽ ഫോക്കസിലാണ്. എടാ മക്കളെ, ഇത് ക്യാപിറ്റൽ എഫ് ആണ് കേട്ടോ. ആക്ച്വലി എഴുതുക പ്രിൻസിപ്പൽ ഫോക്കസ് നിങ്ങൾ ക്യാപിറ്റൽ എഫിൽ റെപ്രസെന്റ് ചെയ്താൽ മതി കേട്ടോ. ഫോക്കൽ ലെങ്തിനെ സ്മോൾ എഫിൽ റെപ്രസെന്റ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, പ്രിൻസിപ്പൽ ഫോക്കസ് ആണ് ഇവിടെ കാണുന്നത്. ആ ഫോക്കസിലാണ് ഇവിടെ ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത്. 2 റേസ് ഇവിടെ നിന്ന് പോകുന്നുണ്ട്. നോക്കണം, 2 റേസ് പോകുന്നുണ്ട്. ഒരെണ്ണം പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് ഫോക്കസിലൂടെ കടന്നു പോകും. അടുത്തൊരെണ്ണം നേരെ പോളിൽ പോയി ഇടിച്ചു, അതേ ആംഗിളിൽ തന്നെ റിഫ്ലക്ട് ചെയ്ത് പോകുന്നു. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഈ 2 റേസും പാരലലാണ്. അല്ലാതെ ഈ 2 റേസും പ്രോപ്പർലി ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുന്നില്ല. നമ്മൾ പ്രിൻസിപ്പൽ ഫോക്കസിൽ ഒബ്ജക്റ്റ് വെക്കുമ്പോൾ അവിടെ നിന്ന് റിഫ്ലക്ട് ചെയ്ത് പോകുന്ന 2 റേസും പാരലൽ റേസ് ആണ്. ഒരിക്കലും ഒരു കോമൺ പോയിന്റിൽ മീറ്റ് ചെയ്യപ്പെടുന്നില്ല. ശരിയല്ലേ? അങ്ങനെ മീറ്റ് ചെയ്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ ഇമേജ് ഫോർമേഷൻ നടക്കുന്നില്ല എന്നല്ലേ? മീറ്റ് ചെയ്താലല്ലേ ഇമേജ് ഫോർമേഷൻ നടക്കുക? തീർച്ചയായും മീറ്റ് ചെയ്താലാണ് ഇമേജ് ഫോർമേഷൻ നടക്കുക. പക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്ത് അസ്യൂം ചെയ്യുന്നു? യെസ്, ഈ 2 റേസും അങ്ങ് ഇൻഫിനിറ്റിയിൽ മീറ്റ് ചെയ്യും. ഈ 2 റേസും എങ്ങനെയാണ്? അങ്ങ് ഇൻഫിനിറ്റിയിൽ മീറ്റ് ചെയ്യും എന്ന രീതിയിൽ നമ്മൾ അനുമാനിക്കുന്നു, നമ്മൾ അസ്യൂം ചെയ്യുന്നു. കാരണം ആക്ച്വലി പാരലൽ ലൈൻസ് ഒരിക്കലും മീറ്റ് ചെയ്യില്ല എന്നാണ് പറയുക. എങ്കിൽ പോലും ഈ 2 റേസ് അങ്ങ് ഇൻഫിനിറ്റിയിൽ മീറ്റ് ചെയ്യും എന്ന രീതിയിൽ നമ്മൾ അസ്യൂം ചെയ്തു. ഒരിക്കലും ഇങ്ങനെ നോക്കുമ്പോൾ അത് മീറ്റ് ചെയ്യുന്ന പോലെയില്ല. ബട്ട് വി അസ്യൂം ദാറ്റ് ദീസ് റേസ് വിൽ മീറ്റ് അറ്റ് ഇൻഫിനിറ്റി. അപ്പൊ എവിടെയാണ് ഇമേജ് ഫോർമേഷൻ നടക്കുക? ഇൻഫിനിറ്റിയിലായിരിക്കും ഇമേജ് ഫോർമേഷൻ നടക്കുക. അതും ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ ആണ്. നമുക്ക് വേണമെങ്കിൽ റിയൽ ആണ്, സ്മോൾ ആണെന്നൊക്കെ പറയാം. പക്ഷെ അതിനെ പറ്റി ഒന്നും ബോധറേണ്ട. ജസ്റ്റ് ഇമേജ് ഫോംഡ് അറ്റ് ഇൻഫിനിറ്റി എന്ന രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞാൽ മതി. കാരണം രണ്ടും പാരലൽ ലൈൻസ് ആയതുകൊണ്ട് അവ ഇൻഫിനിറ്റിയിൽ മീറ്റ് ചെയ്യും. അവിടെ ഒരു ഇമേജ് ഫോർമേഷൻ നടക്കും. അത് ഉറപ്പായും റിയൽ ഇമേജ് ആയിരിക്കും, സംശയം വേണ്ട. പക്ഷെ ഇൻഫിനിറ്റിയിലാണ് എന്ന രീതിയിൽ നിങ്ങൾ പറഞ്ഞ് അവസാനിപ്പിച്ചാൽ മാത്രം. ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷയിൽ ചോദിക്കാൻ അടുത്ത ഒരെണ്ണം സെന്റർ ഓഫ് കർവേച്ചറിൽ വെക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഏറ്റവും ചോദിക്കാൻ സാധ്യതയുള്ളത്. അതിനുശേഷം ഏറ്റവും പോസിബിലിറ്റി ഉള്ള ക്വസ്റ്റ്യനിലോട്ടാണ് കിടക്കുന്നത്. എല്ലാവരും ശ്രദ്ധിക്കുക, മുഴുവൻ മക്കളും ശ്രദ്ധിക്കുക. ഒന്ന് കണ്ണടയ്ക്കണേ, കാരണം അതിന് പരിപാടിയുണ്ട്, അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യമാണുള്ളത്. റൈറ്റ്, ഇനി എല്ലാവരും ശ്രദ്ധിച്ചോ. ഇവിടെ നമ്മുടെ ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത് ഫോക്കസിനും പോളിനും ഇടയിലാണ്. ഇവിടെ ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഫോക്കസിനും പോളിനും ഇടയിലാണ്. നോക്കണം, ഇതാണ് പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുന്നത്, ഇതാണ് പോൾ എന്ന് പറയുന്നത്. ഇവർക്ക് 2 പേർക്കും ഇടയിലാണ് നമ്മുടെ ഒബ്ജക്റ്റിനെ ഞാൻ പ്ലേസ് ചെയ്തിരിക്കുന്നത്. സോ ഒബ്ജക്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇതാണ് ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിൽ നിന്ന് 2 റേസ് വരുന്നുണ്ട്. ഒന്നാമത്തെ റേ പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് ഫോക്കസിലൂടെ കടന്നുപോയി. രണ്ടാമത്തെ റേ പോളിൽ പോയി ഇടിച്ചു, അതേ ആംഗിളിൽ റിഫ്ലക്ട് ചെയ്തു പോയി. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, 2 റേസും ഡൈവേർജിങ് റേസ് ആണ്. കൺവേർജിങ് റേ ആണെങ്കിൽ മീറ്റ് ചെയ്യും, ഉറപ്പാണ്. പാരലൽ റേ ആയപ്പോൾ നമ്മൾ ഇൻഫിനിറ്റിയിൽ മീറ്റ് ചെയ്യുന്നു പറഞ്ഞു. ഡൈവേർജിങ് റേസ് ഒരിക്കലും മീറ്റ് ചെയ്യില്ല. നമുക്ക് അറിയുന്ന കാര്യമല്ലേ. 2 റേസും അകന്നകന്ന് പോവുകയല്ലേ, ദേ ആർ ഡൈവേർജിങ്. സോ ഒരിക്കലും മീറ്റ് ചെയ്യില്ല എന്ന കാര്യം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. പക്ഷെ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഈ ഒരു പൊസിഷനിൽ നിന്ന് നോക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ വരുന്ന 2 റേസും ഏതോ ഒരു കോമൺ പോയിന്റിൽ നിന്ന് വരുന്ന പോലെ നമുക്ക് തോന്നുന്നില്ലേ? യെസ്, ഏതോ ഒരു കോമൺ പോയിന്റിൽ നിന്ന് വരുന്ന പോലെ തോന്നുന്നുണ്ട്. ഈ കോമൺ പോയിന്റിൽ നിന്ന് ഈ 2 റേസും വരുന്നത് പോലെ നമുക്ക് തോന്നാറുണ്ട്. സോ ആ പോയിന്റിലാണ് ഇമേജ് ഫോർമേഷൻ നടക്കുന്നത്. സോ ഹിയർ ഈസ് യുവർ ഇമേജ്.
സോ ആ പോയിന്റിലാണ് ഇമേജ് ഫോർമേഷൻ നടക്കുന്നത്. ഹിയർ ഈസ് യുവർ ഇമേജ്. ക്ലിയർ അല്ലേ? കാര്യം മനസ്സിലായോ ഇവിടെ? സോ ഫോക്കസിനും പോളിനും ഇടയിൽ വെക്കുന്ന സമയത്ത് എന്താണ് പ്രത്യേകത എന്ന് പറയുന്നത്, അവിടെ നിന്ന് റിഫ്ലക്ട് ചെയ്ത് വരുന്ന രണ്ട് റേസും ഡൈവേർജിങ് റേസ് ആണ്, അകന്നകന്ന് പോകുന്ന റേസ് ആണ്. അവ ഒരു കോമൺ പോയിന്റിൽ മീറ്റ് ചെയ്യുകയില്ല. അങ്ങനെ മീറ്റ് ചെയ്യാത്ത റേസ് ആണ് ഇവിടെ നിന്നുണ്ടാവുന്നത്. ആ കാര്യം നിങ്ങൾ എല്ലാവരും തിരിച്ചറിയുക, നിങ്ങൾ മനസ്സിലാക്കുക. അതിനാൽ തന്നെ അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ്, അതിനാൽ തന്നെ ഈ രണ്ട് റേസും ഏതോ ഒരു പോയിന്റിൽ നിന്ന് വരുന്നത് പോലെ നമുക്ക് തോന്നാറുണ്ട്. ആ പോയിന്റ് ബിഹൈൻഡ് ദ മിറർ ആണ്. സോ അവിടെയാണ് നമ്മുടെ ഇമേജ് ഫോർമേഷൻ നടക്കുന്നത്. ഇത് മനസ്സിലങ്ങ് ഉറപ്പിച്ചു വെക്കുക. സെറ്റ്. ക്രിസ്റ്റൽ ക്ലിയർ അല്ല? അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? ഇനി നമ്മുടെ കാര്യത്തിലോട്ട് കിടക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇവിടെ ഇമേജ് ഫോർമേഷൻ നടന്നിരിക്കുന്നത് ബിഹൈൻഡ് മിററാണ്. അതുപോലെ തന്നെ ഇമേജ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, അത് ഇറക്റ്റ് നിവർന്നു നിൽക്കുന്ന ഇമേജ് ആണ്. ബിഹൈൻഡ് മിറർ ആണെങ്കിൽ ഉറപ്പായും അതെന്ത് ഇമേജ് ആണ്? യെസ്, ഇറ്റ് ഈസ് എ വെർച്വൽ ഇമേജ്. വെർച്വൽ ഇമേജുകളെല്ലാം ഇറക്റ്റ് ആയിരിക്കും. പഠിച്ച കാര്യമല്ലേ? ബിഹൈൻഡ് ദ മിറർ ആണ് ഇമേജ് ഫോർമേഷൻ നടക്കുന്നതെങ്കിൽ അത് ഉറപ്പായും വെർച്വൽ ഇമേജ് ആയിരിക്കും. വെർച്വൽ ഇമേജുകളെല്ലാം ഇറക്റ്റ് ആണ്, നിവർന്നു നിൽക്കുന്നതായിരിക്കും. സോ ഹിയർ ആൾസോ ദി ഇമേജ് ഈസ് ഇറക്റ്റ്. റെഡി? ആ കാര്യം മനസ്സിലായില്ലേ? അടുത്ത കാര്യം എന്താണ്? അതൊരു ലാർജ് ഇമേജ് ആയിരിക്കും. അത് വലുപ്പം കൂടിയ ഒരു ലാർജ് ഇമേജ് ആണ് ഇവിടെ ഫോം ചെയ്തത്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നു, ഹിയർ ഈസ് എ ലാർജ് ഇമേജ്. ഇത്രയും കാര്യം അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? ഉള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത ഇമേജ് ഫോർമേഷൻ നമ്മളിപ്പോൾ പഠിച്ചെടുത്തത്. ഇത് വളരെയധികം പ്രധാനപ്പെട്ടതാണ്, പരീക്ഷകളിൽ പല കുറി ചോദിക്കുന്നതുമാണ്, നിങ്ങൾ മനസ്സിലാക്കേണ്ടതുമാണ്. സെറ്റ്. അന്തസ്സായിട്ട് മനസ്സിലായില്ല? അടിപൊളിയായിട്ട് എൻ്റെ മക്കൾക്ക് മനസ്സിലായില്ലടാ? ഒരു തരി സംശയമില്ലാലോ? ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? ഒരു തരി സംശയം എൻ്റെ മക്കൾക്കില്ലാലോ? അടിപൊളിയായിട്ട് കാര്യങ്ങൾ തിരിച്ചറിഞ്ഞില്ലടാ? എങ്കിൽ അടുത്തതിലോട്ട് കിടക്കുന്നു. ഇതിന്റെ ഫീച്ചേഴ്സ് ഇവിടെയുണ്ട്, പോട്ടെ. അടുത്തത് ഒരു കോൺവെക്സ് മിററിൽ നടക്കുന്ന ഇമേജ് ഫോർമേഷൻ ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇമേജ് ഫോർമേഷൻ ഓൺ എ കോൺവെക്സ് മിറർ. ഒരു കോൺവെക്സ് മിററിൽ നടക്കുന്ന ഇമേജ് ഫോർമേഷൻ ആണ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. എല്ലാവരും ശ്രദ്ധിക്കുക, മുഴുവൻ മക്കളും ശ്രദ്ധിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒരു കോൺവെക്സ് മിററിൽ നടക്കുന്ന ഇമേജ് ഫോർമേഷൻ. ആണ് ഇവിടെ കാണുന്നത്. എല്ലാവരും ഒന്ന് വൃത്തിയായി ശ്രദ്ധിച്ചിരിക്കണടാ, മുഴുവൻ മക്കളും ശ്രദ്ധിക്കാനടാ. എന്താണ് ഇവിടെ കാണാൻ പറ്റുന്നത്? ഇതാണ് കോൺവെക്സ് മിറർ. നമ്മുടെ ഒബ്ജക്റ്റ് ഇവിടെയാണ് വെച്ചിരിക്കുന്നത്. സോ ഒബ്ജക്റ്റിൽ നിന്ന് രണ്ട് റേസ്, ഒരെണ്ണം പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ്, ഫോക്കസിലൂടെ കടന്നു പോയില്ല. അത് കോൺകേവ് മിററിന്റെ കേസിലാണ്. ഇവിടെ ആക്ച്വലി എന്താണ്? അവൻ ഡൈവേർജ് ചെയ്ത് പോകും, അവൻ അകന്നകന്ന് ഡൈവേർജ് ചെയ്ത് പോകും. അടുത്തൊരെണ്ണം പോളിൽ പോയി ഇടിക്കുന്നു, അതേ ആംഗിളിൽ തന്നെ തിരിച്ചു വരും. ക്ലിയർ അല്ലേ? ഇതാണ് ഫസ്റ്റ് റേ എന്ന് പറയുന്നത്. അവൻ പോയി എവിടെയാണ്? പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് ആയിരുന്നു, പക്ഷെ ഇവിടെ അവൻ ഡൈവേർജ് ചെയ്താണ് പോവുക. രണ്ടാമത്തെ റേ നേരെ പോയി പോളിൽ പോയി ഇടിക്കുന്നു, അവൻ അതേ ആംഗിളിൽ എന്ത് ചെയ്തു? റിഫ്ലക്ട് ചെയ്ത് വരുന്നു. റൈറ്റ്? ഇതാണ് രണ്ട് റേസും. ഇവിടെയും രണ്ട് റേസും ഡൈവേർജിങ് റേസ് ആണ്. ശരിയല്ലേ? ഇവിടെയും രണ്ട് റേസും എന്താണ്? ഡൈവേർജിങ് റേസ് ആണ്. സോ ഡൈവേർജിങ് റേസ് ആകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഈ രണ്ട് റേസും ഏതോ ഒരു കോമൺ പോയിന്റിൽ നിന്ന് വരുന്നത് പോലെ നമുക്ക് തോന്നാറുണ്ട്. ശരിയല്ലേ? സോ ഈ രണ്ട് റേസിനെയും ഞാനൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏതോ ഒരു കോമൺ പോയിന്റിൽ നിന്ന് ഈ രണ്ട് റേസും വരുന്നത് പോലെ നമുക്ക് തോന്നാറുണ്ട്. ശരിയല്ലേ? സോ ആ കോമൺ പോയിന്റിലാണ് നമ്മുടെ ഇമേജ് ഫോർമേഷൻ നടക്കുക. സോ ഹിയർ ഈസ് യുവർ ഇമേജ്. ആ ഇമേജ് ബിഹൈൻഡ് ദ മിറർ ആണ്. ബിഹൈൻഡ് ദ മിറർ ആണെങ്കിൽ അത് ഉറപ്പായും വെർച്വൽ ഇമേജ് ആണ്, അതുപോലെ തന്നെ ഇറക്റ്റ് ഇമേജ് ആണ്. വെർച്വൽ, ഇറക്റ്റ് ആൻഡ് സ്മോൾ ഇൻ സൈസ്. അതുകൂടി നിങ്ങൾക്ക് പറയാൻ സാധിക്കും. അതൊരു സ്മോളർ ഇമേജ് ആണ്. അത് വെർച്വൽ ആണ്, ഇറക്റ്റ് ആണ്, സ്മോളർ ഇൻ സൈസ് ആണ്. ഈ കാര്യങ്ങൾ നിങ്ങൾ തിരിച്ചറിയുക. സോ കോൺവെക്സ് മിററിന്റെ കേസിലുള്ള ഇമേജ് ഫോർമേഷനിൽ ഒരൊറ്റ കേസേ പഠിക്കാനുള്ളൂ. എല്ലാത്തിലും ഇതുപോലെ തന്നെ നിങ്ങൾ എഴുതിയാൽ മതി. അഥവാ ആ രണ്ട് റേസും ഡൈവേർജിങ് ആണ്. സോ ബിഹൈൻഡ് ദ മിറർ ആണ് ഇമേജ് ഫോർമേഷൻ നടക്കുക. സ്മോളർ ഇൻ സൈസ് ആയിരിക്കും, ഇറക്റ്റ് ആയിരിക്കും, വെർച്വൽ ആയിരിക്കും. അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? ശരിക്കും ക്ലിഞ്ചനായി മാറിയില്ലേ? ക്ലിഞ്ചൻ എന്ന വാക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആണെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ക്ലിഞ്ചനായി തന്നെ കാര്യം മനസ്സിലായില്ല? അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? ഇത്ര നാൾ നിങ്ങൾ വളരെയധികം കൺഫ്യൂസിങ് ആണ്. എനിക്ക് ഒരിക്കലും വരച്ചെടുക്കാൻ സാധിക്കില്ല, എപ്പോഴും എനിക്ക് തെറ്റിപ്പോകുന്ന ഒരു റേ ഡയഗ്രാം നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കി പഠിച്ചു. ഇതാണ് വ്യത്യാസം. നമ്മളൊരു കാര്യം എങ്ങനെയെങ്കിലും പഠിക്കണം എന്ന് പറഞ്ഞു പഠിക്കുമ്പോഴും നമ്മൾ ആ കാര്യം മനസ്സിലാക്കി പഠിക്കുമ്പോഴും നമ്മളുടെ വ്യത്യാസം നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഫീൽ ആവുന്നില്ലേ? ഓരോ റേ ഡയഗ്രാമും എങ്ങനെ വരുന്നു എന്ന കാര്യം നിങ്ങൾക്ക് കറക്റ്റ്
ആയി കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. 2 ബേസ് കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് ഇതിന്റെ ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ പറഞ്ഞു തന്നുള്ളൂ. അതേ സാഹചര്യമാണ് ത്രൂ ഔട്ട് ദ റേ ഡയഗ്രാം നമ്മൾ ഫോളോ ചെയ്തിട്ടുള്ളത്. അതിനനുസരിച്ചാണ് നമ്മൾ ഇമേജ് ഫോർമേഷന്റെ ഫീച്ചേഴ്സും എഴുതുന്നത്. അന്തസ്സായി മനസ്സിലായില്ലടാ, അടിപൊളിയായി മനസ്സിലായില്ലടാ. ഇനി നമുക്ക് കുറച്ച് ഫോർമുലാസും അതുമായി ബന്ധപ്പെട്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് കൂടി ഡീൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റിഫ്ലക്ഷൻ തീർന്നു. സോ അതിലോട്ടാണ് കടക്കാൻ പോകുന്നത്. ഇതുപോലെ തന്നെ പഠിക്കാം. അതിന് മുന്നോടിയായിട്ട് നിങ്ങൾക്കൊരു കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ എന്ന് പറയുന്ന കാര്യം പഠിക്കാനുണ്ട്. സോ അതിൽ ഒരു റേ ഡയഗ്രാം ഇവിടെ നൽകിയിട്ടുണ്ട്. ആക്ച്വലി നമ്മൾ ഇത് ഫോളോ ചെയ്യുന്നില്ല, ഞാൻ ഒരെണ്ണം പഠിപ്പിച്ചു തരാം. ഇതന്നെയാണ്, സെയിം കാര്യമാണ്. ഞാൻ പഠിപ്പിച്ചു തരുമ്പോൾ കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യുന്ന പോലെ ആയിരിക്കും ഉണ്ടാവുക. അതായത് ആ പടവുമായിട്ട് സാമ്യമുള്ളത് തന്നെയാണ്, പക്ഷെ കുറച്ചുകൂടി ലളിതമായിട്ട് നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ ഒരു കോൺകേവ് മിറർ. നമ്മൾ എപ്പോഴും വരയ്ക്കുന്നതാണ്. കഴിഞ്ഞതിലൊക്കെ ഞാൻ വരച്ചു തന്ന കോൺകേവ് മിറർ തന്നെയാണ്, പ്രശ്നമില്ല. റൈറ്റ്, ഹിയർ ഈസ് യുവർ കോൺകേവ് മിറർ. ഇതിന്റെ ഭാഗങ്ങളൊക്കെ എൻ്റെ മക്കൾക്ക് അറിയാലോ, ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ. യെസ്, ദിസ് ഈസ് അവർ പ്രിൻസിപ്പൽ ആക്സിസ്. ഇതാണ് നമ്മുടെ പോൾ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ സെന്റർ ഓഫ് കർവേച്ചർ ആയിട്ട് എടുത്താൽ പകുതി ദൂരത്തിൽ ഫോക്കസ് വരയ്ക്കും. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഇത്രയും കാര്യം എല്ലാവർക്കും ഓക്കെ അല്ലേ? റൈറ്റ്. ഇനി നമ്മൾ മാത്സിലൊക്കെ നിങ്ങൾ ആക്സിസ് വരച്ച് പഠിക്കാറുണ്ട്. മാത്സിലൊക്കെ ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് ആക്സിസ് വരച്ച് പഠിക്കാറുണ്ട്. ശരി, എല്ലാവരും വരച്ച് പഠിക്കുന്ന കാര്യമാണ്, നമ്മൾ പലപ്പോഴും വരയ്ക്കുന്ന കാര്യമാണ്. ആക്സിസ് ശ്രദ്ധിക്കണം. ഇത് നമ്മുടെ പോസിറ്റീവ് എക്സ് ആക്സിസ് ആണ്, ഇത് നെഗറ്റീവ് എക്സ് ആക്സിസ് ആണ്. ഇത് പോസിറ്റീവ് വൈ ആക്സിസ് ആണ്, ഇത് നെഗറ്റീവ് വൈ ആക്സിസ് ആണ്. റൈറ്റ് സൈഡിലോട്ടുള്ളത് പോസിറ്റീവ് എക്സ് ആക്സിസ് ആണ്, അറിയുന്ന കാര്യമല്ലേ? ഇത് നെഗറ്റീവ് എക്സ് ആക്സിസ് ആണ്. മുകളിലോട്ടുള്ളത് പോസിറ്റീവ് വൈ ആക്സിസ് ആണ്, താഴോട്ടുള്ളത് നെഗറ്റീവ് വൈ ആക്സിസ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെയാണ് ഇവിടെയും നിങ്ങൾ എടുക്കേണ്ടത്. അഥവാ ലെഫ്റ്റ് സൈഡിലോട്ടുള്ള മെഷർമെന്റുകളെല്ലാം, ഇടത്തോട്ടുള്ള മെഷർമെന്റുകളെല്ലാം നെഗറ്റീവ് ആയിരിക്കും. സിമിലർ വേ വലത്തോട്ടുള്ള മെഷർമെന്റുകളെല്ലാം എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ക്ലിയർ? ലെഫ്റ്റ് സൈഡിലോട്ടുള്ള മെഷർമെന്റുകളെല്ലാം നെഗറ്റീവ് ആയിരിക്കും, റൈറ്റ് സൈഡിലോട്ടുള്ള മെഷർമെന്റുകളെല്ലാം പോസിറ്റീവ് ആയിരിക്കും. മുകളിലോട്ടുള്ള മെഷർമെന്റുകളെല്ലാം പോസിറ്റീവ് ആയിരിക്കും. സിമിലർ വേ താഴോട്ടുള്ള മെഷർമെന്റുകളെല്ലാം നെഗറ്റീവ് ആയിരിക്കും. കാര്യം കൃത്യമായിട്ട് മനസ്സിലായില്ലേ? ആക്സിസ് പോലെ തന്നെ നിങ്ങൾ പഠിച്ചാൽ മതി. ടുവേർഡ്സ് ദ, അല്ലെങ്കിൽ ഈ പറയുന്ന പോളിൽ നിന്ന് റൈറ്റ് സൈഡിലോട്ടുള്ള മെഷർമെന്റുകളെല്ലാം പോസിറ്റീവ് ആണ്, ലെഫ്റ്റ് സൈഡിലോട്ടുള്ള മെഷർമെന്റുകളെല്ലാം നെഗറ്റീവ് ആയിരിക്കും. മുകളിലോട്ട് പോസിറ്റീവും താഴോട്ട് നെഗറ്റീവുമാണ്. ഈ ആക്സിസ് പോലെ പഠിച്ചാൽ മതി. അപ്വേർഡ് പോസിറ്റീവ്, ഡൗൺവേർഡ് നെഗറ്റീവ്, റൈറ്റ് സൈഡിലോട്ട് പോസിറ്റീവ്, ലെഫ്റ്റ് സൈഡിലോട്ട് നെഗറ്റീവ്. അതുപോലെ തന്നെയാണ് ഇവിടെയുള്ള കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷനും. അതും നിങ്ങൾ മനസ്സിനകത്ത് അങ്ങ് ഉറപ്പിച്ചു വെക്കുക. ഈ സൈൻ കൺവെൻഷന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇനി അങ്ങോട്ടുള്ള എല്ലാ ന്യൂമറിക്കൽ പ്രോബ്ലംസും ക്രാക്ക് ചെയ്യാൻ പോകുന്നത്. ഇതറിഞ്ഞില്ലെങ്കിൽ അതെല്ലാം തെറ്റിപ്പോകും, ഒരു സംശയമില്ല. ഇതറിഞ്ഞില്ലെങ്കിൽ അതെല്ലാം തെറ്റിപ്പോവാനാണ് പോകുന്നത്. സോ എല്ലാവരും മനസ്സിലാക്കണം. സോ നമ്മൾ അതിലോട്ട് കടക്കാൻ പോവാണ്. തയ്യാറല്ലേ? റെഡി? എല്ലാവരും ശ്രദ്ധിക്കുക. അതിനു മുൻപായിട്ട് നിങ്ങൾക്കൊരു കാര്യം അറിയണം. ഡിസ്റ്റൻസ് ഓഫ് ആൻ ഒബ്ജക്റ്റ് അഥവാ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസിനെ നമ്മൾ എപ്പോഴും റെപ്രസെന്റ് ചെയ്യുന്നത് യു ഉപയോഗിച്ചാണ്. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഈസ് ഓൾവേസ് റെപ്രസെന്റ് ബൈ യു. ഇമേജ് ഡിസ്റ്റൻസ് ആണെങ്കിൽ നമ്മൾ എപ്പോഴും ഇമേജ് ഡിസ്റ്റൻസിനെ റെപ്രസെന്റ് ചെയ്യുന്നത് വി ഉപയോഗിച്ചാണ്. ഇമേജ് ഡിസ്റ്റൻസ് ഈസ് ഓൾവേസ് റെപ്രസെന്റഡ് ബൈ വി. ക്ലിയർ അല്ലേ? കാര്യം കൃത്യമായിട്ട് മനസ്സിലായോടാ. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസിനെ നമ്മൾ എപ്പോഴും റെപ്രസെന്റ് ചെയ്യുന്നത് യു ഉപയോഗിച്ചാണ് സിംപിളൈസ് ചെയ്യുക. ഇമേജ് ഡിസ്റ്റൻസ് ആണെങ്കിൽ അതിനെ സിംപിളൈസ് ചെയ്യുന്നത് വി ഉപയോഗിച്ചാണ്. ആക്ച്വലി എന്താണ് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്? ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ പോളിൽ നിന്ന് ഒബ്ജക്റ്റിലോട്ടുള്ള ദൂരത്തിനെയാണ് എന്ത് പറയുക? ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുക. പോളിൽ നിന്ന് ഒബ്ജക്റ്റിലോട്ടുള്ള ദൂരത്തിനെ വിളിക്കുന്ന പേരാണ് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്. സിമിലർ വേ പോളിൽ നിന്ന് ഇമേജിലോട്ടുള്ള ദൂരത്തിനെയാണ് നമ്മൾ എന്ത് പറയുക? ഇമേജ് ഡിസ്റ്റൻസ് എന്ന് പറയുക. പോളിൽ നിന്ന് ഇമേജിലോട്ടുള്ള ദൂരത്തിനെയാണ് എന്ത് പറയുക? ഇമേജ് ഡിസ്റ്റൻസ് എന്ന് പറയുക. ഇത് മനസ്സിലങ്ങ് ഉറപ്പിച്ചു വെക്കുക. ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? ഗംഭീരമായിട്ട് മനസ്സിലായോ? അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? അതുപോലെ തന്നെ പോളിൽ നിന്ന് ഫോക്കസിലോട്ടുള്ള ദൂരത്തിനെയാണ് ഫോക്കൽ ലെങ്ത് അഥവാ സ്മോൾ എഫ് എന്ന് പറയുക. അതുകൂടി എല്ലാവരും പഠിച്ചോ. പോളിൽ നിന്ന് ഫോക്കസിലോട്ടുള്ള ദൂരത്തിനെയാണ് ഫോക്കൽ ലെങ്ത് എന്നാണ് പറയുക കേട്ടോ. ഫോക്കൽ ലെങ്ത് അത് സ്മോൾ എഫ് ആണ്. അതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്ക്. ഒബ്ജക്ട് ഡിസ്റ്റൻസ് യു ആണ്, ഇമേജ് ഡിസ്റ്റൻസ് വി ആണ്, ഫോക്കൽ ലെങ്ത് എഫ് ആണ്. എല്ലാം പോളിൽ നിന്നാണ് മെഷർ ചെയ്യുക. അത് നിങ്ങൾ തിരിച്ചറിയണം കേട്ടോ. പോളിൽ നിന്ന് തന്നെയാണ് മെഷർ ചെയ്യുക. റൈറ്റ്. ഇനി
ഒരു പ്രധാനപ്പെട്ട റിലേഷനാണ്. നമ്മൾ ഓൾറെഡി പഠിപ്പിച്ച കാര്യമാണ്. റേഡിയസ് ഓഫ് കർവേച്ചറിന്റെ പകുതിയായിരിക്കും ഫോക്കൽ ലെങ്ത് എന്ന കാര്യം ഞാൻ തുടക്കത്തിലേ നിങ്ങളോട് പറഞ്ഞ കാര്യമാണ്. റേഡിയസ് ഓഫ് കർവേച്ചറിന്റെ പകുതിയായിരിക്കും ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. സോ F=r/2 എന്ന് പറയുന്ന ഫോർമുല എൻ്റെ മക്കളുടെ മനസ്സിൽ വേണം. F=r/2 എന്ന് പറയുന്ന ഫോർമുല എൻ്റെ മക്കളുടെ മനസ്സിൽ വേണം. അത് നിങ്ങൾ എല്ലാവരും പഠിക്കേണ്ടതാണ്, പഠിച്ചിരിക്കേണ്ടതാണ്, പ്രധാനപ്പെട്ടതാണ്. F=r/2. ക്ലിയർ അല്ലേ? സെറ്റ്. അടുത്തതിലൂടെ എടുക്കാം. അടുത്ത ശ്രദ്ധിച്ചോ, അടുത്തൊരു ഫോർമുലയാണ് മിറർ ഫോർമുല. അടുത്ത പ്രധാനപ്പെട്ട ഫോർമുലയാണ് മിറർ ഫോർമുല. എന്താണ് മിറർ ഫോർമുല എന്ന് പറഞ്ഞാൽ? എന്താണ് മിറർ ഫോർമുല എന്ന് പറഞ്ഞു വെച്ചാൽ ഫോക്കൽ ലെങ്ത്തും ഒബ്ജക്റ്റ് ഡിസ്റ്റൻസും ഇമേജ് ഡിസ്റ്റൻസും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഫോർമുലയാണ് ഇത് പറയുക മിറർ ഫോർമുല എന്ന് പറയുന്നത്. ഫോർമുല കണക്ടിങ് ഇമേജ് ഡിസ്റ്റൻസ്, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആൻഡ് ഫോക്കൽ ലെങ്ത് ഈസ് കാൾഡ് മിറർ ഫോർമുല. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? മിറർ ഫോർമുല എന്ന് വിളിക്കുക. ഇത് മനസ്സിൽ അങ്ങ് ഉറപ്പിച്ച് വെച്ചോ. ക്രിസ്റ്റൽ ക്ലിയർ അല്ലടാ. ഇനി ഈ ഫോർമുലയെ നമുക്ക് ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യാൻ പ്രശ്നമില്ല. നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ നോക്കണം. ഡയറക്റ്റ് ആയിട്ട് ന്യൂമറിക്കൽ വരുമ്പോൾ നേരിട്ട് തന്നെ എഴുതാവുന്നതാണ്. ഒന്ന് സിംപ്ലിഫൈ ചെയ്തേ. 1/f ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ എന്ത് വരും? v+u ഡിവൈഡഡ് ബൈ uv എന്ന് വരും. ശരിയല്ലേ? v+u ഡിവൈഡഡ് ബൈ uv. അല്ലെങ്കിൽ നമുക്ക് സിംപ്ലി f എന്ത് എഴുതാം? v+u u+v അല്ലേ? സോ u+v ഡിവൈഡഡ് ബൈ തിരിച്ചെഴുതാണ്. 1/f f ആക്കി എഴുതുമ്പോൾ uv ഡിവൈഡഡ് ബൈ u+v ഇത് എഴുതിയാൽ മതി. സോ F=uv ഡിവൈഡഡ് ബൈ u+v. ഇതൊന്ന് പഠിച്ചു വെച്ചോ. വന്ന വഴി വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് റെസിപ്രോക്കൽ എടുത്തിരിക്കുകയാണ്. 1/f അല്ല, ഇവിടെ f ആണ്. സോ ദാറ്റ്സ് ഇറ്റ്. ഇത് പഠിച്ചില്ലെങ്കിലും പ്രശ്നമില്ല. നേരിട്ട് F=uv ഡിവൈഡഡ് ബൈ u+v. ഇതെന്തായാലും പഠിച്ചിരിക്കണം, പ്രധാനമാണ്, പരീക്ഷകളിൽ ചോദിക്കാറുണ്ട്. uv ഡിവൈഡഡ് ബൈ u+v ആണ് f എന്ന് പറയുന്നത്. കാരണം ഇതുപോലെ 1/f കണ്ടുപിടിച്ചിട്ട് കാര്യമില്ല, ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കേണ്ടത്. സോ ഡയറക്റ്റ് ആയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന കണക്ക് നിങ്ങൾ പഠിക്കുക. uv ഡിവൈഡഡ് ബൈ u+v. u എന്ന് പറഞ്ഞാൽ ഒബ്ജക്ട് ഡിസ്റ്റൻസ് ആണ്, v എന്ന് പറഞ്ഞാൽ ഇമേജ് ഡിസ്റ്റൻസ് ആണ്, f എന്ന് പറഞ്ഞാൽ ഫോക്കൽ ലെങ്ത് ആണ്. മാഗ്നിഫിക്കേഷൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് പഠിക്കേണ്ട കാര്യമാണ്. എന്താണ് മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ? ഒബ്ജക്റ്റിന്റെ വലുപ്പവും ഇമേജിന്റെ വലുപ്പവും തമ്മിൽ കമ്പയർ ചെയ്യുന്ന ഒരു പാരാമീറ്റർ ആണ് മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇമേജിന്റെ വലുപ്പം ഒബ്ജക്റ്റിന്റെ വലുപ്പത്തിനേക്കാളും എത്രത്തോളം വലുതാണ് അല്ലെങ്കിൽ എത്രത്തോളം ചെറുതാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? മാഗ്നിഫിക്കേഷന്റെ അടിസ്ഥാനത്തിലാണ്. ആക്ച്വലി എന്താണ് മാഗ്നിഫിക്കേഷന്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ? യെസ്, it is height of the image divided by height of the object. Height of the image ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്ട്. ഇതാണ് മാഗ്നിഫിക്കേഷന്റെ ഫോർമുല എന്ന് പറയുന്നത്. ഇമേജിന്റെ ഹൈറ്റ് ഡിവൈഡഡ് ബൈ ഒബ്ജക്റ്റിന്റെ ഹൈറ്റ്, ഇമേജിന്റെ ഹൈറ്റ് ഡിവൈഡഡ് ബൈ ഒബ്ജക്റ്റിന്റെ ഹൈറ്റ്. ഇതാണ് മാഗ്നിഫിക്കേഷന്റെ ഫോർമുല. സോ അതിനെ വിന്റെയും യുവിന്റെയും ടേംസിൽ കൂടി നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ, ദാറ്റ് ഈസ് -v/u. ഈ ഫോർമുല പഠിച്ചാൽ മതി. വന്ന വഴി നമുക്ക് ഇമ്പോർട്ടന്റ് അല്ലേ, ജസ്റ്റ് ഈ ഫോർമുല പഠിച്ചോ. m=hi/h0. അതുപോലെ തന്നെ അത് v/u ഇക്വലന്റ് ആയിരിക്കും. യെസ്, ഇറ്റ് ഈസ് ഈക്വൽ ടു v/u. -v/u, മൈനസ് സൈൻ ഇമ്പോർട്ടന്റ് ആണ്. -v/u. ഇനി മാഗ്നിഫിക്കേഷന്റെ അടിസ്ഥാനത്തിൽ കുറെ കൂടി കാര്യങ്ങൾ എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കുക. മാഗ്നിഫിക്കേഷന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കുറച്ചുകൂടി കാര്യങ്ങളുണ്ട്. അതിലോട്ടാണ് നമ്മൾ കിടക്കുന്നത്. എല്ലാവരും ശ്രദ്ധിക്കണം, മുഴുവൻ മക്കളും ശ്രദ്ധിക്കണം. സോ ആദ്യത്തെ കാര്യം, മാഗ്നിഫിക്കേഷൻ ഈക്വൽ ടു 1 ആണ്. ഇവിടെ മോഡുലസ് എടുക്കണം കേട്ടോ. തീർച്ചയായും മോഡുലസ് എടുത്തിട്ട് മാത്രം നിങ്ങൾ റെപ്രസെന്റ് ചെയ്യണം. കാരണം അത് നെഗറ്റീവ് ഓർ പോസിറ്റീവ് ഒക്കെ ആവും. ആ മോഡുലസ് വാല്യൂ ഈക്വൽ ടു 1 ആയാൽ മതി. എന്താണ് മോഡുലസ് എന്ന് പറഞ്ഞുതരാം. ഇപ്പൊ മോഡുലസ് ഓഫ് -2 എന്ന് പറഞ്ഞാൽ 2 ആണ്. മോഡുലസ് ഓഫ് -1 എന്ന് പറഞ്ഞാൽ 1 ആണ്. മോഡുലസ് ഓഫ് -4 എന്ന് പറഞ്ഞാൽ 4 ആണ്. മോഡുലസ് ഓഫ് 4 എന്ന് പറഞ്ഞാൽ അതും 4 ആണ്. സോ നെഗറ്റീവ് നമ്പേഴ്സ് മോഡുലസ് എടുക്കുമ്പോൾ പോസിറ്റീവ് ആയിട്ട് മാറും. ദാറ്റ്സ് ഇറ്റ്. സോ ഇവിടെ മോഡുലസ് ഓഫ് m എന്ന് പറഞ്ഞാൽ 1 ഇക്വലന്റ് ആണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? ഇവിടെ ഉണ്ടായ ഇമേജ് എന്ന് പറഞ്ഞാൽ സെയിം സൈസ് ഓഫ് ഒബ്ജക്റ്റ് ആയിരിക്കും. ഇവിടെ ഉണ്ടാവുന്ന ഇമേജ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റിന്റെ അതേ വലുപ്പമായിരിക്കും ഉണ്ടാവുക. അടുത്ത കാര്യം, മോഡുലസ് ഓഫ് m ഈസ് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ, മോഡുലസ് ഓഫ് m എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ അവിടെ ഉണ്ടായ ഇമേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ലാർജ് ഇമേജ്. വലുപ്പം കൂടിയ ഒബ്ജക്റ്റിനേക്കാളും വലിയ ഇമേജ് ആയിരിക്കും ഇവിടെ ഫോം ചെയ്യുക. മോഡുലസ് ഓഫ് m എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 1 ആണെങ്കിൽ, മോഡുലസ് ഓഫ് m എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 1 ആണെങ്കിൽ ഇവിടെ ഉണ്ടായ ഇമേജ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? യെസ്, ഇറ്റ് ഈസ് എ സ്മോൾ ഇമേജ്. അവിടെ ഉണ്ടായ ഇമേജ് എന്ന് പറഞ്ഞാൽ ഒരു സ്മോൾ ഇമേജ് ആയിരിക്കും, കുഞ്ഞ് ഇമേജ് ആയിരിക്കും. അടുത്തത് നെക്സ്റ്റ് വൺ എല്ലാവരും ശ്രദ്ധിക്കുക. ഈ പറയുന്ന മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആണെങ്കിൽ ഇമേജ് എന്ന് പറഞ്ഞാൽ റിയലും അതുപോലെ തന്നെ ഇൻവേർട്ടഡുമാണ്. മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആണെങ്കിൽ ഇമേജ് എന്ന് പറഞ്ഞാൽ വെർച്വലും അതുപോലെ തന്നെ ഇറക്റ്റുമാണ്. ഇതും നിങ്ങൾ പഠിക്കേണ്ടതാണ്. മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇമേജ് റിയലും ഇൻവേർട്ടഡുമായിരിക്കും. മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആണെങ്കിൽ ഇമേജ് ഈസ് വെർച്വൽ ആൻഡ് ഇറക്റ്റ്. പരീക്ഷകളിൽ
പലതവണ ചോദിച്ച ചോദ്യമാണ്, പഠിക്കേണ്ട ചോദ്യമാണ്, മനസ്സിലാക്കി പഠിക്കേണ്ട കാര്യമാണ്. ഈ പറയുന്ന മാഗ്നിഫിക്കേഷന്റെ ഡിഫറെന്റ് കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു 1 ആണെങ്കിൽ സെയിം സൈസ് ഓഫ് ദ ഒബ്ജക്റ്റ് ആണ്, ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ലാർജ് ഇമേജ് ആയിരിക്കും, ലെസ് ദാൻ 1 ആണെങ്കിൽ സ്മോൾ ഇമേജ് ആയിരിക്കും, മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആണെങ്കിൽ റിയലും ഇൻവേർട്ടഡും ആയിരിക്കും, മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആണെങ്കിൽ വെർച്വലും ഇറക്റ്റും ആയിരിക്കും. മനസ്സിലങ്ങ് ഉറപ്പിച്ചു വെച്ചേക്ക്, ഒരു തരി സംശയം അതിനകത്ത് വേണ്ട, എല്ലാവരും ഉറപ്പിച്ചു വെച്ചോളാം. ഇനി കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് വേണമെങ്കിൽ സിംപ്ലി ചോദിക്കാം. ഇപ്പൊ സപ്പോസ് ഒരു എക്സാമ്പിൾ നമുക്ക് എടുക്കാം. ഇപ്പൊ ഒരു മാഗ്നിഫിക്കേഷൻ അവർ നൽകിയിട്ടുണ്ട്, -2 ആണ് മാഗ്നിഫിക്കേഷൻ. ഈ ഇമേജിന്റെ ഫീച്ചേഴ്സ് ഒക്കെ ഒന്ന് പറയാമോ? ഇമേജിന്റെ ഫീച്ചേഴ്സ്. സോ ആദ്യം നിങ്ങൾ തിരിച്ചറിയേണ്ടത് മോഡുലസ് ഓഫ് എം എന്തായിരിക്കും? യെസ്, മോഡുലസ് ഓഫ് -2. മോഡുലസ് ഓഫ് -2 എടുത്ത് എന്താ വരിക? 2 ആണ്. 2 ഈസ് ഗ്രേറ്റർ ആണ്, ശരിയല്ലേ? മോഡുലസ് ഓഫ് -2 എടുത്താൽ 2 ആണ് വരിക. അത് ഒന്നിനേക്കാളും വലുതാണ്. ഒന്നിനേക്കാളും വലുതാണെങ്കിൽ എന്ത് പറയാൻ സാധിക്കും? യെസ്, ഇറ്റ് ഈസ് എ ലാർജ് ഇമേജ്. ഇമേജ് എന്തായിരിക്കും? ലാർജ് ഇമേജ് ആയിരിക്കും. അടുത്ത നമുക്ക് മാഗ്നിഫിക്കേഷൻ, ഇവിടെ -2 അല്ലേ, സോ അത് നെഗറ്റീവ് മാഗ്നിഫിക്കേഷൻ ആണ്. നെഗറ്റീവ് മാഗ്നിഫിക്കേഷൻ ആണെങ്കിൽ എന്ത് മനസ്സിലാക്കാം? യെസ്, ഇമേജ് ഈസ് റിയൽ ആണ്, അതുപോലെ തന്നെ ഇൻവേർട്ടഡ് ആണ്. ഇമേജ് റിയലും ഇൻവേർട്ടഡുമാണ്. ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? അടിപൊളിയായിട്ട് മനസ്സിലായോ? അന്തസ്സായിട്ട് മനസ്സിലായില്ലേ? ഓക്കെ, ഇങ്ങനെയാണ് എടുക്കുക. വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോ. ഇപ്പൊ മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ 3 ആണെന്ന് വിചാരിക്കും. മാഗ്നിഫിക്കേഷൻ ഈസ് 3. സോ എന്ത് മനസ്സിലാക്കാം? മോഡുലസ് ഓഫ് എം എടുത്തു കഴിഞ്ഞു വെച്ചാൽ ഇവിടെ മോഡുലസ് ഓഫ് 3, ദാറ്റ് ഈസ് 3 ഈസ് ഗ്രേറ്റർ ദാൻ 1 ആണ്. 3 ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഇമേജ് എന്താണ്? ഇമേജ് ഈസ് എ ലാർജ് ഇമേജ്. സംശയമില്ല, ഇമേജ് ഒരു ലാർജ് ഇമേജ് ആണ്. പിന്നെ ഇവിടെ നമുക്ക് മനസ്സിലാക്കാം മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ പോസിറ്റീവ് ആണ്. മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആണെങ്കിൽ M+3 അല്ലേ? മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആണെങ്കിൽ എന്ത് ഇമേജ് ആണ്? യെസ്, ഇറ്റ് ഈസ് വെർച്വൽ ഇമേജ്. വെർച്വൽ എല്ലാം ഇറക്റ്റ് ആയി. ക്ലിയർ അല്ലേ? കാര്യം കൃത്യമായിട്ട് മനസ്സിലായില്ലേ? സോ മാഗ്നിഫിക്കേഷന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് ഇമേജിനെ തിരിച്ചറിയുന്നത്, ആ ഇമേജിന്റെ പ്രത്യേകതകൾ മനസ്സിലാക്കുന്ന കാര്യം അടിപൊളിയായിട്ട് മനസ്സിലായില്ല. എൻ്റെ മക്കൾക്ക് മനസ്സിലായില്ലടാ, അടിപൊളിയല്ലടാ. എങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം. ക്ലിഞ്ചൻ അല്ലേ? എങ്കിൽ നമുക്ക് കുറേ പ്രോബ്ലംസ് നിങ്ങളെ കാത്തിരിപ്പുണ്ട്. ഇതൊക്കെ നമ്മൾ പഠിച്ചാണ്. ഞാൻ കളയുവാണ്, ഞാൻ എഴുതി തന്ന പിന്നെ ഇതിന്റെ ആവശ്യം. ഇനി കുറച്ച് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിലും പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാവാം. ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് എത്ര പഠിച്ചാലും തലയ്ക്കകത്ത് കയറുന്നില്ല എന്ന കാര്യം പലരും എന്നോട് പറഞ്ഞതാണ്. സോ ആ പറയുന്ന കൺഫ്യൂഷൻ ആണ് നമ്മളിപ്പോൾ തീർക്കാൻ പോകുന്നത്. അതാണ് നമ്മൾ പഠിച്ചെടുക്കാൻ പോകുന്നത്. റൈറ്റ്, ഫൈൻഡ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് കോൺകേവ് മിറർ. കോൺകേവ് മിററിന്റെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കണം. റേഡിയസ് ഓഫ് കർവേച്ചർ 32 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞു. റേഡിയസ് ഓഫ് കർവേച്ചർ 32 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞു. കോൺകേവ് മിററിന്റെ ഫോക്കൽ ലെങ്ത് ആണ് കണ്ടുപിടിക്കുന്നത്. ഫോക്കൽ ലെങ്ത് ആണ് കണ്ടുപിടിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, നമുക്കറിയാം റേഡിയസ് ഓഫ് കർവേച്ചർ അവർ പറയുന്നു 32 സെന്റിമീറ്റർ. ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് കർവേച്ചറിന്റെ പകുതിയല്ലേ? സോ 32/2 ഈക്വൽ ടു 16 എന്ന് കിട്ടും. പക്ഷെ നിങ്ങൾ തിരിച്ചറിയേണ്ട കാര്യം ഫോക്കൽ ലെങ്ത് ഓഫ് എ കോൺകേവ് മിറർ ആണ്. കോൺകേവ് മിററിന്റെ ഫോക്കസ് വരുന്നത് ലെഫ്റ്റ് സൈഡ് അല്ലേ? കോൺകേവ് മിററിന്റെ ഫോക്കസ് വരുന്ന ലെഫ്റ്റ് സൈഡ് അല്ലേ? ലെഫ്റ്റ് സൈഡിലോട്ടുള്ള മെഷർമെന്റുകളെല്ലാം നെഗറ്റീവ് ആണെന്ന് കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷനിൽ പഠിച്ചല്ലേ? ഒരു കോൺകേവ് മിറർ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോടാ? കോൺകേവ് മിറർ ഇങ്ങനെയാണ്, പാരലി വരുന്ന റേസ് ആഫ്റ്റർ റിഫ്ലക്ഷൻ ഇവിടെയാണ് മീറ്റ് ചെയ്യുന്നത്. സോ കോൺകേവ് മിററിന്റെ ഫോക്കൽ ലെങ്ത് വരുന്നത് നെഗറ്റീവ് ആണ്, ലെഫ്റ്റ് സൈഡ് ആയിരിക്കും. സോ നെഗറ്റീവ് ആയതുകൊണ്ട് ഇവിടെ എന്ത് എഴുതണം? ഫോക്കൽ ലെങ്ത് ഈക്വൽ ടു -16 സെന്റിമീറ്റർ. അവിടെ തെറ്റു വരുത്താൻ പാടില്ല. ഹിയർ ദ ഫോക്കൽ ലെങ്ത് ഈസ് നെഗറ്റീവ് ബിക്കോസ് എന്താണ് പ്രത്യേകത? അതൊരു കോൺകേവ് മിറർ ആണ്. കോൺകേവ് മിറർ ആണെങ്കിൽ ഫോക്കൽ ലെങ്ത് എന്തായിരിക്കും? കോൺകേവ് മിറർ ആണെങ്കിൽ ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആയിരിക്കും. അത് മനസ്സിലങ്ങ് ഉറപ്പിച്ചു വെക്കുക, എല്ലാവരും പഠിച്ചു വെക്കുക. റൈറ്റ്, അടുത്ത ക്വസ്റ്റ്യൻ. When an object is placed in front of a concave mirror, ഇതും കോൺകേവ് മിററിന്റെ കാര്യമാണ് പറയുന്നത്. ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 60 സെന്റിമീറ്റർ. ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത് 60 സെന്റിമീറ്റർ അകലെയാണ്. ഇമേജ് ഒബ്റ്റെയിൻഡ് ഓൺ ദ സ്ക്രീൻ. ഇമേജ് എവിടെ ഒബ്റ്റെയിൻ ചെയ്തിരിക്കുന്നത്? സ്ക്രീനിലാണ് ഒബ്റ്റെയിൻ ചെയ്തത്. അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 30 സെന്റിമീറ്റർ. ഫൈൻഡ് ദ ഫോക്കൽ ലെങ്ത്. ഫോക്കൽ ലെങ്ത് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം കോൺകേവ് മിററാണ്. ആദ്യത്തെ കാര്യം, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് 60 സെന്റിമീറ്റർ എന്ന് പറഞ്ഞു. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസിന് എപ്പോഴും യു എന്നാണ് ഡിനോട്ട് ചെയ്യുക. ഒബ്ജക്റ്റ് എപ്പോഴും ഒരു മിററിന്റെ ലെഫ്റ്റ് സൈഡ് അല്ലേ പ്ലേസ് ചെയ്യുക? ഞാൻ വേണമെങ്കിൽ വരച്ച് കാണിച്ചു തരാം. യെസ്, ഇതൊരു കോൺകേവ് മിറർ ആണെന്ന് വിചാരിക്കുക. ഇത് പ്രിൻസിപ്പൽ ഫോക്കസ് ആണെന്ന് വിചാരിക്കുക. നമ്മുടെ ഇമേജ് ഒബ്ജക്റ്റ് എപ്പോഴും വെക്കുന്നത് ഇടതുഭാഗത്താണ്, ലെഫ്റ്റ് സൈഡ് ആണ്. സോ ഈ പറയുന്ന ലെഫ്റ്റ് സൈഡിലോട്ടുള്ള മെഷർമെന്റുകൾ എല്ലാം നെഗറ്റീവ് അല്ലേ? എല്ലാം നെഗറ്റീവ് അല്ലേ? സോ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഉറപ്പായും നെഗറ്റീവ് ആയിരിക്കില്ലേ? യെസ്, ഇറ്റ് ഈസ് -60 സെന്റിമീറ്റർ. ഇമേജ് ഫോം ചെയ്യുന്നത് എവിടെയാണ്? ഇമേജിന്റെ അടുത്തൊരു കാര്യം, ഇമേജ് ഈസ് ഒബ്റ്റെയിൻഡ് ഓൺ എ സ്ക്രീൻ. സ്ക്രീനിൽ ഒബ്റ്റെയിൻ ചെയ്ത ഇമേജ്. മക്കളെ, സ്ക്രീനിൽ ഒബ്റ്റെയിൻ ചെയ്യാൻ സാധിക്കുന്ന ഇമേജ് എന്ന് പറഞ്ഞാൽ എന്ത് ഇമേജ് ആണ്? അത് ഉറപ്പായും റിയൽ ഇമേജ് ആയിരിക്കും.
സ്ക്രീനിൽ ഒബ്റ്റെയിൻ ചെയ്യാൻ സാധിക്കുന്ന ഇമേജ് എന്ന് പറഞ്ഞാൽ റിയൽ ഇമേജ് ആണ്. റിയൽ ഇമേജ് എപ്പോഴും ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ ആണ് ഫോം ചെയ്യുക. സോ ഇടതുഭാഗത്താണ് ഫോം ചെയ്യുക. അതും നെഗറ്റീവ് അല്ലേ? ഇമേജ് ഡിസ്റ്റൻസ് നെഗറ്റീവ് ആയിരിക്കില്ലേ? റിയൽ ഇമേജുകൾ എപ്പോഴും ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ ആണ് ഫോം ചെയ്യുക. സോ മിററിന്റെ മുന്നിലാണ്. സോ ഇടത്തോട്ടുള്ള മെഷർമെന്റ് എല്ലാം നെഗറ്റീവ് ആണ്. സോ ഇവിടെയും ഇമേജ് ഡിസ്റ്റൻസ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. സോ ദാറ്റ് ഈസ് -30 സെന്റിമീറ്റർ. വി ഹാവ് ടു ഫൈൻഡ് ഫോക്കൽ ലെങ്ത്. ക്ലിയർ അല്ലേ? കാര്യം കൃത്യമായിട്ട് മനസ്സിലായില്ല, ഒരു തരി സംശയമില്ലാലോ. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസും ഇമേജ് ഡിസ്റ്റൻസും എന്തുകൊണ്ട് നെഗറ്റീവ് എന്ന കാര്യം നിങ്ങൾ തിരിച്ചറിയുക. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഓൾവേസ് നെഗറ്റീവ് ആയിരിക്കും. ഏത് മിറർ എടുത്താലും ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് നെഗറ്റീവ് ആയിരിക്കും. ഇമേജ് ഡിസ്റ്റൻസ് നെഗറ്റീവ് ആകാൻ കാരണം ഇതൊരു റിയൽ ഇമേജ് ആയതുകൊണ്ടാണ് ഇമേജ് ഡിസ്റ്റൻസ് നെഗറ്റീവ് ആയിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാം. നമുക്ക് അറിയുന്ന ഇക്വേഷൻ F = uv / u + v ആണ്. u എത്രയാണ്? u എന്ന് പറഞ്ഞാൽ -60 ആണ്. -60 ഇൻറ്റു v എത്രയാണ്? -30 ആണ്. ഡിവൈഡഡ് ബൈ -60 പ്ലസ് -30 എത്രയാടാ? 6 × 3 3 18. സോ 180 ഡിവൈഡഡ് ബൈ -90 എന്ന് വരും. ക്ലിയർ അല്ലേ? 0 വെട്ടിക്കളി. 9 18ൽ 2 തവണ. ഓ മൈ ഗോഡ്, ഇവിടെ ഒരു 0 കൂടി ഇടേണ്ട ആവശ്യമുണ്ടല്ലേ? ആടാ, 180 1800 ആയിരിക്കില്ലേ? 1800. സോ ഒരു 0 പോയിട്ടും ആ 0 വെട്ടിക്കളഞ്ഞതിൽ അത്ര ഒരു അന്തസ് കുറവുണ്ടല്ലേ? നമുക്ക് ഒന്നുകൂടി അന്തസ്സായിട്ട് വെട്ടിക്കളയാം. എല്ലാവരും ശ്രദ്ധിക്കണം. റെഡി. 180 അല്ല വരിക, 1800 ആണ് വരിക. കാരണം 2 0 ഇടണം. താഴെയുള്ളത് -90 ആണ്, സംശയമില്ല. ഇനി 0 വെട്ടിക്കോ. 0 വെട്ടി 9 18ൽ 2 തവണ. സോ 20 വരും. ഈ മൈനസ് മുകളിലോട്ട് പോകുമ്പോൾ -20 ആവും. സോ ഫോക്കൽ ലെങ്ത് = -20 സെന്റിമീറ്റർ. ഫോക്കൽ ലെങ്ത് വരും -20 സെന്റിമീറ്റർ. ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആയിരിക്കും. കാരണം എന്താണ്? ഇതൊരു കോൺകേവ് മിറർ അല്ലേ? കോൺകേവ് മിറർ ആയതിനാൽ തന്നെ ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആയിരിക്കും. ഒരു തരി സംശയം എന്റെ മക്കൾക്ക് വേണ്ട. ഗംഭീരമായിട്ട് ഈ ചോദ്യം മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. എങ്കിൽ അടുത്തതിലോട്ട് കിടക്കാം. ഇത് അതിനേക്കാളും അടിപൊളിയായ ഒരു അന്തസ്സുള്ള ചോദ്യമാണ്, പഠിക്കേണ്ട ചോദ്യമാണ്. എന്റെ മക്കൾ ശ്രദ്ധിക്കണം. ആൻ ഒബ്ജക്റ്റ് ഓഫ് ഹൈറ്റ് 5 സെന്റിമീറ്റർ. ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് ആണ് 5 സെന്റിമീറ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത്. പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 12 സെന്റിമീറ്റർ ഇൻ ഫ്രണ്ട് ഓഫ് എ കോൺകേവ് മിറർ. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് 12 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എ റിയൽ ഇമേജ് ഈസ് ഫോംഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 24 സെന്റിമീറ്റർ. റിയൽ ഇമേജ് 24 സെന്റിമീറ്റർ അകലെ ഫോം ചെയ്തു. സോ ഈ പാരാമീറ്റേഴ്സ് ഒക്കെ നമുക്കൊന്ന് എടുത്തെഴുതാം. ശ്രദ്ധിക്കണം. ഒബ്ജക്റ്റിന്റെ ഹൈറ്റ്, സോ HO എന്ന് കൊടുത്തു. അതെത്രയാണ്? അത് 5 സെന്റിമീറ്റർ. ഒബ്ജക്റ്റ് എപ്പോഴും മുകളിലോട്ടാണ് ഉണ്ടാവുക. സോ പോസിറ്റീവ് ആയിരിക്കും. ഒബ്ജക്റ്റ് ഹൈറ്റ് ഈസ് 5 സെന്റിമീറ്റർ. അടുത്ത ഡിസ്റ്റൻസ് ഓഫ് ദ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് 12 സെന്റിമീറ്റർ എന്ന് പറയാൻ ഓൾവേസ് നെഗറ്റീവ് ആയിരിക്കും, സംശയം വേണം. 12 സെന്റിമീറ്റർ. ഇവിടെ ഇമേജ് എന്ന് പറഞ്ഞാൽ എന്ത് ഇമേജ് ആണ്? റിയൽ ഇമേജ് ആണ്. ഞാൻ പറഞ്ഞു, റിയൽ ഇമേജ് ആണെങ്കിൽ ഉറപ്പായും ഇമേജ് ഡിസ്റ്റൻസ് നെഗറ്റീവ് ആയിരിക്കും. സോ ദാറ്റ് ഈസ് 24 പറഞ്ഞു. സോ -24 സെന്റിമീറ്റർ എന്ന് എഴുതണം. ക്വസ്റ്റ്യൻ എന്താണ്? കാൽക്കുലേറ്റ് മാഗ്നിഫിക്കേഷൻ. മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കുക. ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കുക എന്നതാണ് ക്വസ്റ്റ്യൻ. സോ മാഗ്നിഫിക്കേഷന്റെ ഫോർമുല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞു വെച്ചാൽ HI/H0 എഴുതാം. പക്ഷെ അവിടെ വിയും യുവും ഉള്ളത് കൊണ്ട് നമുക്ക് ഏത് ഫോർമുല വേണം യൂസ് ചെയ്യാം. മാഗ്നിഫിക്കേഷൻ = HI/H0 അല്ലെങ്കിൽ -V/U. ഇവിടെ നിങ്ങൾ തിരിച്ചറിയേണ്ടത് നമ്മുടെ കയ്യിൽ എന്തില്ല? നമ്മുടെ കയ്യിൽ ഇവിടെ HI ഇല്ല. സോ അതുകൊണ്ട് -V/U ഫോർമുല യൂസ് ചെയ്യാം. സിംപ്ലി -V/U. V എത്രയാണ്? -24. ശരിയല്ലേ? U എത്രയാണ്? -12. ക്ലിയർ അല്ലേ? സോ -of പ്ലസ് വരില്ലേ? 24 ഡിവൈഡ് ബൈ -12 = -2. സോ മാഗ്നിഫിക്കേഷൻ എത്ര വന്നു? മാഗ്നിഫിക്കേഷൻ -2 ആയി. ക്ലിയർ? അതാണ് ക്വസ്റ്റ്യന്റെ ഉത്തരം എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ ആൻസർ എന്താ? ഫൈൻഡ് ഹൈറ്റ് ഓഫ് ദി ഇമേജ്. ഇമേജിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കുക. വി ഹാവ് ടു ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദി ഇമേജ്. നിസ്സാരമാണ്. ഈ ഇക്വേഷൻ ഒന്ന് റിലേറ്റ് ചെയ്താൽ മതി. നമുക്ക് അറിയുന്ന കാര്യമാണ്. HI/H0 എന്ന് പറഞ്ഞാൽ -V/U ഈക്വലന്റ് ആണ്. എങ്കിൽ HI = എന്ത് എഴുതാം? -V/U ഇൻറ്റു എന്ത് എഴുതാം? H0 എന്ന് എഴുതാം. ശരിയല്ലേ? ഈ H0 ഇവിടെ ഡിവൈഡ് ആണ്, അപ്പർ സൈഡിലോട്ട് പോകുമ്പോൾ ഇൻറ്റു ആയിട്ട് മാറും. സോ HI = -V/U ഇൻറ്റു H0. ക്ലിയർ അല്ലടാ? എങ്കിൽ എല്ലാവരും ശ്രദ്ധിക്കടാ. HI = എന്ത് വരും? -V/U. V എത്രയാടാ? -24 ആണ്. സോ -24 ഡിവൈഡ് ബൈ U എത്രയാണ്? U എന്ന് പറഞ്ഞാൽ കണ്ടുപിടിച്ചാണ് -12 ഇൻറ്റു H0 എത്രയാണ്? H0 എന്ന് പറഞ്ഞാൽ 5 ആണ്. സോ HI = 24 ഡിവൈഡ് ബൈ -12 ഇൻറ്റു 5. സോ HI = എത്ര വരും? -2 ഇൻറ്റു 5. സോ HI = എത്ര വരും? -10 സെന്റിമീറ്റർ.
HI ഈക്വൽ എത്രയാണ്? -10 സെന്റിമീറ്റർ ആണ്. ഒരു തരി സംശയം നിങ്ങൾക്ക് വേണ്ട. സിംപ്ലി അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അറിയാം -v/u എന്ന് പറഞ്ഞാൽ -2 ആണെന്നുള്ള കാര്യം നമുക്ക് അറിയുന്ന കാര്യമാണ്. സോ -2ന്റെ കൂടെ ഈ പറയുന്ന 5 ഗുണിച്ചാൽ മതി, നേരിട്ട് ആൻസർ കിട്ടും. എങ്കിലും ഞാൻ ആ മെത്തേഡിലൂടെ ചെയ്തതേ ഉള്ളൂ. സോ HI അഥവാ ഹൈറ്റ് ഓഫ് ദി ഇമേജ് എന്താണ്? -10 ആണ്. എന്തുകൊണ്ടാണ് ഹൈറ്റ് ഓഫ് ദി ഇമേജ് മൈനസ് വന്നത്? അതിന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോ. ഇവിടെ ഉണ്ടാവുന്ന ഇമേജ് എന്ത് ഇമേജ് ആണെന്ന് പറഞ്ഞു? റിയൽ ഇമേജ് ആണ്. റിയൽ ഇമേജുകളുടെ പ്രത്യേകത എന്താണ്? അവ ഓൾവേസ് ഇൻവേർട്ടഡ് ആയിരിക്കും. താഴോട്ട് തല കീഴായിട്ടുള്ള ഇമേജ് ആണ്. തല കീഴായിട്ടുള്ള ഇമേജ് ആണെങ്കിൽ ഡൗൺവേർഡ് ഡയറക്ഷനിലാണെങ്കിൽ അത് നെഗറ്റീവ് അല്ലേ അക്കോർഡിംഗ് ടു കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ. അതുകൊണ്ടാണ് ഇവിടെ ഉത്തരം എന്ത് കിട്ടിയിരിക്കുന്നത്? നെഗറ്റീവ് കിട്ടിയിരിക്കുന്നത്. അത് മനസ്സിലാക്കുക, തിരിച്ചറിയുക. ഓരോ കാര്യങ്ങൾ വരുമ്പോഴും അത് എന്തുകൊണ്ടാണ് എന്ന കാര്യം നിങ്ങൾ എല്ലാവരും തിരിച്ചറിയണം. ആ രീതിയിൽ നിങ്ങൾ പഠിക്കേണ്ടതുമാണ്. റൈറ്റ്, മുന്നോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ മിറേഴ്സ് ഫോംസ് ആർ ലാർജർ ദാൻ ദ ഒബ്ജക്റ്റ്? ഇതിൽ ഏത് മിററാണ് ലാർജർ ഇമേജ് ഫോം ചെയ്യുക? പ്ലെയിൻ മിറർ. പ്ലെയിൻ മിറർ എന്ന് പറഞ്ഞാൽ മുഖം നോക്കുന്ന കണ്ണാടിയാണ്. അത് നമ്മുടെ അതേ വലുപ്പമുള്ള ഇമേജ് ആണ് ഫോം ചെയ്യുക. സെയിം സൈസ് ഓഫ് ദ ഒബ്ജക്റ്റ്, സെയിം സൈസ് ആണ് ആര് ഫോം ചെയ്യുക? പ്ലെയിൻ മിറർ ഫോം ചെയ്യുക. കോൺവെക്സ് മിററിൽ ഉണ്ടാവുന്ന ഇമേജിനെ പറ്റി പഠിച്ചു. അതെപ്പോഴും എങ്ങനെയാണ്? സ്മോളർ ആണ്. കോൺകേവ് മിററിലാണ് എന്ത് ചെയ്യുക? ലാർജർ ഇമേജ് ഫോം ചെയ്യുക. സോ ആൻസർ ഈസ് കോൺകേവ് മിറർ. കോൺകേവ് മിററിലാണ് ഒബ്ജക്റ്റിനേക്കാളും വലിയ ഇമേജ് ഫോം ചെയ്യുന്നത്. എവിടെയാണ്? കോൺകേവ് മിററിലാണ്. അത് മനസ്സിൽ അങ്ങ് ഉറപ്പിച്ചു വെക്കുക. എല്ലാവരും ഒന്ന് പഠിച്ചു വെക്കുക. അടുത്ത ചോദ്യം. മാഗ്നിഫിക്കേഷൻ ഓഫ് ദി ഇമേജ് ഫോംഡ് ഈസ് -1. മാഗ്നിഫിക്കേഷൻ -1 ആണ്. എന്താണ് നെഗറ്റീവ് സൈനിനെ സൂചിപ്പിക്കുന്നത്? അത് ഏത് മിററാണ്? ആ ഒബ്ജക്റ്റിന്റെ പൊസിഷൻ എത്രയാണ് എന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. നിസ്സാരമായിട്ട് പറയാൻ സാധിക്കും, ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം മതി. ഇവിടെ മാഗ്നിഫിക്കേഷൻ എത്രയാണെന്നാ പറയുന്നത്? മാഗ്നിഫിക്കേഷൻ ഈക്വൽ ടു -1. ക്ലിയർ? ഓക്കെ, അപ്പൊ മോഡുലസ് എടുക്കാം. സോ മോഡുലസ് ഓഫ് m ഈക്വൽ ടു മോഡുലസ് ഓഫ് -1, ദാറ്റ് ഈസ് ഈക്വൽ ടു 1. സോ മാഗ്നിഫിക്കേഷൻ 1ൽ ഈക്വൽ ആണെങ്കിൽ എന്ന് മനസ്സിലാക്കാം ഒബ്ജക്റ്റിനും ഇമേജിനും ഒരേ വലുപ്പമാണ്. സോ സെയിം സൈസ് ഓഫ് ഒബ്ജക്റ്റ് ആയിരിക്കും. ക്ലിയർ അല്ലേ? ഒബ്ജക്റ്റിനും ഇമേജിനും ഒരേ വലുപ്പമായിരിക്കും. മാഗ്നിഫിക്കേഷന്റെ മോഡുലസ് വാല്യൂ 1ന് ഇക്വലന്റ് ആയി കഴിഞ്ഞാൽ. പിന്നെ നമുക്കറിയാം മാഗ്നിഫിക്കേഷൻ ഇവിടെ എന്താണ്? നെഗറ്റീവ് ആണ്. മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആണെങ്കിൽ അവിടെയുള്ള ഇമേജ് എന്ന് പറഞ്ഞാൽ റിയലും അതുപോലെ തന്നെ ഇൻവേർട്ടഡും ആയിരിക്കും. ഇമേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ആൾസോ എ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ്. ശരിയല്ലേ? അത് റിയലും ഇൻവേർട്ടഡുമായ ഒരു ഇമേജ് ആയിരിക്കും ഇവിടെ ഫോം ചെയ്തിട്ടുണ്ടാവുക. ആ കാര്യവും നിങ്ങൾക്ക് ക്ലിയർ ആണ്, സംശയമില്ല എന്ന കാര്യം എനിക്ക് ഉറപ്പാണ്. അടുത്ത കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. നെക്സ്റ്റ് പോയിന്റ്. സെയിം സൈസ് ഓഫ് ദ ഒബ്ജക്റ്റില് റിയലും ഇൻവേർട്ടഡുമായിട്ട് ഇമേജ് ഫോം ചെയ്യണമെങ്കിൽ സെയിം സൈസ് ഓഫ് ദ ഒബ്ജക്റ്റിൽ റിയലും ഇൻവേർട്ടഡുമായിട്ട് ഇമേജ് ഫോം ചെയ്യണമെങ്കിൽ കോൺകേവ് മിറർ തന്നെ ആയിരിക്കും. എവിടെ ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്യണം? പഠിച്ചതല്ലടാ മക്കളെ. സെന്റർ ഓഫ് കർവേച്ചറിൽ ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ ഇമേജ് ഫോർമേഷൻ നടക്കുന്നതും സെന്റർ ഓഫ് കർവേച്ചറിലായിരിക്കും. ആ ഇമേജിന്റെ ഫീച്ചർ റിയലും ഇൻവേർട്ടഡുമായിരിക്കും. പഠിച്ചതല്ലേ? അന്തസ്സായിട്ട് പഠിച്ചതല്ലേ? സോ ആ ചോദ്യമാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിച്ചത്. സോ ഇതോടുകൂടി റിഫ്ലക്ഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. റിഫ്ലക്ഷനകത്തുള്ള മുഴുവൻ കൺസെപ്റ്റുകളും എല്ലാ റേ ഡയഗ്രാംസും എല്ലാ പോസിബിൾ ന്യൂമറിക്കൽസും നമ്മൾ ക്രാക്ക് ചെയ്തിരിക്കുന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഇതിനെയാണ് റിഫ്രാക്ഷനെ കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. സെറ്റ് മക്കളെ, റിഫ്രാക്ഷൻ ഇതാ തുടങ്ങുകയാണ്. റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. ആക്ച്വലി എന്താണ് ഈ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ? ഒരു ബീക്കറിൽ വെള്ളം എടുത്ത് നമ്മളൊരു ടോർച്ച് ലൈറ്റ് അടിക്കുന്ന ചിത്രമാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ആ പ്രകാശത്തിന്റെ ആ ലൈറ്റിന്റെ പാത്തിൽ നിങ്ങൾക്കൊരു ഡീവിയേഷൻ ഫീൽ ആവുന്നുണ്ടോ? ആക്ച്വലി ആ ലൈറ്റ് നോക്കടാ, ഇങ്ങനെ വന്ന് പതിക്കുന്ന ലൈറ്റ് ഇങ്ങനെ പോകുന്നതിനു പകരം ആ ലൈറ്റിന്റെ പാത്തിൽ ഒരു ഡീവിയേഷൻ എന്റെ മക്കൾക്ക് ഫീൽ ആവുന്നുണ്ടോ? ലൈറ്റ് ഇങ്ങനെയാണ് പോകുന്നത്, ചരിഞ്ഞു പോകുന്നു. ലാലേട്ടിനെ പോലെയൊക്കെ ആ ലൈറ്റ് ഒന്ന് ചരിഞ്ഞു പോകുന്നു. ആ ലൈറ്റിന്റെ പാത്തിൽ ഒരു ഡീവിയേഷൻ സംഭവിക്കുന്നു. ആ ഡീവിയേഷനെയാണ് നമ്മൾ എന്ത് പറയുക? റിഫ്രാക്ഷൻ എന്ന് പറയുക. റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ഈസ് ദ bending of light or deviation in the path of light when it moves from one medium to another. ഒരു മീഡിയത്തിൽ നിന്ന് അടുത്ത മീഡിയത്തിലോട്ട് കടക്കുന്ന സമയത്ത് ലൈറ്റിന്റെ പാത്തിന് സംഭവിക്കുന്ന ഡീവിയേഷനെ, ആ ബെൻഡിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുക? റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുക. ആ ബെൻഡിങ്ങിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലായില്ലേ? ഒരു തരി സംശയമില്ലാതെ മനസ്സിലായില്ലേ? അന്തസ്സായിട്ട് മനസ്സിലായില്ലേ? യെസ്, ദിസ് ഈസ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. ക്ലിഞ്ചൻ അല്ലേടാ മക്കളെ? യെസ്, ക്ലിഞ്ചൻ ആണെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. സോ ഗൈസ്, അടുത്തത്
കണ്ടീഷൻ ഫോർ റിഫ്രാക്ഷൻ. റിഫ്രാക്ഷൻ സംഭവിക്കാനുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണ്? ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് റിഫ്രാക്ഷൻ സംഭവിക്കുക, അല്ലെങ്കിൽ അതിന്റെ റിക്വയർമെന്റ്സ് എന്തൊക്കെ, നീഡ് എന്തൊക്കെയാണ്? ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ലൈറ്റ് റേ ചരിഞ്ഞു വന്നു പതിക്കണം. അതാണ് ഇവിടെ ഒബ്ലിക്വലി എന്ന് പറഞ്ഞു വെച്ചാൽ ചരിഞ്ഞു വന്നു പതിക്കണം. അതായത് നിവർന്ന് നേരെ വന്ന് പതിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരിക്കലും റിഫ്രാക്ഷൻ സംഭവിക്കില്ല. ഇറ്റ് ഷുഡ് ബി ഇൻക്ലൈൻഡ്. അത് ചരിഞ്ഞിട്ടായിരിക്കണം വന്ന് പതിക്കേണ്ടത്. അടുത്തത്, അവിടെ രണ്ട് മീഡിയംസ് എന്തായാലും ഉണ്ടാവണം. ആ മീഡിയംസിന്റെ ഇടയിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയിൽ ഡിഫറൻസ് വേണം. ഉറപ്പായും രണ്ട് മീഡിയംസ് വേണം. ആ രണ്ട് മീഡിയംസിനിടയിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയിൽ ഡിഫറൻസ് വേണം. പറയാം. ആദ്യം ലൈറ്റ് വന്ന് ചരിഞ്ഞു പതിക്കണം. പിന്നെ ഒരു മീഡിയത്തിൽ നിന്ന് അടുത്ത മീഡിയത്തിലോട്ട് ലൈറ്റ് ട്രാവൽ ചെയ്യണം. എങ്കിലേ അവിടെ റിഫ്രാക്ഷൻ സംഭവിക്കത്തുള്ളൂ. അങ്ങനെ രണ്ട് മീഡിയംസ് ഉണ്ടല്ലോ, ആ രണ്ട് മീഡിയംസിനിടയിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയിൽ ഡിഫറൻസ് വേണം. എന്താണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്നായിരിക്കും നിങ്ങളുടെ മനസ്സിലുള്ള ചോദ്യം എന്ന് പറയുക. അതിന്റെ മലയാളത്തിൽ പ്രകാശ സാന്ദ്രത എന്നാണ് പറയുക. പ്രകാശ സാന്ദ്രത എന്ന് പറയാം. റൈറ്റ്. ആക്ച്വലി അതെന്താന്ന് പറഞ്ഞു ചോദിച്ചാൽ, ലൈറ്റ് ഓരോ മീഡിയത്തിലും ഡിഫറെന്റ് സ്പീഡിലാണ് ട്രാവൽ ചെയ്യുന്നത്. എയറിലുള്ള സ്പീഡല്ല വാട്ടറിൽ ഉണ്ടാവുക, വാട്ടറിലുള്ള സ്പീഡല്ല ഗ്ലാസ്സിൽ ഉണ്ടാവുക, ഗ്ലാസ്സിലുള്ള സ്പീഡല്ല ഡയമണ്ടിൽ ഉണ്ടാവുക. സോ ഓരോ മീഡിയത്തിലും ലൈറ്റിന്റെ സ്പീഡ് ഡിഫറെന്റ് ആണ്. ഈ മീഡിയത്തിൽ ലൈറ്റിന്റെ സ്പീഡ് ഡിഫറെന്റ് ആവാൻ കാരണം ആ മീഡിയത്തിന്റെ ഒക്കെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഡിഫറെന്റ് ആയതുകൊണ്ടാണ്. കാര്യം മനസ്സിലായോ? സോ വാട്ടറിന്റെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി അല്ല ഗ്ലാസ്സിൽ ഉണ്ടാവുക, ഗ്ലാസിന്റെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി അല്ല ഡയമണ്ടിന് ഉണ്ടാവുക, ആ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി അല്ല എയറിന് ഉണ്ടാവുക. സോ ഓരോ മീഡിയത്തിലും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഡിഫറെന്റ് ആയതുകൊണ്ടാണ് ആ മീഡിയത്തിലൂടെയുള്ള ലൈറ്റിന്റെ സ്പീഡ് ഡിഫറെന്റ് ആയിരിക്കുന്നത്. സോ ലൈറ്റിന്റെ സ്പീഡിനെ സ്വാധീനിക്കുന്ന ആ മീഡിയത്തിന്റെ പ്രോപ്പർട്ടിനെയാണ് എന്ത് പറയുക? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയുക. ഇറ്റ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് ദ മീഡിയം വിച്ച് ഇൻഫ്ലുവൻസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ത്രൂ ദാറ്റ് മീഡിയം. It is the property of the medium which influence the speed of light through that medium. അതിനെയാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയുക. അത് മനസ്സിലങ്ങ് ഉറപ്പിച്ചു വെച്ചേക്ക്. സോ ഈ രണ്ട് കണ്ടീഷൻസ് എന്തായാലും പഠിച്ചിരിക്കണം. ഇൻക്ലൈൻഡ് ആയിട്ട് വന്ന് പതിക്കണം. അതുപോലെ തന്നെ ഒരു മീഡിയത്തിൽ നിന്ന് അടുത്ത മീഡിയത്തിലോട്ട് ലൈറ്റ് ഉറപ്പായും ട്രാവൽ ചെയ്തിരിക്കണം. ഫൈൻ. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്, വിട്ടേക്ക്. നെക്സ്റ്റ് വൺ ഒരു ചോദ്യമാണ്, ഒരു അടിപൊളി ചോദ്യമാണ്, അന്തസ്സുള്ള ചോദ്യമാണ്. ശ്രദ്ധിക്കണം. ഇവിടെ ഓരോരോ മീഡിയത്തിൽ ലൈറ്റിന്റെ സ്പീഡ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഓരോരോ മീഡിയത്തിലുള്ള ലൈറ്റിന്റെ സ്പീഡാണ് എൻ്റെ മക്കൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. വാക്വത്തിൽ അല്ലെങ്കിൽ എയറിൽ മാക്സിമം സ്പീഡ് ഉണ്ടാവും 3 × 10⁸. വാട്ടറിൽ അത് കുറയും, ഗ്ലാസിൽ പിന്നെയും കുറയും, ഡയമണ്ടിൽ പിന്നെയും കുറയും. ക്ലിയർ അല്ലേ? സോ വാക്വം അല്ലെങ്കിൽ എയർ എന്ന് പറഞ്ഞാൽ ലൈറ്റർ മീഡിയം ആണ്. താഴോട്ട് വരുന്നതോറും ഡെൻസിറ്റി കൂടിക്കൊണ്ടിരിക്കും, ഡെൻസർ മീഡിയം ആയിട്ട് മാറും. ഡയമണ്ട് കുറച്ചുകൂടി ഹാർഡായ ഡെൻസർ മീഡിയം ആണ്. റൈറ്റ്. ബേസ്ഡ് ഓൺ ദ ടേബിൾ വിച്ച് മീഡിയം ഹാസ് മോർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി? ഏത് മീഡിയത്തിനാണ് കൂടുതൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് ചോദ്യം. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്പീഡ്. ഈ കാര്യം മനസ്സിലാക്കി. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്പീഡ്. എന്താണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയാൽ സ്പീഡ് കുറയും, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞാൽ സ്പീഡ് കൂടും. അതാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയുക. ഇവിടെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണാലിറ്റിയാണ് ഇട്ടിരിക്കുന്നത്. അഥവാ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയാൽ സ്പീഡ് കുറയും, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡ് കൂടും. അത് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, പഠിക്കേണ്ട കാര്യമാണ്, പഠിച്ചിരിക്കേണ്ട കാര്യമാണ്. റൈറ്റ്. അതാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയും സ്പീഡും തമ്മിലുള്ള റിലേഷൻ. സോ ഇവിടെ ഏറ്റവും കൂടുതൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉള്ള മീഡിയം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലാണെന്ന് പറഞ്ഞു വെച്ചാൽ സ്പീഡ് എന്തായിരിക്കും മക്കളെ? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലാണെന്ന് പറഞ്ഞാൽ സ്പീഡ് എന്തായിരിക്കും മക്കളെ? എല്ലാവരും ശ്രദ്ധിക്കടാ, മുഴുവൻ മക്കളും ശ്രദ്ധിക്കടാ. സ്പീഡ് എന്തായിരിക്കും? ഒരു സംശയവും വേണ്ട. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലാണെന്ന് പറഞ്ഞു വെച്ചാൽ സ്പീഡ് ഉറപ്പായും കുറവായിരിക്കും. സ്പീഡ് കുറവായിരിക്കണം, ശരിയല്ലേ? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഏറ്റവും കൂടുതലുള്ള മീഡിയം എന്ന് ചോദിച്ചാൽ സ്പീഡ് ഏറ്റവും കുറവുള്ള മീഡിയം എന്നാണ് ചോദിച്ചത്. അത് ഏതാണ് മക്കളെ? യെസ്, ഇറ്റ് ഈസ് ഡയമണ്ട്. അത് ഡയമണ്ട് ആണ്, ഒരു തരി സംശയം വേണ്ട. ഇറ്റ് ഈസ് ഡയമണ്ട്. ക്ലിയർ അല്ലേ? കാര്യം കൃത്യമായിട്ട് മനസ്സിലായോ? അന്തസ്സായി കൺസെപ്റ്റ് മനസ്സിലായി തന്നെ പഠിക്കുന്നുണ്ടല്ലോ എൻ്റെ മക്കള്. എങ്കിൽ അടുത്ത ചോദ്യം, റിഫ്രാക്ഷൻ ഇൻ ഡിഫറെന്റ് മീഡിയാസ്. വ്യത്യസ്തമായ മീഡിയംസിലുള്ള റിഫ്രാക്ഷന്റെ റേ ഡയഗ്രാംസ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. റിഫ്രാക്ഷൻ ത്രൂ ഡിഫറെന്റ് മീഡിയംസ്. ഏതൊക്കെയാണ് വ്യത്യസ്ത മീഡിയങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്? ആദ്യം എയറും വാട്ടറുമാണ് എൻ്റെ മക്കൾക്ക് കാണാൻ സാധിക്കുന്നത്. എയറും വാട്ടറുമാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ പറയണം, ഇവിടെ ലൈറ്റ് റേ പാസ് ചെയ്യുന്നത് എയറിൽ നിന്ന് വാട്ടറിലോട്ടാണ്. ഏതാണ് ഡെൻസർ മീഡിയം? എയർ എന്ന് പറഞ്ഞാൽ റെയറർ മീഡിയവും വാട്ടർ എന്ന് പറഞ്ഞാൽ ഡെൻസർ മീഡിയവുമാണ്. സംശയമില്ലാലോ.
ഡെൻസിറ്റി കൂടിയ മീഡിയം ഉറപ്പായും എയറിനേക്കാളും വാട്ടർ ആണ്. സോ നിങ്ങൾ തിരിച്ചറിയേണ്ട കാര്യം എന്ന് പറഞ്ഞു വെച്ചാൽ എന്താണ്, ലൈറ്റ് റേ റെയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലോട്ടാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ, ലൈറ്റ് റേ റെയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലോട്ടാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ ഉറപ്പായും അത് നോർമലിന് അടുത്തോട്ടാണ് ബെൻഡ് ചെയ്യുക. ഇറ്റ് ബെൻഡ്സ് ടുവേർഡ്സ് എ നോർമൽ. അത് നോർമലിനോട് അടുത്തോട്ടായിരിക്കും ബെൻഡ് ചെയ്യുക. നോക്കടാ, ഈ ലൈറ്റ് റേ ആക്ച്വലി ഇങ്ങനെ പോവേണ്ട ലൈറ്റ് റേ ആയിരുന്നു, ശരിയല്ലേ? ഇങ്ങനെ പോവേണ്ട ലൈറ്റ് റേ ആയിരുന്നു. പക്ഷെ അവൻ എങ്ങനെ ബെൻഡ് ചെയ്തു? അവൻ നോർമലിന് അടുത്തോട്ട് ബെൻഡ് ചെയ്തു. ഇറ്റ് ബെൻഡ്സ് ടുവേർഡ്സ് ദ നോർമൽ. സോ ഏത് സാഹചര്യത്തിലാണ് നോർമലിന് അടുത്തോട്ട് ബെൻഡ് ചെയ്യുക? റെയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലോട്ട് ട്രാവൽ ചെയ്യുന്ന സമയത്ത് അവൻ നോർമലിനെ അടുപ്പിച്ച് അവൻ ബെൻഡ് ചെയ്യും. ക്ലിയർ അല്ലേ? കാര്യം കൃത്യമായിട്ട് വ്യക്തമായിട്ട് മനസ്സിലായില്ല. അടുത്തത്, ലൈറ്റ് റേ എവിടെന്നാ പോകുന്നത്? ഗ്ലാസിൽ നിന്ന് വാട്ടറിലോട്ടാണ്. ഗ്ലാസ് ആണ് ഡെൻസർ, വാട്ടർ ആണ് റെയറർ. ഇത് വരച്ചിരിക്കുന്നത് നോർമലാണ്. ക്ലിയർ അല്ലേ? സോ നിങ്ങൾ മനസ്സിലാക്കണം, ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയർ മീഡിയത്തിലോട്ട് പോകുമ്പോൾ ആക്ച്വലി ഈ ലൈറ്റ് റേ ഇങ്ങനെ പോവേണ്ട ലൈറ്റ് റേ ആയിരുന്നു, ശരിയല്ലേ? ഇങ്ങനെ പോവേണ്ട ലൈറ്റ് റേ ആയിരുന്നു. പക്ഷെ അത് ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയർ മീഡിയത്തിലോട്ട് ട്രാവൽ ചെയ്യുമ്പോൾ അതെങ്ങനെ ബെൻഡ് ചെയ്യും? ഇറ്റ് ബെൻഡ്സ് എവേ ഫ്രം ദ നോർമൽ. നോർമലിൽ നിന്ന് അകന്നു പോകും. ലൈറ്റ് റേ എങ്ങനെയാണ് ബെൻഡ് ചെയ്യുക? എവേ ഫ്രം ദ നോർമൽ. നോർമലിൽ നിന്ന് അകന്നിട്ടാണ് ബെൻഡ് ചെയ്യുക. ഇത് മനസ്സിൽ ഉറപ്പിക്കുക. സോ ഡെൻസർ ടു റെയറർ ആണെങ്കിൽ എവേ ഫ്രം ദ നോർമൽ, റെയറർ ടു ഡെൻസർ ആണെങ്കിൽ ടുവേർഡ്സ് ദ നോർമൽ. ക്ലിയർ? കാര്യം ക്ലിയർ അല്ലേ? അടിപൊളിയായിട്ട് മനസ്സിലായില്ല, അന്തസ്സായിട്ട് മനസ്സിലായില്ലേ? അടുത്തത്, ഈ രണ്ട് സാഹചര്യത്തിലും എന്താണ്? ഒരു തരത്തിലുള്ള റിഫ്രാക്ഷനും സംഭവിക്കുന്നില്ല, ശരിയല്ലേ? ഈ രണ്ട് സാഹചര്യത്തിൽ ഒരു തരത്തിലുള്ള റിഫ്രാക്ഷൻ സംഭവിക്കുന്നില്ല. കാരണം ഈ ലൈറ്റ് റേ ട്രാവൽ ചെയ്യുന്ന നോർമലിലൂടെയാണ്. നോർമലിലൂടെ ട്രാവൽ ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താണ്? അതൊരിക്കലും ഒപ്ലിക്വലി അല്ല ഫോളോ ചെയ്യുന്നത്, ഇൻക്ലൈൻഡ് ആയിട്ടല്ല വന്ന് പതിക്കുന്നത്. നമുക്കറിയാം റിഫ്രാക്ഷൻ സംഭവിക്കാൻ രണ്ട് കണ്ടീഷൻസ് ഉണ്ട്. അതിൽ ആദ്യത്തെ കണ്ടീഷൻ പറയുന്നത് പ്രകാശരശ്മി അഥവാ ലൈറ്റ് റേ ചരിഞ്ഞു വന്ന് പതിക്കണം എന്നാണ്. ഇവിടെ നേരെ നിവർന്നിട്ടാണ് വന്ന് പതിക്കുന്നത്. സോ അതൊരിക്കലും റിഫ്രാക്ഷന് കാരണമാവുന്നില്ല. സോ ഇവിടെ റിഫ്രാക്ഷൻ സംഭവിക്കുന്നില്ല. അതിന്റെ പാത്തിലൂടെ തന്നെ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഒരിക്കലും അവിടെ ഡീവിയേഷൻ സംഭവിക്കുന്നില്ല. അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? എങ്കിൽ അടുത്ത കാര്യങ്ങളിലോട്ട് കിടക്കാം. നെക്സ്റ്റ് വൺ ഒരു ചോദ്യമാണ്, ഒരു അന്തസ്സുള്ള ചോദ്യമാണ്. ഇവിടെ ലൈറ്റ് റേ എവിടെ നിന്ന് എങ്ങോട്ടാ പോകുന്നത് ശ്രദ്ധിക്കണം. ലൈറ്റ് റേ ഇവിടെ നിന്ന് ട്രാവൽ ചെയ്യുന്നത് വാട്ടറിൽ നിന്ന് എയറിലോട്ടാണ്, ശരിയല്ലേ? വാട്ടറിൽ നിന്ന് എയറിലോട്ടാണ് ട്രാവൽ ചെയ്യുന്നത്. നിങ്ങൾ തന്നെ പറയണം, എങ്ങനെയായിരിക്കും അത് ബെൻഡ് ചെയ്യുക? വാട്ടറിൽ നിന്ന് എയറിലോട്ട് പോകും. നമുക്കറിയാം ഇവിടെ വാട്ടർ ആണ് ഡെൻസർ മീഡിയം, എയർ ആണ് റെയറർ മീഡിയം. സോ ഡെൻസർ മീഡിയം ടു റെയറർ മീഡിയം ട്രാവൽ ചെയ്യുമ്പോൾ ഉറപ്പായും ഇറ്റ് ബെൻഡ്സ് എവേ ഫ്രം ദ നോർമൽ, അല്ലേ? മൂവ്സ് എവേ ഫ്രം ദ നോർമൽ. ഡെൻസർ ടു റെയർ ആണെങ്കിൽ എവേ ഫ്രം ദ നോർമൽ ആയിരിക്കും. ഇറ്റ് വിൽ ബി ബെൻഡ് ലൈക്ക് ദിസ്. ഇതുപോലെ ആയിരിക്കും അത് ബെൻഡ് ചെയ്യുക. നോർമലിൽ നിന്ന് ഉറപ്പായും അകന്നു പോകും. ഇറ്റ് ബെൻഡ്സ് എവേ ഫ്രം ദ നോർമൽ. പഠിക്കുക. നെയിം ദ ഫിനോമിന വിച്ച് കോസസ് ദിസ് ഡീവിയേഷൻ. ഈ ഡീവിയേഷന് കാരണമായ ഫിനോമിന ഏതാ മക്കളെ? യെസ്, ഇറ്റ് ഈസ് റിഫ്രാക്ഷൻ. അത് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ആണ് ഈ പറയുന്ന ഡീവിയേഷന് കാരണമായ ഫിനോമിന എന്ന് പറയുന്നത്. അത് മനസ്സിൽ അങ്ങ് ഉറപ്പിച്ചു വയ്ക്കുക. അടുത്ത, ലൈറ്റ് ഫാൾ ഒപ്ലിക്വലി ഫ്രം വൺ മീഡിയം ടു അനദർ ആസ് ഷോൺ ഇൻ ദ ഫിഗർ. ചിത്രത്തിൽ നൽകിയിരിക്കുന്ന പോലെ ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്ന് അടുത്ത മീഡിയത്തിലോട്ട് എന്ത് ചെയ്യുന്നു? ട്രാവൽ ചെയ്യുന്നു. ലൈറ്റ് ഈസ് ട്രാവലിംഗ് ഫ്രം വൺ മീഡിയം ടു അനദർ. കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. ഇപ്പൊ എയിൽ നിന്ന് ബിയിലോട്ടാണ് ട്രാവൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ആക്ച്വലി ഈ ലൈറ്റ് റേ ഇങ്ങനെ പോവേണ്ട ലൈറ്റ് റേ ആയിരുന്നു, ശരിയല്ലേ? ഇങ്ങനെ പോവേണ്ട ലൈറ്റ് റേ നോർമലിന് അടുത്തോട്ട് ബെൻഡ് ചെയ്തു, റൈറ്റ്? ശ്രദ്ധിക്കുക, എയിൽ നിന്ന് ബിയിലോട്ട് വരുന്ന ലൈറ്റ് റേ നേരെ പോവേണ്ട ലൈറ്റ് റേ ആയിരുന്നു. പക്ഷെ അവൻ എങ്ങനെയാണ് ബെൻഡ് ചെയ്തത്? ടുവേർഡ്സ് ദ നോർമൽ ആണ് ബെൻഡ് ചെയ്തത്. ടുവേർഡ്സ് നോർമൽ ബെൻഡ് ചെയ്യണമെങ്കിൽ അത് എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും പോയിട്ടുണ്ടാവുക? റെയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലോട്ടായിരിക്കും പോയിട്ടുണ്ടാവുക. എങ്കിൽ മാത്രമേ അത് ടുവേർഡ്സ് നോർമൽ ബെൻഡ് ചെയ്യത്തുള്ളൂ, ശരിയല്ലേ? റെയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലോട്ട് പോകുമ്പോഴാണ് ലൈറ്റ് റേ ടുവേർഡ്സ് നോർമൽ ബെൻഡ് ചെയ്യുക. ഇനി ചോദ്യത്തിലോട്ട് ഇറക്കാം. വിച്ച് ഓഫ് ദ ഗിവൺ മീഡിയം ഈസ് ഫാസ്റ്റസ്റ്റ് മീഡിയം ഓഫ് ലൈറ്റ്? ഗംഭീരമായ ചോദ്യമാണ്. ഇതിൽ ഏതാണ് ഫാസ്റ്റസ്റ്റ് മീഡിയം ഓഫ് ലൈറ്റ്? നമുക്കറിയാം റെയറർ മീഡിയത്തിനാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവുള്ളത്. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞാലാണ് സ്പീഡ് എന്തായിരിക്കുക?
സ്പീഡ് കൂടുതലായിരിക്കുക. സോ ഏതാണ് ഫാസ്റ്റസ്റ്റ് മീഡിയം ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു തരി സംശയം വേണ്ട, അത് മീഡിയം എ ആണ്. ഇറ്റ് ഈസ് മീഡിയം എ. കാര്യം മനസ്സിലായോടാ? ഇവിടെ മീഡിയം എയിൽ നിന്ന് മീഡിയം എയിലോട്ടാണ് ലൈറ്റ് റേ ട്രാവൽ ചെയ്യുന്നത്. നോർമലിന് അടുത്തോട്ടാണ് ബെൻഡ് ചെയ്യുന്നത്. നോർമലിന് അടുത്തോട്ട് ബെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും, അല്ലെങ്കിൽ നിങ്ങൾ പറയണം, അത് റെയറർ ടു ഡെൻസർ ആണ് ട്രാവൽ ചെയ്തിട്ടുണ്ടാവുക. റെയറർ മീഡിയത്തിലാണ് എപ്പോഴും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവ്. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞാലാണ് സ്പീഡ് കൂടുതൽ. സോ സ്പീഡ് കൂടുതലുള്ള മീഡിയം ഏതാണെന്ന് ചോദിച്ചത്, അത് എ ആയിരിക്കില്ലേ? ഒരു തരി സംശയമില്ലാലോ. അന്തസ്സായിട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലായില്ലേ? എങ്കിൽ അടുത്തതിലോട്ട് കിടക്കാം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. നെക്സ്റ്റ് ടോപ്പിക് ആണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. എന്താണ് മക്കളെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? എന്താണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ അതൊരു റേഷ്യോ ആണ്. എന്തൊക്കെ തമ്മിലുള്ള റേഷ്യോ ആണ്? സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം വിത്ത് റെസ്പെക്ട് ടു സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എ മീഡിയം. അതായത് വാക്വത്തിൽ ലൈറ്റിന്റെ സ്പീഡ് എത്രയാണ് ഡിവൈഡഡ് ബൈ ഒരു മീഡിയത്തിലുള്ള ലൈറ്റിന്റെ സ്പീഡ് എത്രയാണ്, അതിനെയാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുക. സോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും? സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ഡിവൈഡഡ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാട്ടർ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് എടുത്തു കഴിഞ്ഞാലോ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ഡിവൈഡഡ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഗ്ലാസ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഡയമണ്ട് എടുത്തു കഴിഞ്ഞാലോ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ഡിവൈഡഡ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഡയമണ്ട്. കാര്യം മനസ്സിലായില്ലേ? സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണം. അതെത്രയാണ്? അത് 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതെത്രയാണ്? 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഈ വാല്യൂ ഒന്ന് പഠിക്കണം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് യൂണിറ്റ് ഇല്ല, കാരണം മുകളിലും താഴെയും സ്പീഡാണ്. സോ അതിനാൽ തന്നെ അതിന് യൂണിറ്റ് ഇല്ല. n വെച്ചിട്ടാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ റെപ്രസെന്റ് ചെയ്യാറുള്ളത് കേട്ടോ. അടുത്ത ലോസ് ഓഫ് റിഫ്രാക്ഷൻ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ലോസ് ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുക. പഠിച്ചു വെച്ചാൽ എന്താണ് ലോസ് ഓഫ് റിഫ്രാക്ഷൻ? അവിടെ നമ്മൾ റിഫ്ലക്ഷൻ പറഞ്ഞ പോലെ തന്നെയാണ്. അഥവാ ഇൻസിഡന്റ് റേ, റിഫ്ലക്റ്റഡ് റേ, നോർമൽ ലൈസ് ഇൻ ദ സെയിം പ്ലെയിൻ എന്നാണ് അവിടെ പഠിച്ചത്. ഇവിടെ നേരെ തിരിയും. ഇൻസിഡന്റ് റേ, റിഫ്രാക്റ്റഡ് റേ, നോർമൽ ലൈസ് ഇൻ ദ സെയിം പ്ലെയിൻ. ഇവ മൂന്നും സെയിം പ്ലെയിനിലായിരിക്കും. അവിടെ റിഫ്ലക്റ്റഡ് റേ ആയിരുന്നു, പക്ഷെ ഇവിടെ റിഫ്രാക്റ്റഡ് റേ ആണ്. ആ ഒരു മാറ്റം മാത്രമേ ഉള്ളൂ. അടുത്ത കാര്യം ശ്രദ്ധിക്കുക. സൈൻ ഓഫ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ടു സൈൻ ഓഫ് ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഓൾവേസ് ബി എ കോൺസ്റ്റന്റ് എന്നാണ് പറയുക. സൈൻ ഐ ബൈ സൈൻ ആർ എന്തായിരിക്കും? ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും എന്നാണ് പറയുക. സൈൻ ഐ ബൈ സൈൻ ആർ വിൽ ബി എ കോൺസ്റ്റന്റ് എന്നാണ് പറയുക. റൈറ്റ്? അതിനെക്കുറിച്ച് വിശദമായി തന്നെ പഠിക്കാം. ശ്രദ്ധിക്കണം. സൈൻ ഐ എന്ന് പറഞ്ഞ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ആർ എന്ന് പറഞ്ഞ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ, ഇവിടെ റിഫ്രാക്ഷൻ ആണ്, അവിടെ റിഫ്ലക്ഷൻ ആണ്, മറക്കരുത് കേട്ടോ. ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ആ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചോ, അത് n2/n1 ഈക്വൽ ആയിരിക്കും. എന്താണ് n2/n1? n2 എന്ന് പറഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം, n1 എന്ന് പറഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഫസ്റ്റ് മീഡിയം. നമുക്കറിയുന്ന കാര്യമാണ്. n2 എന്ന് പറഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം, n1 എന്ന് പറഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഫസ്റ്റ് മീഡിയം ആണ്. സംശയം വേണ്ട. അതിനെ സിംപ്ലി എങ്ങനെ എഴുതാം? n21 എഴുതാം. സോ n21 ഈസ് എ കോൺസ്റ്റന്റ്. ഇതിനെ വിളിക്കുന്ന പേരാണ് റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. കാര്യം മനസ്സിലായോ? സോ സൈൻ ഐ ബൈ സൈൻ ആർ ഒരു കോൺസ്റ്റന്റ് ആണ് എന്നാണ് ആര് പറയുന്നത്? നമ്മുടെ ലോസ് ഓഫ് റിഫ്രാക്ഷനിൽ പറയുന്ന ആ കോൺസ്റ്റന്റ് ആക്ച്വലി ഇങ്ങനെയാണ്. കൃത്യമായിട്ട് പഠിച്ചു വെച്ചോ. n2/n1 ഇക്വലന്റ് ആണ്, അഥവാ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് മീഡിയത്തിന് ഇക്വലന്റ് ആണ്. അതിനെയാണ് n21 എഴുതുന്നത്, അഥവാ റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന രീതിയിൽ നമ്മൾ എഴുതുന്നത്. ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? ഇനി ഞാൻ വേറൊരു കാര്യം കൂടി പറഞ്ഞു തരട്ടെ. എല്ലാവരും ശ്രദ്ധിക്കാം, മുഴുവൻ മക്കളും ശ്രദ്ധിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കറിയാം n ഈക്വൽ ടു എന്താണ്? c/v അല്ലേ? n ഈക്വൽ ടു c/v അല്ലേ? തർക്കമില്ലാത്ത കാര്യമല്ല, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് n ഈക്വൽ ടു c/v എന്ന് പറയുന്നത്. എങ്കിൽ ഇനി ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണം, എല്ലാവരും ശ്രദ്ധിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എങ്കിൽ n1 ഈക്വൽ ടു എന്ത് എഴുതാം? c/v1 എഴുതാം. കാരണം c കോൺസ്റ്റന്റ് ആണ്, അത് 3 × 10⁸ ആണ്. n2 ഈക്വൽ ടു എന്ത് എഴുതാം? c/v2 എന്ന് എഴുതാലോ. c കോൺസ്റ്റന്റ് ആണ്, സോ v2 c/v2. ക്ലിയർ അല്ലേ? സോ n1 ഉം n2 മനസ്സിലായി. ഇനി ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ശ്രദ്ധിക്കണം. സൈൻ ഐ ബൈ സൈൻ ആർ ഈക്വൽ ടു n2 ഡിവൈഡ് ബൈ n1 ആണ്. n2 എന്താണെന്നറിയാം? c/v2 ആണ്. n1 എന്താണ്? c/v1 ആണ്. ശരിയല്ലേ? ഞാൻ റെസിപ്രോക്കൽ എടുക്കട്ടെ. സോ c/v2 ഇൻറ്റു താഴെയുള്ള ടേം മുകളിലോട്ട് വരുമ്പോൾ റെസിപ്രോക്കൽ ആവും. സോ v1/c എന്ന് വരും. ശരിയല്ലേ? ഈ ടേം മുകളിലോട്ട് വരുമ്പോൾ തല കീഴായിട്ട് വരും. സിയും സിയും വെട്ടിക്കളഞ്ഞാൽ എന്തായിട്ട് മാറൂടാ? ശ്രദ്ധിക്കടാ. സൈൻ ഐ ബൈ സൈൻ ആർ ഈക്വൽ ടു n2 ഡിവൈഡ് ബൈ n1 ഈക്വൽ ടു v1/v2 ആയിട്ട് മാറും. ഈക്വൽ ടു v1/v2. ഇതൊന്ന് പഠിച്ചു വെച്ചോളാം. ഇതെല്ലാവരും ഒന്ന് പഠിച്ചു വെച്ച്
ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിലേഷനാണ്. ടെക്സ്റ്റ് ബുക്കിനകത്ത് ഉണ്ട് എന്ന കാര്യമാണ് എനിക്ക് ഉറപ്പ്. ഇല്ലെങ്കിൽ കൂടി നിങ്ങൾ ഈ കാര്യം പഠിച്ചോ. കാരണം ടെക്സ്റ്റ് ബുക്കിന് പുറത്തുള്ള കാര്യങ്ങൾ എന്തിനാ പഠിപ്പിക്കുന്നത് ചോദിച്ചാൽ കുറച്ചുകൂടി ആഴത്തിൽ കൺസെപ്റ്റ് മനസ്സിലാവണം. എന്തെങ്കിലും ഒന്ന് പരീക്ഷയ്ക്ക് വരുന്ന ഒരു കാര്യം ചവച്ചരച്ച് ഇറക്കി എന്നതിലുപരി എന്താണ് കാര്യം എന്ന കാര്യം കൃത്യമായിട്ട് എൻ്റെ മക്കൾ മനസ്സിലാക്കണം. ആ റിലേഷൻ മനസ്സിലാക്കണം. അതിനകത്തുള്ള കാര്യങ്ങൾ നിങ്ങൾ തിരിച്ചറിയണം. അതുകൊണ്ടാണ് ഇൻഡെപ്ത് ആയിട്ട് കാര്യം പറയുന്നത്. ശ്രദ്ധിക്കുക. ഒന്നുമില്ല, വളരെ ലളിതമാണ്. നമുക്ക് അറിയുന്ന ഇക്വേഷൻ ആണ് സൈൻ എ ബൈ സൈൻ ആർ = n2/n1. നമ്മൾ പഠിച്ച കാര്യമാണ്. n2 എന്ന് പറഞ്ഞാൽ c/v അല്ലേ. അപ്പൊ n1 പകരം c/v1 എന്നും n2 പകരം c/v2 എന്ന് എഴുതാം. സോ ഇവിടെയുള്ള n1 n2 ഞാൻ റീപ്ലേസ് ചെയ്തു. c/v2 / c/v1. ഈ താഴെയുള്ള ടേം മുകളിലോട്ട് പോകുമ്പോൾ റെസിപ്രോക്കൽ ആയിട്ട് വരും. സോ c/v2 × v1/c എന്ന് വരും. താഴെയുള്ള c/v1 മുകളിലോട്ട് വരുമ്പോൾ v1/c തലകീഴായിട്ട് വരും. സിയും സിയും വെട്ടിക്കളഞ്ഞു. അപ്പൊ v1/v2 ആവില്ലേ? v1/v2. അതേ കാര്യമാണ്. ഇത് എന്തിന് ഈക്വലന്റ് ആയിരിക്കും? v1/v2 ഈക്വലന്റ് ആയിരിക്കും. ആ കാര്യം കൂടി നിങ്ങൾ പഠിക്കുക. സ്പീഡിന്റെ അടിസ്ഥാനത്തിൽ കൂടി നിങ്ങൾ ഈ കാര്യം മനസ്സിലാക്കുക. സെറ്റ്. ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലായി. ഒരു തരി സംശയമില്ലാലോടാ. എങ്കിൽ അടുത്ത കാര്യത്തിലോട്ട് കിടക്കുന്നു. യെസ്, റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത കാര്യം, കാൽക്കുലേറ്റ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ലൈറ്റ് enters into glass from air. സോ ഇവിടെ എയറിൽ നിന്ന് ഗ്ലാസ്സിലോട്ടാണ് ലൈറ്റ് എൻ്റർ ചെയ്യുന്നത്. എയറിൽ നിന്ന് ഗ്ലാസ്സിലോട്ടാണ് ലൈറ്റ് എൻ്റർ ചെയ്യുന്നത്. ഇഫ് ദ വെലോസിറ്റി ഓഫ് ദ ഗ്ലാസ് ലൈറ്റ് ഇൻ ഗ്ലാസ് = 2 × 10⁸. ഗ്ലാസ്സിലുള്ള സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി ഓഫ് ലൈറ്റ് 2 × 10⁸ ആണ്. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കണം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ ഫോർമുല എന്താണ്? n = c/v ആണ്. c എന്ന് പറഞ്ഞാൽ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ ഓർ വാക്വം. രണ്ടിലും തുല്യമാണ്. എയറിലും വാക്വത്തിലും തുല്യമായ സ്പീഡാണ്. അത് 3 × 10⁸ ആണ്. v എന്ന് പറഞ്ഞാൽ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഗ്ലാസ്. എത്രയാണ് നൽകിയിരിക്കുന്നത്? 2 × 10⁸. കണ്ടുപിടിക്കാമല്ലോ, നിസ്സാരമല്ലടാ. 10⁸ 10⁸ ക്യാൻസൽ ചെയ്തു. 3/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1.5. ഞാൻ ഓൾറെഡി പറഞ്ഞു, യൂണിറ്റ് ഇല്ല. സോ ഇവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ വാല്യൂ എത്രയാണ്? 1.5 ആണ്. യൂണിറ്റ് ഇടേണ്ട ആവശ്യമില്ല. ദാറ്റ്സ് ഇറ്റ്. അടുത്ത, വാട്ട് ഈസ് ദ റീസൺ ഫോർ ദ എബോ ഫിനോമിന? അതായത് ഈ നൽകിയിരിക്കുന്ന ചിത്രത്തിന്റെ കാരണം എന്താണ്? ഈ പെൻസിൽ ഇങ്ങനെ ബെൻഡ് ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു, ശരിയല്ലേ? പെൻസിൽ ഇങ്ങനെ ചരിഞ്ഞു ബെൻഡ് ചെയ്ത് നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു. ഇതിന്റെ കാരണം എന്താണ്? വാട്ട് ഈസ് ദ റീസൺ ഫോർ ദിസ്? ഇതിന്റെ കാരണം എന്താ മക്കളെ? പെൻസിൽ ഇങ്ങനെ ചരിഞ്ഞു ബെൻഡ് ചെയ്ത് നിൽക്കാനുള്ള കാരണം എന്താണ്? ഒരു തരി സംശയം വേണ്ട, ഇതിന്റെ കാരണം എന്ത് തന്നെയാണ്? യെസ്, ദ റീസൺ ഈസ് ദ റിഫ്രാക്ഷൻ. ഇതിന്റെ കാരണം എന്താ മക്കളെ? റിഫ്രാക്ഷൻ ആണ് ഇതിന്റെ റീസൺ എന്ന് പറയുന്നത്. പഠിച്ചിരിക്കണം, എല്ലാവരും പഠിക്കണം, മുഴുവൻ മക്കളും പഠിച്ചിരിക്കണം. ലെൻസ്. ഇനി നമ്മൾ ലെൻസിന്റെ ഇമേജ് ഫോർമേഷനിലോട്ടാണ് കടക്കാൻ പോകുന്നത്. അതാണ് പഠിക്കാൻ പോകുന്നത്. സാരമായി പഠിപ്പിച്ചു തരാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. സിമ്പിൾ ആയിട്ട് എൻ്റെ മക്കൾക്ക് പഠിപ്പിക്കാം. ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം മതി, മനസ്സിരുത്തി ഒന്നിരുന്നാൽ മാത്രം മതി. 2 രീതിയിലുള്ള ലെൻസ് ഉണ്ട്. ഒന്നാമത്തെ ലെൻസ് എന്ന് പറഞ്ഞാൽ കോൺവെക്സ് ലെൻസ്. 2 സൈഡും ഇതുപോലെ ഉള്ളത് കോൺവെക്സ് ലെൻസ്. കോൺകേവ്, കേവ് ഗുഹ, ഉള്ളു കുഴിഞ്ഞിരിക്കുന്ന ലെൻസിനെ വിളിക്കുന്ന പേര് കോൺകേവ് ലെൻസ്. ഉള്ളു കുഴിഞ്ഞിരിക്കുന്ന ലെൻസിനെ വിളിക്കുന്ന പേര് കോൺകേവ് ലെൻസ് ആണ്. എൻ്റെ കണ്ണടിയിലുള്ള ലെൻസ് എന്ന് പറഞ്ഞാൽ കോൺകേവ് ലെൻസ് ആയിരിക്കും. കാരണം എനിക്ക് ഷോർട്ട് സൈറ്റ് ആണ്. ഷോർട്ട് സൈറ്റ് ഉള്ള ആൾ ഉപയോഗിക്കുന്ന ലെൻസ് എന്ന് പറഞ്ഞാൽ കോൺകേവ് ലെൻസ് ആണ്. എനിക്ക് അടുത്തുള്ളത് കാണാം, ദൂരെയുള്ളത് കാണാൻ സാധിക്കില്ല. സോ എൻ്റെ കണ്ണടി സ്പെക്സിനകത്തുള്ള ലെൻസ് എന്ന് പറഞ്ഞാൽ കോൺകേവ് ലെൻസ് ആയിരിക്കും. സോ ഇതിന് ഭയങ്കര അപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്, നിങ്ങൾക്ക് അറിയാം, റൈറ്റ്? ഓക്കെ, സോ ആദ്യം കാണുന്നത് കോൺവെക്സ് ആണ്. ദിസ് ഈസ് കോൺവെക്സ്. ഇത് കോൺവെക്സ് ആണ്, ഇത് കോൺകേവ് ആണ്, റൈറ്റ്? ഇനി മുന്നോട്ട് പോവാണ്. ഇമേജ് ഫോർമേഷനെ പറ്റിയാണ്. അതിന്റെ പടം ഇവിടെ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. യെസ്, ഇമേജ് ഫോർമേഷന്റെ പടമൊക്കെ ഉണ്ട്. സോ നമുക്ക് ഇവിടെ വിശദമായിട്ട് വീണ്ടും ഇമേജ് ഫോർമേഷൻ ഇവിടെ പറയണമെന്നില്ല. എങ്കിലും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒരു ലെൻസ് എടുത്തു. ആ ലെൻസിന് നടുവിലൂടെ പോകുന്ന ആക്സിസിനെ പ്രിൻസിപ്പൽ ആക്സിസ് എന്നാണ് പറയുക. എ സീരീസ് കാൾഡ് ആസ് പ്രിൻസിപ്പൽ ആക്സിസ്. ഓക്കെ, അതുപോലെ തന്നെ ഈ ലെൻസിന്റെ സെന്ററിനെ വിളിക്കുന്നത് ഒപ്റ്റിക് സെന്റർ, O എന്നാണ് പറയുന്നത്. അവിടെ പോളായിരുന്നു ജോമെട്രിക്കൽ സെന്റർ വിളിക്കുന്നവര്. ഇവിടെ അതിന്റെ പേര് ഒപ്റ്റിക് സെന്റർ എന്നാണ്. ഇവിടെ എന്താണ്? ഒപ്റ്റിക് സെന്റർ. ഈ ലെൻസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2 സൈഡും നിങ്ങൾ സെന്റർ ഓഫ് കർവേച്ചറും അതുപോലെ തന്നെ റേഡിയസ് ഓഫ് കർവേച്ചറും ഒക്കെ നിങ്ങൾ വരയ്ക്കണം. ദാറ്റ് മീൻസ് ഇവിടെ സെന്റർ ഓഫ് കർവേച്ചറിന് ഇവിടെ പൊതുവേ ഇടാറുള്ളത് 2F എന്നാണ്. 2F എന്ന രീതിയിലാണ് സെന്റർ ഓഫ് കർവേച്ചർ ഡിനോട്ട് ചെയ്യാറ്. ഇറ്റ് ഈസ് 2F. ഓക്കെ, ഫോക്കസിനെ F എന്നും സെന്റർ ഓഫ് കർവേച്ചറിന് 2F എന്നാണ് ഒരു ലെൻസിന്റെ കേസിൽ അടയാളപ്പെടുത്തുക. സെന്റർ ഓഫ് കർവേച്ചർ എന്ന രീതിയിൽ എഴുതാറില്ല, 2F എന്ന രീതിയിലാണ് റെപ്രസെന്റ് ചെയ്യാറ്. അത് മനസ്സിലാക്കട്ടെ. സോ ഈ രീതിയിലാണ് അതിന്റെ സിംപിളൈസേഷൻ വരുന്നത്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിക്കോ. സെന്റർ എന്ന് പറഞ്ഞ ഒപ്റ്റിക് സെന്റർ ആണ്. ഈ പറയുന്ന സെന്റർ ഓഫ് കർവേച്ചറിനെ തന്നെയാണ് 2F എന്ന രീതിയിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇവിടെയും 2F. ഫോക്കസ് 2 സൈഡും വരുന്നുണ്ട്, റൈറ്റ്? ഒപ്റ്റിക് സെന്റർ എന്ന് പറഞ്ഞാൽ ആ പറയുന്ന മിഡ് പോയിന്റ് ഓഫ് ദ ലെൻസ് ഈസ് കാൾഡ് ഒപ്റ്റിക് സെന്റർ. സെന്റർ ഓഫ് കർവേച്ചർ നമ്മൾ പറഞ്ഞ കാര്യമാണ്. ഇത് ഭാഗമായ സ്പിയറിന്റെ സെന്റർ, ഇത് ഭാഗമായ സ്പിയറിന്റെ സെന്റർ ആണ് സെന്റർ ഓഫ് കർവേച്ചർ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. സിമ്പിൾ ആണ്. പ്രിൻസിപ്പൽ ഫോക്കസ്, അതിലോട്ട് കിടക്കാം.
മിററിൽ പഠിച്ചത് പോലെ തന്നെയാണ്, ഒരു മാറ്റവും ഇല്ലടാ. അഥവാ നമ്മുടെ ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിലാണെങ്കിൽ നമ്മുടെ വരുന്ന റേസ് എല്ലാം എങ്ങനെയായിരിക്കും? പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് ആയിരിക്കും. അങ്ങനെ പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് വരുന്ന റേസ് ആഫ്റ്റർ റിഫ്രാക്ഷൻ എവിടെ മീറ്റ് ചെയ്യുന്നുവോ, പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് വരുന്ന റേസ് ആഫ്റ്റർ റിഫ്രാക്ഷൻ എവിടെ മീറ്റ് ചെയ്യുന്നുവോ അതിനെയാണെന്ന് പറയുക പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുക. ഏതിന്റെ കേസിൽ? കോൺവെക്സ് ലെൻസിന്റെ കേസിൽ. സോ കോൺവെക്സ് ലെൻസിന്റെ കേസിലുള്ള പ്രിൻസിപ്പൽ ഫോക്കസ് ആണ് ഇപ്പൊ പഠിച്ചത്. സോ ആഫ്റ്റർ റിഫ്രാക്ഷൻ, ഇവിടെ സംഭവിക്കുന്ന റിഫ്രാക്ഷൻ ആണ്, റിഫ്ലക്ഷൻ അല്ല. സോ ആഫ്റ്റർ റിഫ്രാക്ഷൻ എവിടെയാണ് മീറ്റ് ചെയ്യുന്നത് ആ പോയിന്റിനെ വിളിക്കുന്ന പേരെന്താണ്? യെസ്, ഇറ്റ് ഈസ് കാൾഡ് പ്രിൻസിപ്പൽ ഫോക്കസ്. ആ പോയിന്റിനെയാണ് എന്ത് പറയുക? പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുക. സെറ്റ്. അടുത്തത് നെക്സ്റ്റ് വൺ ശ്രദ്ധിക്കുക. കോൺകേവ് ലെൻസിന്റെ ഫോക്കസ് ആണ് പഠിക്കാൻ പോകുന്നത്. ഇതേപോലെ തന്നെ ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിലാണെങ്കിൽ നമ്മുടെ റേസ് എല്ലാം വരുന്നത് പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് ആണ്. പക്ഷെ അവയെല്ലാം എന്ത് ചെയ്യും? റിഫ്രാക്ട് ചെയ്യുമ്പോൾ ഡൈവേർജ് ചെയ്ത് പോകും. റൈറ്റ്, ഒരു ഡൈവേർജിങ് ലെൻസ് അല്ലേ. സോ ഡൈവേർജ് ചെയ്ത് പോകും, അകന്നങ്ങത് പോവും. പക്ഷേ ഈ ലൈറ്റ് റേസ് എല്ലാം ഏതോ ഒരു പോയിന്റിൽ നിന്ന് വരുന്നത് പോലെ നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ഏതോ ഒരു പോയിന്റിൽ നിന്ന് വരുന്നത് പോലെ തോന്നുന്നു. സോ ആ പോയിന്റ് ആണ് പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുക. സോ കേവ് ലെൻസിന്റെ പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് ആണ്. കോൺവെക്സ് ലെൻസിന്റെ പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡ് ആയിരിക്കും. ഇത് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ, ഇത് നിങ്ങൾ പഠിക്കുക. റൈറ്റ്. സോ ഇവിടെ ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇവിടെ ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആയിരിക്കും. ഇവിടെ ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇവിടെ ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആയിരിക്കും. ക്ലിയർ? എല്ലാവരും മനസ്സിലാക്കണം. കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആണ്, കോൺകേവ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആയിരിക്കും. അതുകൂടി മനസ്സിലങ്ങ് ഉറപ്പിക്കുക. പ്രിൻസിപ്പൽ ഫോക്കസിനെ കുറിച്ച് നമ്മളിപ്പോൾ പറഞ്ഞേ ഉള്ളൂ. അടുത്ത ഇമേജ് ഫോർമേഷൻ ഓഫ് ലെൻസ്. ലെൻസിലുള്ള ഇമേജ് ഫോർമേഷനെ പറ്റിയാണ് ഇനി പഠിക്കാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം, മനസ്സിരുത്തി പഠിച്ചിരിക്കണം. പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. 2 റേസ് അവിടെ പഠിച്ചതുപോലെ തന്നെയാണ്, ഒരു തർക്കവുമില്ല. 2 റേസ്. ഒരെണ്ണം കോൺവെക്സ് ലെൻസിന്റെ കേസാണ്. പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് വന്നു വെച്ചാൽ ഫോക്കസിലൂടെ കടന്നു പോകും. പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് വന്നു വെച്ചാൽ ഫോക്കസിലൂടെ കടന്നു പോകും. നേരെ ഒപ്റ്റിക് സെന്ററിലൂടെയാണ് വരുന്നതെങ്കിൽ ഒരു ഡീവിയേഷനും ഉണ്ടാവില്ല, അതുപോലെ തന്നെ പോകും. ഒപ്റ്റിക് സെന്ററിലൂടെ വരികയാണെങ്കിൽ ഒരു ഡീവിയേഷനും ഉണ്ടാവില്ല, അതുപോലെ പോകും. നോർമലിലൂടെ വരുന്നതിന് തുല്യമാണ്. സോ ഒരു ഡീവിയേഷനും ഉണ്ടാവില്ല, അതുപോലെ തന്നെ കടന്നു പോകും. ക്ലിയർ അല്ലേ? കാര്യം കൃത്യമായിട്ട് മനസ്സിലായോ? ഇനി ഓരോരോ സാഹചര്യമായിട്ട് പഠിക്കാം. എല്ലാവരും ശ്രദ്ധിച്ചോ. ഇവിടെയും നമുക്ക് കട്ട് ചെയ്ത് അപ്പുറത്ത് വെക്കേണ്ട കാര്യമുണ്ട്, ശ്രദ്ധിക്കണം. കട്ട് ചെയ്ത് അപ്പുറത്ത് വെക്കാൻ പറ്റൂല. സോ നേരെ തന്നെ പഠിച്ചോടാ, ശ്രദ്ധിക്കണം. നിസ്സാരമാണ്. ഒബ്ജക്റ്റ് ഇൻഫിനിറ്റി ആണ്. ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിലാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം റേസ് വരുന്നത് പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് ആയിരിക്കും. പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് വന്നാൽ എവിടെ മീറ്റ് ചെയ്യും? ഫോക്കസിലായിരിക്കും മീറ്റ് ചെയ്യുക. പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് ആണെങ്കിൽ ഫോക്കസിലല്ലേ മീറ്റ് ചെയ്യുക. സോ ഇമേജിന്റെ പ്രത്യേകത എന്തായിരിക്കും നിങ്ങൾ മനസ്സിലാക്കണം. ഈ പറയുന്ന ലെൻസിൽ, മിറർ പോലെയല്ല, ലെൻസിൽ റൈറ്റ് സൈഡ് ആണ് ഇമേജ് ഫോം ചെയ്തതെങ്കിൽ അത് റിയൽ ഇമേജ് ആയിരിക്കും. റിയൽ ഇമേജുകളെല്ലാം എന്തായിരിക്കും? ഇൻവേർട്ടഡ് ആയിരിക്കും. ഫോക്കസിലായതുകൊണ്ട് സ്മോൾ ഇൻ സൈസ് ആയിരിക്കും, അല്ലെങ്കിൽ പോയിന്റ് സൈസ്ഡ് എന്ന് പറയും, അല്ലെങ്കിൽ പോയിന്റ് സൈസ്ഡ് ഇമേജ് ആണെന്ന് പറയും. അത് കുറച്ചുകൂടി നല്ലതാണ്, നല്ലൊരു വാക്ക്, പോയിന്റ് സൈസ്ഡ്. സോ റിയൽ ആണ്, ഇൻവേർട്ടഡ് ആണ്, പോയിന്റ് സൈസ്ഡ് ആണ്. ഈ കാര്യം നിങ്ങൾ പഠിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഇൻഫിനിറ്റിയിൽ ഒബ്ജക്റ്റ് ആണെങ്കിൽ പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് മീറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ഫോക്കസിലായിരിക്കും മീറ്റ് ചെയ്യുക. അടിപൊളിയായിട്ട് മനസ്സിലായില്ലടാ, അന്തസായിട്ട് മനസ്സിലായില്ലടാ. എങ്കിൽ അടുത്തതിലോട്ട് കിടക്കാം. ഒബ്ജക്റ്റ് ബിയോണ്ട് 2F. 2Fന് പുറകിലാണ് 2 റേസ്. ഒരെണ്ണം പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ്, ശ്രദ്ധിക്കുക. ഒരെണ്ണം എങ്ങനെയാണ്? പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് വരുന്നു, ഫോക്കസിലൂടെ കടന്നു പോകുന്നു. അടുത്ത നേരെ ഒപ്റ്റിക് സെന്ററിലോട്ട് വന്നിടിക്കുന്നു, ഒരു ഡീവിയേഷനും ഇല്ല, അങ്ങനെ കടന്നു പോകുന്നു. രണ്ടും കൂടി മീറ്റ് ചെയ്യുന്നത് എവിടെയാണ്? 2Fനും Fനും ഇടയിലാണ്. സോ 2Fനും Fനും ഇടയിലാണ് ഇമേജ് ഫോർമേഷൻ നടക്കുക. ഇമേജിന്റെ പ്രത്യേകത എന്റെ മക്കളെ നിങ്ങൾ പറയണം, എന്തൊക്കെയായിരിക്കും? റൈറ്റ് സൈഡ് ആണ് ഇമേജ് ഫോം ചെയ്തതെങ്കിൽ ഒരു തർക്കവുമില്ല, അത് റിയൽ ഇമേജ് ആയിരിക്കും. റിയൽ ഇമേജുകളെല്ലാം ഇൻവേർട്ടഡ് ആണ്. അതുപോലെ തന്നെ ഇത് സ്മോൾ ഇൻ സൈസ് ആണ്. അതുപോലെ തന്നെ ഇവിടെ ഇമേജ് ഫോം ചെയ്തിരിക്കുന്ന Fനും 2Fനും ഇടയിലാണ്. ക്ലിയർ അല്ലേ? അടിപൊളിയായിട്ട് പറയാൻ സാധിക്കുന്നു. പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ്, ഫോക്കസ്, ഒപ്റ്റിക് സെന്റർ ആണെങ്കിൽ ഒരു ഡീവിയേഷനും ഇല്ല, അങ്ങനെ കടന്നു പോകും. രണ്ടും കൂടി മീറ്റ് ചെയ്യുന്നത് ഫോക്കസിനും 2Fനും ഇടയിലാണ്. സോ അവിടെ ഒരു റിയലും ഇൻവേർട്ടഡും സ്മോളർ ഇൻ സൈസുമായ ഒരു ഇമേജ് ഫോം ചെയ്യുന്നു. ഒബ്ജക്റ്റിന്റെ വലുപ്പത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ സ്മോളർ ഇൻ സൈസ് ആണ്. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ശ്രദ്ധിക്കണം. നെക്സ്റ്റ് വൺ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന അടുത്തൊരു എക്സാമ്പിൾ ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്തിരിക്കുന്നത് 2Fലാണ്, അഥവാ സെന്റർ ഓഫ് കർവേച്ചർ ആണ് പറയാം. നമ്മളവിടെ സെന്റർ ഓഫ് കർവേച്ചറിൽ കോൺകേവ് മിററിൽ വെച്ച പോലെ തന്നെയാണ് 2Fൽ ഇവിടെ ഒബ്ജക്റ്റ് വെച്ചു.
അവിടെ സെന്റർ ഓഫ് കർവേച്ചറിൽ ഒബ്ജക്റ്റ് വെച്ചപ്പോൾ എവിടെയാണ് ഇമേജ് ഫോം ചെയ്തത്? അതും സെന്റർ ഓഫ് കർവേച്ചറിലായിരുന്നു. ആ ഇമേജിന്റെ പ്രത്യേകത എന്തായിരുന്നു? അത് റിയലും ഇൻവേർട്ടഡും സെയിം സൈസ് ഓഫ് ദ ഒബ്ജക്റ്റുമായിരുന്നു. ശരിയല്ലേ? ഇവിടെയും അത് തന്നെയാണ്, ഒരു മാറ്റവുമില്ല. 2F അഥവാ സെന്റർ ഓഫ് കർവേച്ചറിൽ ഒബ്ജക്റ്റ് വെച്ചപ്പോൾ അവിടെ ഉണ്ടായ ഇമേജ് എവിടെയാണ്? അത് 2F തന്നെയാണ്. അപ്പുറത്തെ സൈഡ് റിയൽ ഇമേജ് ആവണമല്ലോ. സോ 2F അത് റിയൽ ആണ്, ഇൻവേർട്ടഡ് ആണ്, സെയിം സൈസ് ഓഫ് ദ ഒബ്ജക്റ്റ് ആണ്. റിയൽ ആണ്, ഇൻവേർട്ടഡ് ആണ്, സെയിം സൈസ് ഓഫ് ദ ഒബ്ജക്റ്റ് ആണ്. ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? രണ്ട് റേസ് പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ്, ഫോക്കസ് ഒപ്റ്റിക് സെന്ററിലൂടെ നേരെ പോകുന്നു. കൃത്യമായിട്ട് മനസ്സിലായില്ലേ? ഒരു തരി സംശയമില്ലാലോ, അന്തസ്സായിട്ട് മനസ്സിലായില്ലേ? ഇതാണ് കാര്യം. ക്ലിയർ. അടുത്ത നെക്സ്റ്റ് വൺ ശ്രദ്ധിച്ചോ. ഒബ്ജക്റ്റ് എവിടെ വെച്ചിരിക്കുന്നത്? എഫിനും 2F ഇടയിലാണ് വെച്ചിരിക്കുന്നത്. എഫിനും 2F ഇടയിലാണെങ്കിൽ ഇതേപോലെ തന്നെ പറയാൻ സാധിക്കും. ഒരു റേ പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് ഫോക്കസിലൂടെ കടന്നുപോയി, ഒപ്റ്റിക് സെന്ററിലൂടെ കടന്നു പോകുന്നു. രണ്ടും കൂടി ഡയറക്റ്റ് ആയി മീറ്റ് ചെയ്യുന്ന പോയിന്റ് എവിടെയാണ്? ബിയോണ്ട് 2F ആണ്. 2F പുറകിലാണ്. സോ അവിടെ റിയൽ ഇമേജ് ആയിരിക്കും, ഇൻവേർട്ടഡ് ആണ്, പക്ഷെ ലാർജർ ഇൻ സൈസ് ആണ്. ഒബ്ജക്റ്റിനേക്കാളും വലിയ സൈസിൽ നമുക്ക് ഇവിടെ ഇമേജ് ഫോം ചെയ്യാൻ സാധിക്കും 2F പുറകിൽ. അടിപൊളിയായിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലായില്ലടാ, ഒരു തരി സംശയമില്ലാലടാ. നെക്സ്റ്റ് വൺ നമ്മൾ ഫോക്കൽ ലെങ്ത്തിൽ വെക്കുന്ന, ഫോക്കസിൽ വെക്കുന്ന പോലെ തന്നെ, കോൺകേവ് മിററിൽ ഫോക്കസിൽ വെക്കുന്ന പോലെ തന്നെയാണ് ഇൻഫിനിറ്റിയിൽ ഇമേജ് ഫോം ചെയ്യുന്ന പോലെ. നോക്കടാ, പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് ഫോക്കസിലൂടെ കടന്നു പോകും, ഒപ്റ്റിക് സെന്ററിലൂടെ കടന്നു പോകും. രണ്ടും പാരലൽ ലൈൻസ് ആണ്. സോ പാരലൽ ലൈൻസ് ആവുമ്പോൾ നമ്മൾ എന്താ പറയുക? ഇമേജ് ഈസ് ഫോംഡ് അറ്റ് ഇൻഫിനിറ്റി എന്ന രീതിയിലാണ് പറയുക. ഇവിടെയും അത് തന്നെയാണ്, ഇമേജ് അറ്റ് ഇൻഫിനിറ്റി. അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങൾ എല്ലാവരും പഠിക്കേണ്ടതാണ്. എന്താണത്? യെസ്, ഒബ്ജക്റ്റ് ഈസ് ബിറ്റ്വീൻ ഫോക്കസ് ആൻഡ് ഒപ്റ്റിക് സെന്റർ. ഫോക്കസിനും ഒപ്റ്റിക് സെന്ററിനും ഇടയിലാണ് ഒബ്ജക്റ്റ് വെക്കുന്നത്. സോ രണ്ട് റേസ് പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് ഫോക്കസിലൂടെ കടന്നുപോയി, ഒപ്റ്റിക് സെന്ററിലൂടെ കടന്നുപോയി. രണ്ടും ഡൈവേർജിങ് റേസ് ആണ്, അകന്നകന്നു പോകുന്ന റേസ് ആണ്, ഡൈവേർജിങ് റേസ് ആണ്. ഡൈവേർജിങ് റേസ് ആണെങ്കിൽ പ്രത്യേകത എന്താ മക്കളെ? എന്താണ് ഡൈവേർജിങ് റേസിന്റെ പ്രത്യേകത? യെസ്, അവ ഒരു കോമൺ പോയിന്റിൽ കോയിൻസൈഡ് ചെയ്യില്ല. സോ ഈ നമ്മൾ ഇവിടെ നിന്ന് നോക്കിക്കാണുന്ന സമയത്ത് ഈ രണ്ട് റേസും ഏതോ ഒരു പോയിന്റിൽ നിന്ന് വരുന്നത് പോലെ നമുക്ക് തോന്നുമല്ലോ. തീർച്ചയായും ഏതോ ഒരു പോയിന്റിൽ നിന്ന് വരുന്നത് പോലെ തോന്നുന്നു. സോ ആ പോയിന്റിൽ നമ്മുടെ ഇമേജ് ഫോർമേഷൻ നടക്കുന്നു. ക്ലിയർ അല്ലേ? സോ ആ പോയിന്റിലാണ് ഇമേജ്. സോ ലെഫ്റ്റ് സൈഡിലാണ് ഇമേജ് ഫോർമേഷൻ നടക്കുക. ലെഫ്റ്റ് സൈഡിൽ ഫോം ചെയ്ത ഇമേജ് എന്ത് ഇമേജ് ആ മക്കളെ? യെസ്, ഇറ്റ് ഈസ് വെർച്വൽ ഇമേജ്. അത് ഉറപ്പായും വെർച്വൽ ആണ്, ഇറക്റ്റ് ആണ്, ലാർജ് ഇൻ സൈസ് ആയിരിക്കും. വെർച്വൽ ആയിരിക്കും, ഇറക്റ്റ് ആയിരിക്കും, ലാർജ് ഇൻ സൈസ് ആയിരിക്കും. കൃത്യമായിട്ട് മനസ്സിലാവുന്നത് എല്ലാവർക്കും മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. പഠിക്കേണ്ടതാണ് മക്കളെ. അടുത്ത കോൺകേവ് ലെൻസിന്റെ ഇമേജ് ഫോർമേഷൻ ഇതുപോലെ തന്നെ ഒറ്റ കേസ് പഠിക്കും. അവിടെ കോൺവെക്സ് മിറർ പഠിച്ച പോലെ ഇവിടെ ഒറ്റ കേസേ ഉള്ളൂ, കോൺകേവ് ലെൻസിനുള്ളൂ. നമ്മുടെ ഒബ്ജക്റ്റ് ഇതാണ്. രണ്ട് റേ പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് ഡൈവേർജ് പോയി, ഒപ്റ്റിക് സെന്ററിലോട് ഇടിച്ചു, അതേപോലെ പോയി. ഈ രണ്ട് റേസും ഇങ്ങനെയാണ്. സോ ഈ രണ്ട് റേസും ഏതോ ഒരു കോമൺ പോയിന്റിൽ നിന്ന് വരുന്നതായി തോന്നില്ല. നോക്കണം, ഈ റേയും ഏതോ ഒരു കോമൺ പോയിന്റിൽ നിന്ന് വരുന്നതായി തോന്നും. ഈ രണ്ട് റേസും ഏതോ ഒരു കോമൺ പോയിന്റിൽ നിന്ന് വരുന്നതായി തോന്നും. ഇതാ കോമൺ പോയിന്റ്. സോ അവിടെ നമ്മുടെ ഇമേജ് ഫോർമേഷൻ നടക്കും. സ്മോളർ ഇമേജ് ആണ്, വെർച്വൽ ഇമേജ് ആണ്, ഇറക്റ്റ് ഇമേജ് ആണ്. നോക്കിക്കേ, സ്മോൾ ആയിരിക്കും, അതുപോലെ തന്നെ വെർച്വൽ ആയിരിക്കും, ഇറക്റ്റ് ആയിരിക്കും. ഇമേജ് ഫോർമേഷൻ വരച്ച് തന്നെ പഠിക്കണം. കൺസെപ്റ്റുകളൊക്കെ എൻ്റെ മക്കൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. രണ്ട് കാര്യങ്ങൾ, പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ്, ഫോക്കസ്, ഒപ്റ്റിക് സെന്റർ ആണെങ്കിൽ ഒരു ഡീവിയേഷനും ഇല്ല, അങ്ങനെ കടന്നു. ക്ലിയർ അല്ലേ? അടിപൊളിയായിട്ട് മനസ്സിലായില്ലടാ. എല്ലാം വരച്ച് പഠിക്കുക, എല്ലാത്തിന്റെ ഫീച്ചേഴ്സും എഴുതാൻ വേണ്ടി പഠിക്കുക, കൺസെപ്റ്റ് സ്ട്രോങ് ആക്കി മാറ്റുക. ഇനി കുറച്ച് ന്യൂമറിക്കൽസ് കൂടിയേ നമുക്ക് ഇവിടെ പഠിക്കാനുള്ളൂ, കുറച്ച് ഫോർമുലാസ് നമുക്ക് പഠിക്കാനുണ്ട്. സോ അതിലോട്ട് കിടക്കാം. അതിന് മാഗ്നിഫിക്കേഷൻ ഒരു സംശയം വേണ്ട, അവിടെ പഠിച്ച അതേപോലെ തന്നെയാണ് മാഗ്നിഫിക്കേഷൻ. പക്ഷെ ഇവിടെ എന്തില്ല? നെഗറ്റീവ് സൈൻ ഇല്ല, V/U ആണ് മാഗ്നിഫിക്കേഷൻ വരുന്നത്. യെസ്, ഇറ്റ് ഈസ് V/U. വേറെ ഒരു മാറ്റവും ഇല്ല, V/U തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. മൈനസ് ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ V/U. അവിടെ മൈനസ് V/U ആയിരുന്നു, ഇവിടെ V/U. പിന്നെ മാഗ്നിഫിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യം നമ്മൾ പഠിച്ചാണ്. നെഗറ്റീവ് ആണെങ്കിൽ റിയലും ഇൻവേർട്ടഡും ആയിരിക്കും, പോസിറ്റീവ് ആണെങ്കിൽ വെർച്വലും ഇറക്റ്റും ആയിരിക്കും. അതുപോലെ തന്നെ മോഡുലസ് ഓഫ് M ഈക്വൽ ടു 1 ആണെങ്കിൽ എന്താണ്? സെയിം സൈസ് ഓഫ് ഒബ്ജക്റ്റ് ആയിരിക്കും. സെയിം സൈസ് ഓഫ് ഒബ്ജക്റ്റ് അവിടെ പഠിച്ചതിൽ ഒരു മാറ്റമില്ല. മോഡുലസ് ഓഫ് M ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ എന്തായിരിക്കും? ലാർജ് ആയിരിക്കും. മോഡുലസ് ഓഫ് M ലെസ് ദാൻ 1 ആണെങ്കിൽ എന്തായിരിക്കും? സ്മോൾ ആയിരിക്കും. ക്ലിയർ അല്ലേ? ഈ കാര്യങ്ങളെല്ലാം പഠിച്ചു വെക്കുക, എല്ലാം നിങ്ങൾ മനസ്സിലാക്കുക. പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, പഠിക്കേണ്ട കാര്യങ്ങളാണ്. ക്ലിയർ? മുന്നോട്ട് പോവാം. ഒരു ക്വസ്റ്റ്യൻ, ഒരു ഗംഭീരമായ ചോദ്യമാണ്, പഠിക്കേണ്ട ചോദ്യമാണ്. When an object of height 3 cm, ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് എത്രയാ പറയുന്നത്? 3 cm ആണ്. ഈസ് പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 30 cm ഫ്രം ദ ലെൻസ്. ലെൻസിൽ നിന്ന് 30 cm അകലെയാണ് ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അവിടെ റിയൽ ഇമേജ് ഫോം ചെയ്തു അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 60 cm. ഫൈൻഡ് ഔട്ട് ദ ഹൈറ്റ് ഓഫ് ദി ഇമേജ്. ഹൈറ്റ് ഓഫ് ദി ഇമേജ് കണ്ടുപിടിക്കും. നിസ്സാരമാണ്, ശ്രദ്ധിക്കണം. നൽകിയിരിക്കുന്ന കാര്യം, ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് എത്രയാണ്? 3 cm. ഇമേജ് ഡിസ്റ്റൻസ് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും, ദാറ്റ് ഈസ് -30 cm. സോറി, ഒബ്ജക്ട് ഡിസ്റ്റൻസ് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും, -30 cm. ഇമേജ് ഡിസ്റ്റൻസ് ശ്രദ്ധിക്കുക.
ഇവിടെ റിയൽ ഇമേജ് ആ ഫോം ചെയ്തത്. റിയൽ ഇമേജ് എവിടെയാ ഫോം ചെയ്യുക? റൈറ്റ് സൈഡ് ഓഫ് ലെൻസ് ആണ്, ശരിയല്ലേ? റിയൽ ഇമേജ് ഈസ് ഫോംഡ് റൈറ്റ് സൈഡ് ഓഫ് ദ ലെൻസ് ആണ്. റൈറ്റ് സൈഡിലോട്ടുള്ള മെഷർമെന്റുകൾ എല്ലാം പോസിറ്റീവ് അല്ലേ? നോക്കടാ, ഇതൊരു ലെൻസ് ആയിട്ട് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ, ഈ ലെൻസിന്റെ പ്രിൻസിപ്പൽ ആക്സിസ് ആയിട്ട് ഇത് എടുക്കുകയാണെങ്കിൽ, ഇവിടെ റൈറ്റ് സൈഡിൽ ഇമേജ് ഫോം ചെയ്തു എന്ന് പറഞ്ഞാൽ അത് എന്ത് ഇമേജ് ആയിരിക്കും? അത് റിയൽ ഇമേജ് ആയിരിക്കും. റൈറ്റിലോട്ടുള്ള മെഷർമെന്റുകൾ എല്ലാം പോസിറ്റീവ് ആണ്. നമ്മൾ മിററിൽ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ പഠിച്ചാണ്. സോ ഇവിടെ റൈറ്റ് സൈഡിലോട്ടുള്ളതെല്ലാം പോസിറ്റീവ് ആയിരിക്കും. സോ വി എന്താണ്? പോസിറ്റീവ് ആയിരിക്കും. എത്രയാണ്? 60 സെന്റിമീറ്റർ. കണ്ടുപിടിക്കേണ്ടത് ഹൈറ്റ് ഓഫ് ദി ഇമേജ്. ക്ലിയർ അല്ലേ? ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അല്ലേ? നമുക്ക് കണ്ടുപിടിക്കാം. വടാ, ഇക്വേഷൻ എല്ലാവർക്കും അറിയാം. എം ഈക്വൽ ടു എച്ച് ഐ ബൈ എച്ച് നോട്ട് ഈക്വൽ ടു വി ബൈ യു ആണ്. സോ എച്ച് ഐ ഈക്വൽ ടു വി ബൈ യു ഇൻറ്റു എന്ത് എഴുതാം? എച്ച് നോട്ട്. സോ എച്ച് ഐ ഈക്വൽ ടു വി എത്രയാടാ? 60. സോ 60 ഡിവൈഡ് ബൈ യു എത്രയാടാ? -30 ആണ്. ഇൻറ്റു എച്ച് നോട്ട് എത്രയാടാ? 3 ആണ്. വെട്ടിക്കളയാം. 0 0 പോയി, 3 2. സോ -6 എന്ന് വരും. -6 സെന്റിമീറ്റർ. മൈനസ് വരാൻ കാരണം റിയൽ ഇമേജ് ആണ്, അതുകൊണ്ടാണ് -6 വന്നിരിക്കുന്നത്. ഇറ്റ്സ് എ റിയൽ ഇമേജ്, അതുകൊണ്ടാണ് -9 വന്നിരിക്കുന്നത്. പഠിക്കേണ്ടതാണ് കേട്ടോ. അടുത്ത പവർ ഓഫ് ലെൻസ്. നിസാരമാണ്. ലെൻസിന്റെ പവർ എന്ന് പറഞ്ഞാൽ പി ആണ്. അത് റെസിപ്രോക്കൽ ഓഫ് ഫോക്കൽ ലെങ്ത് ആണ്. ലെൻസിന്റെ പവർ എന്ന് പറഞ്ഞാൽ പി ആണ്. പവർ ഓഫ് ലെൻസ് ഈസ് പി. അത് റെസിപ്രോക്കൽ ഓഫ് ഫോക്കൽ ലെങ്ത് ആയിരിക്കാം. പവറിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഡയോപ്റ്റർ ആണ്. ഫോക്കൽ ലെങ്ത് റെപ്രസെന്റ് ചെയ്യുന്നത് മീറ്ററിൽ വേണം. ഫോക്കൽ ലെങ്ത് ഷുഡ് ബി ഇൻ മീറ്റർ. പവർ കണ്ടുപിടിക്കുന്ന സമയത്ത് ഡയോപ്റ്ററിലാണ് ഉത്തരം കിട്ടണമെങ്കിൽ ഫോക്കൽ ലെങ്ത് മീറ്ററിൽ വേണം നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ. അത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കണം, പഠിച്ചിരിക്കണം. ലെൻസസ് ഫോർമുല, മിറർ ഫോർമുല പഠിച്ചതുപോലെ തന്നെയാണ്, പക്ഷെ നടുവിൽ ഒരു മൈനസ് ഉണ്ടെന്ന് മാത്രം. 1/f = 1/v - 1/u. സോ ഇതിനെ സിംപ്ലിഫൈഡ് ഫോമാറ്റ് കൂടി പറയാം. 1/f = 1/v - 1/u അല്ലേ? അപ്പൊ 1/f = എന്ത് വരും? u - v / uv എന്ന് വരും, ശരിയല്ലേ? സോ f = എന്ത് വരും? uv / u - v. ഇത് പഠിക്കാം. f = uv / u - v. അത് ഞാൻ ഇവിടെ കൂടി എഴുതുന്നുണ്ട്. f = uv / u - v. ഇത് പഠിക്കാനാടാ. പരീക്ഷകൾ ചോദിക്കാറുണ്ട്, ഇത് വെച്ചിട്ടുള്ള ന്യൂമറിക്കൽസ് പരീക്ഷകൾ ചോദിക്കാറുണ്ട്. എല്ലാവരും പഠിക്കേണ്ടതാണ്, എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. റൈറ്റ്, ഓക്കെ. അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. When an object is placed at a distance of 15 cm, ഒബ്ജക്റ്റ് 15 സെന്റിമീറ്റർ അകലെയാണ് വെച്ചിരിക്കുന്നത്. കോൺവെക്സ് ലെൻസിൽ നിന്ന് റിയൽ ഇമേജ് ആണ് ഫോം ചെയ്തത്. 30 സെന്റിമീറ്റർ അകലെ. ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കുക. എല്ലാം നൽകിയിട്ടുണ്ടല്ലോ. ഒബ്ജക്ട് ഡിസ്റ്റൻസ് എത്രയാണ്? -15 സെന്റിമീറ്റർ ആയിരിക്കും. ഇമേജ് ഡിസ്റ്റൻസ് എത്രയാണ്? റിയൽ ഇമേജ് ആണ് അവർ എടുത്തു പറഞ്ഞാൽ അത് റൈറ്റ് സൈഡ് ആണ് ഫോം ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ പോസിറ്റീവ് ആയിരിക്കും ഇമേജ് ഡിസ്റ്റൻസ്. സോ എത്രയാണ്? 30 സെന്റിമീറ്റർ എന്ന് തന്നെ നിങ്ങൾക്ക് എഴുതാം. കണ്ടുപിടിക്കേണ്ടത് ഫോക്കൽ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫോർമുല അറിയാലോ. എന്താ ഫോർമുല? അതാ f = uv / u - v. f = uv / u - v. u എത്രയാടാ? -15. -15 × 30 / -15 ക്ലിയർ. സോ f = 15 × 3 എത്രയാണ്? -45. സോ -450 / -45. വെട്ടിക്കളയാം. മൈനസും പോയി, 15 പോയി. സോ f = എത്ര കിട്ടി? f = 10 സെന്റിമീറ്റർ. ഫോക്കൽ ലെങ്ത് ഇവിടെ പോസിറ്റീവ് ആയിരിക്കും. പഠിച്ചു. കാരണം എന്താണ്? കോൺവെക്സ് ലെൻസ് ആണെങ്കിൽ ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് അല്ലേ? കോൺവെക്സ് ലെൻസ് ആയതിനാൽ തന്നെ ഫോക്കൽ ലെങ്ത് ഇവിടെ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. മനസ്സിലങ്ങ് ഉറപ്പിച്ചു വെക്കുക, പഠിച്ചു വെക്കുക. അടുത്ത ഒരു കിണ്ണം കാച്ചിയ ക്വസ്റ്റ്യൻ ആണ്. അടിപൊളി ചോദ്യമാണ്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതോടുകൂടി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം, അടിപൊളി ചോദ്യമാണ്, പഠിക്കേണ്ട ചോദ്യമാണ്. എടാ എല്ലാവരും ശ്രദ്ധിക്കുക, മുഴുവൻ മക്കളും ശ്രദ്ധിക്കുക. An image is obtained at a distance of 40 cm. Image distance എത്രയാണ്? 40 cm from a convex lens. Okay. When an object is placed at the same distance on the opposite side. ഇമേജ് ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്ന സെയിം ഡിസ്റ്റൻസ് ഓൺ ദ ഓപ്പോസിറ്റ് സൈഡ് ആണ്. സോ നിസ്സാരമല്ലേ? ഒബ്ജക്റ്റ് ഡിസ്റ്റൻസും ഇമേജ് ഡിസ്റ്റൻസും ഇവിടെ തുല്യമാണെന്ന് പറയുന്നു. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസും ഇമേജ് ഡിസ്റ്റൻസും തുല്യമാണെങ്കിൽ, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസും ഇമേജ് ഡിസ്റ്റൻസും തുല്യമാണെങ്കിൽ എവിടെയായിരിക്കും ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ടാവുക? ഒബ്ജക്റ്റ് ഉറപ്പായും 2f ആയിരിക്കും വെച്ചിട്ടുണ്ടാവുക. ഇമേജ് 2f ഫോം ചെയ്യണമെങ്കിൽ ഒബ്ജക്റ്റ് 2f ആയിരിക്കും വെച്ചിട്ടുണ്ടാവുക. ഒരു തരി സംശയം നിങ്ങൾക്ക് വേണ്ട. ഇവിടെ ഇമേജ് ഡിസ്റ്റൻസ് 40 സെന്റിമീറ്റർ എന്ന് അവർ പറയുന്നില്ലേ? ഇമേജ് ഡിസ്റ്റൻസ് 40 സെന്റിമീറ്റർ എന്ന് അവർ പറയുന്നുണ്ട്. റൈറ്റ്, ശ്രദ്ധിക്കണം.
ഓക്കെ, റൈറ്റ് എനി ടു ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി ഇമേജ്. ഇമേജിന്റെ പ്രത്യേകത എന്താണ്? ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക 2F-ലാണ് പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക. ഇമേജ് ഉണ്ടായതും 2F-ൽ തന്നെയാണ്, തർക്കം വേണ്ട. അടുത്ത കാര്യം, അതൊരു റിയൽ ഇമേജ് ആയിരിക്കും, അതൊരു ഇൻവേർട്ടഡ് ഇമേജ് ആയിരിക്കും, സെയിം സൈസ് ഓഫ് ഒബ്ജക്റ്റ് ആയിരിക്കും. സെയിം സൈസ് ഓഫ് ഒബ്ജക്റ്റ് ആണ്, തർക്കമില്ലാത്ത കാര്യം. അടുത്ത, ഫൈൻഡ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദ ലെൻസ്. ഫോക്കൽ ലെങ്ത് എത്രയാണ് മക്കളെ? 2F എന്ന് പറഞ്ഞാൽ അവർ പറയുന്നു 40 സെന്റിമീറ്റർ ആണ്. സോ F ഈക്വൾ എത്രയായിരിക്കുക? 40/2, ദാറ്റ് ഈസ് 20 സെന്റിമീറ്റർ. കോൺവെക്സ് ലെൻസ് ആയതുകൊണ്ട് ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആയിരിക്കും. സോ ആൻസർ ഈസ് 20 സെന്റിമീറ്റർ. ഒരു തർക്കവും വേണ്ട. ഫോക്കൽ ലെങ്ത് എത്രയാണ്? ഫോക്കൽ ലെങ്ത് 20 സെന്റിമീറ്റർ ആയിരിക്കും. 20 സെന്റിമീറ്റർ ആയിരിക്കും ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. മനസ്സിൽ അങ്ങ് ഉറപ്പിച്ചു വെച്ചോ, പഠിച്ചു വെച്ചോ, പരീക്ഷയിൽ പലതവണ ചോദിച്ചാണ്. ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ടോ നോക്കണം. ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, ശ്രദ്ധിച്ചു. ഒന്നല്ല 2 ക്വസ്റ്റ്യൻസ് കൂടി ഉണ്ട്, അതുകൂടി നമുക്ക് വർക്കൗട്ട് ചെയ്യാം. മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം. ഞാൻ കഴിഞ്ഞു എന്ന് വിചാരിച്ചു. ഒരു ചോദ്യം കൂടി ഉണ്ട്. ഒബ്സർവ് ദ ഫിഗർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ഫിഗർ ഒബ്സർവ് ചെയ്യുക, ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. എന്താ ചോദ്യം? കംപ്ലീറ്റ് റേ ഡയഗ്രാം, റൈറ്റ് ദ ഫീച്ചേഴ്സ് ഓഫ് ദ ഒബ്ജക്റ്റ്. ഓക്കെ, സിമ്പിൾ ആണ്. കംപ്ലീറ്റ് റേ ഡയഗ്രാം. റേ ഡയഗ്രാം കംപ്ലീറ്റ് ചെയ്യാലോ. ഒബ്ജക്റ്റ് 2F-നും F-നും ഇടയിലാണ് വെച്ചിരിക്കുന്നത്. സോ പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് പോയപ്പോൾ ഫോക്കസിലൂടെ പോയി. അടുത്ത ഒപ്റ്റിക് സെന്ററിലൂടെ കടന്നു പോയാലോ? ഒപ്റ്റിക് സെന്ററിലൂടെ കടന്നു പോയാൽ കൂട്ടിമുട്ടുന്നത് എവിടെയാണ്? 2F-ന് പുറകിലാണ്. 2F-ന് പുറകിൽ കൂട്ടിമുട്ടുന്നത് എങ്ങനെയുള്ള ഇമേജ് ആണ്? യെസ്, ഇറ്റ് ഈസ് എ ലാർജർ ഇമേജ്. ലാർജർ ഇമേജ് ആയിരിക്കും, അത് റിയലും ഇൻവേർട്ടഡും ആയിരിക്കും. ഫീച്ചേഴ്സ് ചെയ്താലോ? ഇറ്റ് ഈസ് എ ബിയോണ്ട് 2F ആണ് ഇമേജ് ഫോം ചെയ്യുക. അതുപോലെ തന്നെ റിയൽ ആണ്, ഇൻവേർട്ടഡ് ആണ്, ലാർജ് ഇമേജ് ആണ്. അടുത്ത, വേർ മസ്റ്റ് ബി ദ ഒബ്ജക്റ്റ് പ്ലേസ് ടു ഗെറ്റ് ദ റിയൽ ഇമേജ് ഓഫ് സെയിം സൈസ് ഓഫ് ദ ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിന്റെ അതേ വലുപ്പമുള്ള റിയൽ ഇമേജ് നമുക്ക് ലഭിക്കണമെങ്കിൽ എവിടെ ഒബ്ജക്റ്റിനെ വെക്കണം? ഒബ്ജക്റ്റിന്റെ അതേ വലുപ്പമുള്ള റിയൽ ഇമേജ് നമുക്ക് ലഭിക്കണമെങ്കിൽ ഒബ്ജക്റ്റിനെ എവിടെ വെക്കണം? ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ഒബ്ജക്റ്റ് ഷുഡ് ബി പ്ലേസ്ഡ് അറ്റ് 2F. ഒബ്ജക്റ്റിനെ 2F-ലാണ് പ്ലേസ് ചെയ്യേണ്ടത്. അത് എന്റെ മക്കൾ പഠിച്ചിരിക്കണം, എന്റെ മക്കൾക്ക് അറിയണം. സോ ഹിയർ കംസ് യുവർ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് ദ പവർ ഓഫ് ദ ലെൻസ് ഈസ് 1 ഡയോപ്റ്റർ, വാട്ട് ഈസ് ദ ഫോക്കൽ ലെങ്ത്? പവർ 1 ഡയോപ്റ്റർ ആണെങ്കിൽ ഫോക്കൽ ലെങ്ത് എത്രയാണ്? നമുക്കറിയാം, പവർ ഈക്വൽ ടു 1 ഫോക്കൽ ലെങ്ത് ആണ്. സോ ഫോക്കൽ ലെങ്ത് ഈക്വൽ ടു 1 പവർ എന്ന് വരും. സോ 1/1 എന്ന് വരും, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മീറ്റർ. സോ ഫോക്കൽ ലെങ്ത് എത്ര കിട്ടി? 1 മീറ്റർ ആണ് ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. അടിപൊളിയായിട്ട് മനസ്സിലായില്ലടാ. മുഴുവൻ ചോദ്യങ്ങളും പഠിച്ചു, എല്ലാ കൺസെപ്റ്റുകളും, എല്ലാ റേ ഡയഗ്രാംസും ഈ ചാപ്റ്ററിലെ ഏറ്റവും ചുരുങ്ങിയ സമയത്തിലാണ് എൻ്റെ മക്കൾക്ക് ഞാൻ പഠിപ്പിച്ചു തന്നത്. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും വർത്താണെന്ന് വിശ്വസിക്കുന്നു. സോ ഈ പറഞ്ഞ സ്ലൈഡ്സ് കിട്ടാൻ വേണ്ടി ഉറപ്പായും കമ്മ്യൂണിറ്റി ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെയുണ്ട്. അതുപോലെ തന്നെ വാട്സ്ആപ്പ് ചാനലിലും ഒന്ന് ജോയിൻ ചെയ്യാൻ മറക്കരുത്. സിമിലർ വേ ഈ പറയുന്ന വീഡിയോനെ പറ്റിയുള്ള വിലയേറിയ ഫീഡ്ബാക്കുകൾ ഉറപ്പായും കമന്റ് ചെയ്യാൻ മറക്കരുത്. കാരണം ഈ പറയുന്ന മണിക്കൂറുകളോളം നിങ്ങൾക്ക് ക്ലാസ് എടുത്തു തന്നതിൽ എനിക്ക് നിങ്ങൾ തിരിച്ചു തരേണ്ടത് വാലിഡായ കമന്റുകൾ മാത്രമാണ്. എല്ലാവരും ഉറപ്പായും കമന്റ് ചെയ്യുക. താങ്ക്സ് ആർ നൈസ് ക്ലാസ് എന്ന രീതിയിൽ കമന്റ് ചെയ്യാതെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ടുള്ള കമന്റുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. എല്ലാ കമന്റുകളും വായിച്ച് ഉറപ്പായും റിപ്ലൈ തരുന്നതായിരിക്കും മക്കളെ. എന്തായാലും ക്ലിഞ്ചർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ലവ് യു ആൾ. ചേട്ടാ, അടിപൊളിയായിട്ട് പഠിക്കുക, ഉഷാറാക്കുക.